വെൽക്കം ബാക്ക് ടു റേഡിയൻറ്റ്. ഇന്ത്യൻ എക്കോണമി ഗ്രോത്ത് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന സോഷ്യൽ സയൻസ് 2-ലെ 7ാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യം നമ്മൾ പഠിക്കാൻ പോകുന്നത് എക്കണോമിക് ഗ്രോത്തും എക്കണോമിക് ഡെവലപ്മെൻറ്റും എന്താണെന്നാണ്. അപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, ഏതൊരു രാജ്യത്തും ഏതൊരു മനുഷ്യരുള്ള സ്ഥലത്തും മനുഷ്യർക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. ഈ ആവശ്യങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് സാധനങ്ങളും സേവനങ്ങളും ആവശ്യമാണ്. അത് ഉൽപ്പാദിപ്പിച്ച് അത് ആവശ്യക്കാരന് കൊടുത്ത് പകരം പൈസ വാങ്ങുന്ന ഈ ഒരു പ്രവൃത്തിയാണ് നമ്മൾ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് വിളിക്കുന്നത്. ഇത് ആദ്യമേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്. അപ്പോൾ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? മനുഷ്യർക്ക് ആവശ്യമുള്ള ഗുഡ്സ് അല്ലെങ്കിൽ സർവീസസ് ഉൽപ്പാദിപ്പിക്കുന്നു, നമ്മളത് മറ്റൊരാൾക്ക് കൊടുക്കുന്നു, പകരം നമ്മൾ എന്ത് ചെയ്യുന്നു? പൈസ വാങ്ങുന്നു. ഇതാണ് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഏതൊരു എക്കണോമിക് ആക്ടിവിറ്റി ചെയ്യുന്നത് കൊണ്ട് എക്കണോമിക് ആക്ടിവിറ്റി എന്തൊക്കെ വരും? ഉൽപ്പാദനം, പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ, കൺസംഷൻ, ഇത് മൂന്നുമാണ് എക്കണോമിക് ആക്ടിവിറ്റിക്കകത്ത് വരുന്നത്. ഇത് മൂന്നും നടക്കുന്ന ഒരു സ്ഥലത്തെ, അല്ലെങ്കിൽ ഇത് മൂന്നും എങ്ങനെയാണ് നടക്കുന്നത് എന്നതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? എക്കോണമി എന്ന് വിളിക്കുന്നത്. എക്കോണമി എന്ന് വിളിക്കുന്നത്. അപ്പോൾ എക്കോണമി എന്താണ്, എക്കണോമിക് ആക്ടിവിറ്റി എന്താണെന്നുള്ളത് പിടിയിട്ട് കാണും. അപ്പോൾ മനുഷ്യന് ആവശ്യമായ സാധനങ്ങൾ, സേവനങ്ങൾ, ഇവിടെ കൃഷി ചെയ്യുന്നു, നമ്മൾ ആഹാരം ഉൽപ്പാദിപ്പിക്കുന്നു, വ്യാവസായിക ശാലകൾ പ്രവർത്തിക്കുന്നു, ഉൽപ്പന്നങ്ങൾ കിട്ടുന്നു, ഇവിടെ സേവനം, ഡോക്ടേഴ്സ് കൊടുക്കുന്നു, റോഡ് സേവനമാണ്. അപ്പോൾ ഇത്തരം സേവനങ്ങളെല്ലാം മനുഷ്യർക്ക് ഉപയോഗമുള്ളതാണ്. അപ്പോൾ ഉപയോഗമുള്ള സാധനങ്ങൾ ചെയ്യുമ്പോൾ പകരം നമ്മൾ കാശ് കൊടുക്കും, അങ്ങനെ അവർക്ക് ഗുണം കിട്ടും. ആ പൈസ വെച്ച് അവരവരുടെ ആവശ്യങ്ങൾ സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനെയാണ് പോകുന്നത്. അപ്പോൾ ഒരു രാജ്യത്തിനകത്ത് ഇത് എങ്ങനെയാണ് നടക്കുന്നത് എന്നതിനെയാണ് നമ്മൾ എക്കോണമി എന്ന് പറയുന്നത്. അപ്പോൾ ഏതൊരു എക്കണോമിക് ആക്ടിവിറ്റി നടന്നു കഴിഞ്ഞാലും നമുക്ക് അതിൽ നിന്ന് കിട്ടുന്ന പ്രധാനപ്പെട്ട ഗുണങ്ങൾ എന്തൊക്കെയായിരിക്കും? ഒന്ന്, എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് ഇമ്പ്രൂവ് ആവും, അല്ലേ? തൊഴിൽ കിട്ടും, നമുക്ക് സ്വന്തമായി കിട്ടും. നമ്മളൊരു സ്ഥാപനം നടത്തുമ്പോൾ മറ്റൊക്കെ നമ്മൾ തൊഴിൽ കൊടുക്കുകയും ചെയ്യും. അതിലൂടെ നമ്മുടെ വരുമാനം ഇൻക്രീസ് ചെയ്യും. വരുമാനം കൂടുമ്പോഴത്തേക്കും നമ്മുടെ പർച്ചേസിങ് പവർ കൂടും. അതായത് നമുക്ക് കൂടുതൽ സാധനങ്ങൾ വാങ്ങാനുള്ള പവർ കിട്ടും. അങ്ങനെ നമ്മുടെ കയ്യിൽ പൈസയുണ്ട്, അതുകൊണ്ട് നമുക്ക് സാധനം വാങ്ങാനുള്ള കഴിവുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് എന്ത് കൂടും? നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ കൂടുതൽ നമുക്ക് ആവശ്യമായിട്ട് വരും. കൈ കാശുള്ളപ്പോഴല്ലേ നിങ്ങൾ ആലോചിച്ച് വെക്കുന്നത്. നമ്മളതിൽ കാശ് വരുമ്പോൾ അല്ലേ നമ്മൾ പുറത്ത് പോയി ഭക്ഷണം കഴിക്കാൻ ആഗ്രഹിക്കുന്നത്? കൈ കാശുള്ളപ്പോഴല്ലേ നമ്മൾ മാളിൽ പോകാൻ വിചാരിക്കുന്നത്? കൈ കാശുള്ളപ്പോൾ അല്ലേ നമുക്ക് തിയേറ്റർ വേണ്ടത്? നമ്മുടെ കയ്യിൽ കാശുള്ളപ്പോഴല്ലേ നമുക്ക് പുതിയ പുതിയ കാറുകൾ, പുതിയ മോഡലുകൾ വേണ്ടി വരുന്നത്? അപ്പോൾ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ വേണ്ടി വരും. അപ്പോൾ ഇതെല്ലാം കൂടെ കൂടുമ്പോൾ നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ത് ചെയ്യും? ഇമ്പ്രൂവ് ചെയ്യും. അപ്പോൾ ഒരു എക്കണോമിക് ആക്ടിവിറ്റിയിലൂടെ ഒരു വ്യക്തി ആയാലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആയാലും ഒരു ഗവൺമെൻറ് ആയാലും പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്ന ഒബ്ജക്റ്റീവുകൾ എന്ന് പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളാണ്. ഗവൺമെൻറ് ആണെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടാൻ നോക്കും, വ്യക്തികളാണെങ്കിൽ എന്തായിരിക്കും? എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൂട്ടാൻ നോക്കും. അതിലൂടെ വരുമാനം കൂടും, അതിലൂടെ നമ്മുടെ ഹയർ ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ടും പറ്റും. അപ്പോൾ കുറച്ച് ഒരു ചെറിയൊരു ബോറിംഗ് ടോപ്പിക്കിലോട്ട് നമ്മൾ പോവുകയാണ്. കുറച്ച് കാര്യങ്ങൾ ഇവിടെ അങ്ങനെയൊക്കെയാണ്, അല്പം ബോറൊക്കെ അടിക്കും, പക്ഷെ നമുക്ക് പിടിച്ചു തന്നേ പറ്റുള്ളൂ, നമുക്ക് പഠിച്ച് മാർക്ക് വാങ്ങിച്ചല്ലേ പറ്റുള്ളൂ. അപ്പോൾ ഓൾ എക്കോണമീസ് അല്ലേ എന്തിനാണ് എയിം ചെയ്യുന്നത്? ഈ പറയുന്ന പോലെ നമ്മുടെ ലിവിങ് കണ്ടീഷൻസ് കൂട്ടാൻ വേണ്ടിയിട്ടാണ് എയിം ചെയ്യുന്നത്. അത് രണ്ട് രീതിയിൽ കൂട്ടാം. ഒന്ന് ക്വാണ്ടിറ്റേറ്റീവായിട്ടും കൂട്ടാം, മറ്റൊന്ന് ക്വാളിറ്റേറ്റീവായുള്ള മാറ്റങ്ങൾ കൊണ്ടുവരാം. അതായത് ക്വാണ്ടിറ്റിയിൽ മാറ്റം വരുത്തുന്നു, വരുമാനം, പൈസ, രൂപ കൂട്ടുന്നു. ഇനി ക്വാളിറ്റിയിൽ മാറ്റം വരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ വരുമാനവും കൂടും, നമുക്ക് അതുകൊണ്ടുള്ള ഗുണങ്ങളും കൂടും. ഞാനൊരു ഉദാഹരണം പറയട്ടെ. വളരെ റിമോട്ടായിട്ടുള്ള ഒരു ഏരിയ, നിങ്ങളിപ്പോൾ രാജസ്ഥാൻ മരുഭൂമിയുടെ നടുക്ക് ഒരു ഡെസേർട്ടിൻ്റെ നടുക്ക് താമസിക്കുകയാണ്. നിങ്ങളതിൽ ഒരുപാട് കാശുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി ഉണ്ട്, അല്ലെ? കയ്യിൽ ഒരുപാട് കാശുണ്ട്, ക്വാണ്ടിറ്റി ഉണ്ട്. അപ്പോൾ നിങ്ങൾ ധനികനാണോ എന്ന് ചോദിച്ചാൽ ധനികനാണ്. പക്ഷേ ആ പൈസ കൊണ്ട് നമുക്ക് അവിടെ ഒന്നും ചെയ്യാനില്ലെങ്കിൽ ആ പൈസ കൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ? അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടണമെങ്കിൽ ഈ കയ്യിലെ കാശിനോടൊപ്പം തന്നെ നമുക്ക് അത് വാങ്ങാൻ കടകൾ വേണം, അല്ലേ? നല്ല ഫെസിലിറ്റീസ് വേണം. അതില്ലെങ്കിൽ കാര്യമുണ്ടോ? ഇല്ല. അതിനാണ് ക്വാളിറ്റി എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദ ക്വാണ്ടിറ്റി ചേഞ്ചസ് റെഫേഴ്സ് ടു ദ എക്കണോമിക് ഗ്രോത്ത്. അതായത് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ വളർച്ചയെ സൂചിപ്പിക്കുന്നെങ്കിൽ ക്വാളിറ്റി റെഫേഴ്സ് ടു ഡെവലപ്മെൻറ്റ്. ക്വാളിറ്റി എന്ന് പറയുന്നതാണ് നമ്മൾ ഡെവലപ്മെൻറ്റിനെ പറ്റി പറയുന്നത്. അപ്പം പിടിയിട്ട് കാണുമല്ലോ നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന്. നമുക്ക് ഈ പറയുന്ന എക്കണോമിക് ഗ്രോത്തും എക്കണോമിക് ഡെവലപ്മെൻറ്റും എന്താണെന്നാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം തന്നെ മനസ്സിലായി, ഒരാൾക്ക് നമ്മുടെ ഈ പറയുന്ന നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിൻ്റെ ക്വാണ്ടിറ്റിയിൽ മാറ്റമുണ്ടായാൽ, അതായത് നമ്മുടെ വരുമാനം കൂടിയാൽ അത് എക്കണോമിക് ഗ്രോത്ത്. എന്നാൽ ക്വാളിറ്റി എന്ന് വെച്ചാൽ വരുമാനത്തോടൊപ്പം തന്നെ നമ്മുടെ ജീവിത നിലവാരങ്ങളും മാറിയാൽ അതാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. കൃത്യം പറഞ്ഞാൽ 2 പോയിന്റ് ഇപ്പോഴേ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. എക്കണോമിക് ഗ്രോത്ത്, എക്കണോമിക് ഡെവലപ്മെൻറ്റ് വ്യത്യാസം എന്താണെന്ന് ഉറപ്പായിട്ട് ചോദ്യം വരും. അത് നിങ്ങളിപ്പോഴേ മനസ്സിലാക്കി. ക്വാണ്ടിറ്റിയിൽ മാത്രം മാറ്റം വന്നാൽ അത് ഗ്രോത്ത്, ക്വാണ്ടിറ്റിയോടൊപ്പം ക്വാളിറ്റിയിൽ മാറ്റം വന്നാൽ അത് ഡെവലപ്മെൻറ്റ്. ആദ്യം നോക്കാം എക്കണോമിക് ഗ്രോത്ത്. എന്താണ് എക്കണോമിക് ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ? എക്കണോമിക് ഗ്രോത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, ഒരു രാജ്യത്തിൻ്റെ
ഗുഡ്സിൻ്റെയും സർവീസിൻ്റെയും പ്രൊഡക്ഷൻ വർദ്ധിപ്പിച്ചാൽ ഉറപ്പായിട്ടും നമ്മുടെ ദേശീയ വരുമാനവും വർദ്ധിക്കും. അപ്പോൾ ദേശീയ വരുമാനം വർദ്ധിച്ചാൽ അത് എന്തിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ്? എക്കണോമിക് ഗ്രോത്തിൻ്റെ ഒരു ഇൻഡിക്കേറ്ററാണ്. നമുക്കറിയാം അല്ലേ, നമ്മുടെ രാജ്യത്തിൻ്റെ എക്കോണമിയിൽ ഗ്രോത്ത് ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് GDP. മുൻ വർഷങ്ങളിൽ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്? അതായത് ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിക്ക്, ഡൊമസ്റ്റിക് ടെറിട്ടറിക്കകത്ത് ഒരു വർഷം കൊണ്ട് ഉൽപ്പാദിപ്പിക്കുന്ന മൊത്തം സാധനങ്ങളുടെയും സേവനങ്ങളുടെയും രൂപയിലുള്ള മൂല്യം, മോണിറ്ററി വാല്യൂവിനെയാണ് നമ്മൾ GDP എന്ന് വിളിക്കുന്നത്. ഈ GDPയിൽ ഉണ്ടാകുന്ന വർധനവിനെ തന്നെയാണ് നമുക്ക് എന്തെന്ന് പറയാം? എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയാം. ഇവിടെ നോക്കിയേ, നമ്മൾ ഈ പറയുന്ന ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ഓരോ വർഷത്തെ എടുക്കുകയാണ്, 12 തൊട്ട് 25 വരെ. കണ്ടോ, ഇതിങ്ങനെ കൂടി വരുന്നതായിട്ട് കാണാം. ഒരേ ഒരു സമയം മാത്രമേ കുറഞ്ഞിട്ടുള്ളൂ. ഇത് നമ്മൾ എന്ത് വന്നപ്പോഴാണ്? കൊറോണ വന്നപ്പോഴാണ്. അല്ലാത്തപ്പോഴൊക്കെ നമ്മുടെ എന്താണ്? വളർച്ചയാണ് അല്ലേ. അപ്പോൾ ഇതെന്തിനെയാണ് കാണിക്കുന്നത്? എക്കണോമിക് ഗ്രോത്തിനെയാണ് കാണിക്കുന്നത്. അപ്പോൾ എക്കണോമിക് ഗ്രോത്ത് നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഉൽപ്പാദനത്തിൽ ഉണ്ടാകുന്ന വർധനവ് തന്നെയാണ് എക്കണോമിക് ഗ്രോത്ത് ആയിട്ട് മാറുന്നത്. അത് നമ്മുടെ എക്കോണമി എന്ത് ചെയ്യും? വളർത്തും. അപ്പോൾ അതെങ്ങനെ നമ്മൾ അറിയും? ഈ പറയുന്ന GDP അല്ലേ, വി ഹാവ് ലേൺഡ് ദാറ്റ് ദ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് ഈസ് ദ മോണിറ്ററി വാല്യൂ ഓഫ് ഓൾ ദ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രൊഡ്യൂസ്ഡ് വിത്തിൻ ദ ഡൊമസ്റ്റിക് ടെറിട്ടറി ഓഫ് എ കൺട്രി. ഒരു രാജ്യത്തിൻ്റെ ആഭ്യന്തര അതിർത്തിയിൽ ഉണ്ടാക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വാല്യൂ. അപ്പോൾ അത് നമ്മൾ കൂട്ടി നോക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നമുക്ക് വളർച്ച ഉണ്ടാകുന്നോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ ഇതാണ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുന്നത്. അപ്പോൾ വാട്ട് ഈസ് എക്കണോമിക് ഗ്രോത്ത്? ഇൻക്രീസ് ഇൻ ദ കൺട്രീസ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് കമ്പയർഡ് ടു ദ പ്രീവിയസ് ഇയർ. മുൻ വർഷത്തെ അപേക്ഷിച്ച് ഒരു രാജ്യത്തിൻ്റെ GDPയിൽ ഉണ്ടാകുന്ന വർധനവ് എന്ന് പറയുന്നത് നമുക്കപ്പോൾ എന്തായിട്ട് കണക്കാക്കാം? എക്കണോമിക് ഗ്രോത്ത് ആയിട്ട് കണക്കാക്കാം. ഈ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാകുന്നതിലൂടെ നമ്മുടെ ആവശ്യങ്ങൾ, ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് ചെയ്യും? സാറ്റിസ്ഫൈ ചെയ്യാനായിട്ട് പറ്റും. കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കിട്ടും, കൂടുതൽ ഇൻകം കിട്ടും. അപ്പോൾ കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നു, അതിലൂടെ കൂടുതൽ വരുമാനം കിട്ടുന്നു, അതുപോലെ കൂടുതൽ ആൾക്കാർക്ക് ജോലിയും കിട്ടുന്നു. ഇങ്ങനെയാണ് നമ്മുടെ എക്കണോമിയിൽ എന്ത് ചെയ്യുന്നത്? GDP അല്ലെങ്കിൽ എക്കണോമിക് ഗ്രോത്ത് നമ്മുടെ എക്കോണമി എങ്ങനെ ബെനിഫിറ്റ് ചെയ്യുന്നത്? കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ സ്ഥാപനങ്ങൾ വന്നു, അപ്പോൾ കൂടുതൽ പേർക്ക് ജോലി കിട്ടി. കൂടുതൽ പേർക്ക് ജോലി കിട്ടുമ്പോൾ കൂടുതൽ വരുമാനം കിട്ടി. വരുമാനം കിട്ടുമ്പോൾ പർച്ചേസിംഗ് പവർ കൂടി, അപ്പോൾ നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആവശ്യങ്ങൾ വേണ്ടി വരും, ഇൻഫ്രാസ്ട്രക്ചർ കൂടും. അങ്ങനെ മൊത്തത്തിൽ സംഭവിക്കും. എക്കണോമിക് ഗ്രോത്ത് റേറ്റ്, എക്കോണമിയിലുണ്ടായ വളർച്ചയുടെ നിരക്ക്. അപ്പോൾ നിങ്ങൾക്ക് വളർച്ച ഉണ്ടായോ ഇല്ലേ എന്നറിയാൻ നിങ്ങൾ എന്ത് ചെയ്യും? കഴിഞ്ഞ വർഷം നിങ്ങളുടെ ഉയരം എത്രയായിരുന്നു, ഇപ്പോൾ നിങ്ങളുടെ ഉയരം എത്രയാണ്? ഉയരത്തിൽ വന്ന മാറ്റമാണ് നിങ്ങളുടെ വളർച്ചയിലുണ്ടായ മാറ്റം. അല്ലെങ്കിൽ നിങ്ങൾ കഴിഞ്ഞ കൊല്ലത്തെ വെയിറ്റ് എത്രയാണ്, ഇപ്പോഴുള്ള വെയിറ്റ് എത്രയാണ്, അതിലുണ്ടാകുന്ന മാറ്റമാണ് വളർച്ചയുടെ അളവെന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഇപ്പോൾ ഉള്ള വരുമാനം, അതായത് കറണ്ട് GDPയെ മുൻ വർഷത്തെ GDPയിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യും? കുറയ്ക്കും. അല്ലെങ്കിൽ ഇപ്പോഴത്തെ GDPയും മുൻവർത്തെ GDP എന്നുള്ള വ്യത്യാസം എടുക്കും. നമ്മളതിനെ എന്ത് ചെയ്യും? പെർസെൻറ്റേജിലോട്ട് മാറ്റാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്യും? പ്രീവിയസ് ഇയറിൻ്റെ അതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് കിട്ടും? റേറ്റ് കിട്ടും അല്ലേ. അതായത് ഉണ്ടായ മാറ്റം താരതമ്യം ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് താരതമ്യം ചെയ്യണമെങ്കിൽ നിങ്ങൾക്കറിയാം, താരതമ്യം ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഫ്രാക്ഷൻസ് ഉപയോഗിക്കുന്നത് അല്ലേ. ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും അല്ലേ, ഇത് രണ്ടും കൂടെ നോക്കുമ്പോൾ നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ വർഷത്തുണ്ടായിരുന്ന GDP, അതാണ് പ്രീവിയസ് ഇയർ GDP അല്ലേ. അതിന് നമ്മൾ ഇപ്പോൾ ഉണ്ടായ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉണ്ടാകുന്ന GDP മുന്നത്തെ എന്നുള്ള വ്യത്യാസം അല്ലേ. അപ്പോൾ ചേഞ്ച് ഇൻ GDP. അപ്പോൾ ചേഞ്ച് ഇൻ GDPയെ നമ്മൾ മുൻവർഷത്തെ GDP കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എക്കണോമിക് ഗ്രോത്ത് കിട്ടും. അതിന് റേറ്റ് എന്ന് പറയാനായിട്ട് പെർസെൻറ്റേജിലോട്ട് മാറ്റണം, അതിനൊരു 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പോൾ ഇപ്പോഴുള്ള GDP മൈനസ് മുന്നേ ഉള്ള GDP, ഇതാണ് ചേഞ്ച് ഇൻ GDP. ഇതാണ് എന്തെന്ന് പറയുന്നത്? ചേഞ്ച് ഇൻ GDPയിലുണ്ടായ മാറ്റം ബൈ മുന്നത്തെ GDP ഇൻറ്റു 100 എക്കണോമിക് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. ഫോർമുല പഠിച്ചു വയ്ക്കണം. അപ്പോൾ എക്കണോമിക് ഗ്രോത്ത് റേറ്റ് നമുക്ക് നോക്കുമ്പോൾ അറിയാൻ പറ്റും നമുക്ക് വളർച്ചയാണോ ഉണ്ടായത്, തളർച്ചയാണോ ഉണ്ടായതെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇവിടെ നോക്കിയേ, 2012 മുതൽ 2025 വരെയുള്ള GDP ആണ് ഇവിടെ തന്നിട്ടുള്ളത് അല്ലേ. GDP. അപ്പോൾ ഈ GDPയുടെ ഗ്രോത്ത് റേറ്റ് എന്ന് വെച്ചാൽ അപ്പോൾ എന്താണ് നോക്കടാ? ഈ വർഷത്തെ GDP ഇത്രയും, തൊട്ട് മുന്നത്തെ വർഷത്തെ GDP ഇത്രയും. അപ്പോൾ ഈ ഒരു വ്യത്യാസം ഉണ്ടല്ലോ, ഇതിന് ശതമാനത്തിൽ പറഞ്ഞാൽ അതാണ് എക്കണോമിക് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് പറയുന്ന ഗ്രോത്ത് റേറ്റ് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും. ഇതാ കണ്ടോ, ഈ വരെ 2012 തൊട്ട് 2017 വരെ ഏതാണ്ട് ഇത് കൂടി തന്നെയാണ് പോയിക്കൊണ്ടിരുന്നത്. ഓക്കെ, 5.5 ആയിരുന്നു, 6.4 ആയി, 7.4 ആയി, 8 ആയി, 8.3 ആയി. എന്നാൽ 17 തൊട്ട് ഈ പറയുന്ന ഒരു 21 വരെയുള്ള സമയം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിൽ 21 വരെ എടുക്കണം, നമുക്ക് 20 വരെ എടുക്കാം. 20 വരെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ റേറ്റ് എന്ത് ചെയ്യുന്നുണ്ടോ? കുറയുന്നുണ്ട്. പക്ഷെ നെഗറ്റീവ് ആവുന്നുണ്ടോ? ഇല്ല. അതായത് നോക്ക്, ഈ വർഷത്തെയും താരതമ്യം ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ട്. ആ വ്യത്യാസം മുമ്പുണ്ടായിരുന്ന വ്യത്യാസത്തിനേക്കാളും കുറവാണെന്നേ ഉള്ളൂ. അതുകൊണ്ടാണ് താഴോട്ട് പോയത്. കണ്ടോ? അതായത് ഇപ്പോൾ ഞാൻ ഇവിടെ എക്സാമ്പിൾ പറഞ്ഞുതരാം.
ഇവനെയും താരതമ്യം ചെയ്യുമ്പോൾ ഇത്രയെന്ന് പറയുന്ന 8 ഉണ്ടായിരുന്നു. ഇവനെയും താരതമ്യം ചെയ്യുന്നപ്പോൾ തിരിച്ചു അല്ലേ, ഇവനെയും താരതമ്യം ചെയ്തപ്പോൾ ഡിഫറൻസ് എന്ന് പറയുന്നത് 8% ഉണ്ടായിരുന്നു. ഇവനെയും ചെയ്തപ്പോൾ അത് 8.3 ഉള്ളൂ. തൊട്ട് അടുത്ത വല്ലതും ആയപ്പോഴത്തേക്കും നമുക്ക് ഈ വ്യത്യാസം മാറി, അങ്ങനെ അത് കുറഞ്ഞ് 6.8 ഉള്ളൂ. കുറഞ്ഞു, അത്രയേ ഉള്ളൂ. പക്ഷേ എന്തല്ല, നമുക്ക് ഗ്രോത്ത് ഉണ്ട്, ഈ വ്യത്യാസം കുറഞ്ഞു. വ്യത്യാസം മുന്നേ 8 ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് കുറഞ്ഞു, അത്രയേ ഉള്ളൂ. 6.8 6.5 3.9 പക്ഷേ ഇവിടെ 2020 ആയപ്പോൾ കൊറോണ വന്നപ്പോൾ എന്ത് പറ്റി? നമ്മുടെ GDP കണ്ടോ, ഇവനെക്കാളും താഴെയാണ് ഇവൻ, കണ്ടോ? അപ്പോൾ നെഗറ്റീവിൽ പോയി. അപ്പോൾ എത്രയായി? -5.8 ആയി. അങ്ങനെ ആദ്യമായിട്ട് നെഗറ്റീവും വന്നു. അപ്പോൾ നമുക്ക് GDPയിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഉപയോഗിച്ച് നമുക്ക് എക്കണോമിക് ഗ്രോത്ത് ആണോ ഉണ്ടായത്, നഷ്ടമാണോ ഉണ്ടായത് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ ഒരു സ്ഥലത്ത് നമുക്ക് എന്ത് പറ്റി? എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായില്ല. നമുക്കിവിടെ എന്തുണ്ടായി? നെഗറ്റീവ് ഗ്രോത്ത് ഉണ്ടായി. എന്തുണ്ടായി? നെഗറ്റീവ് ഗ്രോത്ത് ഉണ്ടായി. ബാക്കി എല്ലായിടത്തും കൂടുന്നതും കുറയുന്നതും ഒക്കെ ഉണ്ട്. പക്ഷേ ഇതെല്ലാം എന്താണ്? പോസിറ്റീവാണ്. കാരണം ഒരിക്കലും ഇതൊരു മൈനസ് സംഖ്യയിലോട്ട് പോയില്ല. അപ്പോൾ മാറ്റം ഉണ്ടായി. അത് ഒന്നിനേക്കാളും വലുതാണെങ്കിൽ എന്തായിരിക്കും? അല്ലെങ്കിൽ ഈ പറയുന്ന പോസിറ്റീവ് സംഖ്യ ആയിരിക്കും. എന്ന് വെച്ചാൽ എന്താടാ, പിടിയിട്ടോ? അത് മനസ്സിലായോ? ഇല്ലെങ്കിൽ ഒന്നുകൂടെ നോക്കിയോ. എടാ, കറണ്ട് ഇയർ GDPയിൽ നിന്ന് മുന്നത്തെ GDP കുറയ്ക്കുമ്പോൾ ആലോചിച്ച് നോക്കേ, ഇപ്പോഴത്തെ GDP കഴിഞ്ഞ വർഷത്തെ GDPയെക്കാളും കൂടുതലാണെങ്കിൽ ഇത് വലിയ സംഖ്യ മൈനസ് ചെറിയ സംഖ്യ എന്തായാലും പോസിറ്റീവ് വാല്യൂ ആയിരിക്കും. അപ്പോൾ പോസിറ്റീവ് ഗ്രോത്ത്. ഇനി എപ്പോഴെങ്കിലും ഈ പറയുന്ന കറണ്ട് GDP എന്ന് പറയുന്ന ഒരു ചെറിയ സംഖ്യയും മുൻവർഷത്തെ GDP വലുതുമാകുമെങ്കിൽ ചെറുതിൽ നിന്ന് വലുത് കുറയ്ക്കുമ്പോൾ ഉത്തരം നെഗറ്റീവ് ആവും. പിടിയിട്ട് കാണുമല്ലോ. ഇപ്പോൾ അതാണ് നെഗറ്റീവ് സംഭവിച്ചത്. അതായത് ഇവിടെ മാത്രം എന്ത് പറ്റി? ഈ വർഷത്തെ GDPയെക്കാളും കുറഞ്ഞു, കൊറോണ കാരണം കുറഞ്ഞു. അപ്പോൾ എന്ത് പറ്റി? ഇതിൽ നിന്നും ഇത് കുറച്ചപ്പോൾ സംഖ്യ എന്തായിട്ട് മാറി? മൈനസ് ആയിട്ട് മാറി. ഇതാണ് സംഭവം. ഇതാണ് GDP എന്ന് പറയുന്നത്. അപ്പോൾ എക്കണോമിക് ഗ്രോത്ത് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? എക്കണോമിക് ഗ്രോത്ത് റേറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? റേറ്റ് ഓഫ് ഇൻക്രീസ് ഇൻ ദ GDP ഇൻ ദ കറണ്ട് ഇയർ കമ്പയർഡ് ടു ദ പ്രീവിയസ് ഇയർ. കഴിഞ്ഞ വർഷത്തിൽ നിന്നും ഈ വർഷം ഉണ്ടായ ഗ്രോത്ത് എത്രയാണ്, വളർച്ച എത്രയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇത് പോസിറ്റീവ് ഗ്രോത്തും ആകാം, നെഗറ്റീവ് ഗ്രോത്തും ആകാം. ഈ വർഷത്തെ GDP കഴിഞ്ഞ വർഷത്തിനേക്കാളും വലുതാണെങ്കിൽ പോസിറ്റീവ് ഗ്രോത്ത് റേറ്റ്. ഈ വർഷത്തെ GDP കഴിഞ്ഞ വർഷത്തേക്കാളും കുറഞ്ഞെങ്കിൽ അതെന്തായിരിക്കും? നെഗറ്റീവ് ഗ്രോത്ത് റേറ്റിനെയും കാണിക്കും. തെറ്റല്ലേ? അപ്പോൾ ഇതാണ് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. കണ്ടോ, ഇവിടുത്തെ ചോദ്യങ്ങളുടെ ഉത്തരം ഞാൻ ഇപ്പോൾ പറഞ്ഞു തന്നു. 17-18 ആയപ്പോഴത്തേക്കും നമ്മുടെ ഗ്രോത്ത് എന്ന് പറയുന്നത് ആദ്യം കൂടി 17-18 തൊട്ട് 20 വരെ ആയപ്പോൾ അത് കുറഞ്ഞു തുടങ്ങി. 20-21 ആയപ്പോൾ അത് നെഗറ്റീവിലോട്ട് പോവുകയും ചെയ്തു. ഓക്കെ, നെഗറ്റീവിലോട്ട് പോവുകയും ചെയ്തു. അപ്പോൾ 0-ന് മുകളിലാണെങ്കിൽ അത് പോസിറ്റീവ് ഗ്രോത്ത് റേറ്റ്, അല്ലെങ്കിൽ അതെന്താണ്? നെഗറ്റീവ് ഗ്രോത്ത് റേറ്റ്. അതാണ് ഇവിടെ ഞാൻ എന്ത് ചെയ്തിട്ടുള്ളത്? കൊടുത്തിട്ടുള്ളത്. 0-നേക്കാളും മുകളിലാണെങ്കിൽ, അതായത് ഈ സംഖ്യ വലുതും ഈ സംഖ്യ ചെറുതുമാണെങ്കിൽ പോസിറ്റീവ് ഗ്രോത്ത് റേറ്റ്. അതായത് ഈ വർഷത്തെ ഗ്രോത്ത് കൂടുതലും കഴിഞ്ഞ വർഷത്തെ ഗ്രോത്ത് എന്ന് പറയാൻ പറ്റില്ല, GDP വ്യത്യാസം ഉണ്ടെങ്കിൽ അത് പോസിറ്റീവ്. ഇനി ഇതൊരു ചെറിയ സംഖ്യയും ഇതൊരു വലിയ സംഖ്യയും ആയിക്കഴിഞ്ഞാൽ മാത്രം അത് നെഗറ്റീവ് ആവും. കാരണം 0-ന് താഴോട്ട് പോകും. ഇത്രയേ ഉള്ളൂ എന്തെന്ന് പറയുന്നത്? എക്കണോമിക് ഗ്രോത്ത് റേറ്റ് എന്ന് പറയുന്നത്. എങ്കിൽ ലാസ്റ്റ് വരുന്നതാണ് പെർ ക്യാപിറ്റ ഇൻകം, പ്രതിശീർഷ വരുമാനം. അപ്പോൾ എന്താണ് പെർ ക്യാപിറ്റ ഇൻകം? നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തം ഇൻകത്തിനെ നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തം പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ കിട്ടുന്നതാണ് പെർ ക്യാപിറ്റ ഇൻകം. അപ്പോൾ പണ്ട് കാലത്ത് നമ്മൾ എക്കണോമിക് ഗ്രോത്ത് അളക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്ന ഒരു സംഭവമാണ് പ്രതിശീർഷ വരുമാനം അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകം. അപ്പോൾ ഇത് എന്ത് കാണിക്കും? മൊത്തം ദേശീയ വരുമാനം, മൊത്തം നാഷണൽ ഇൻകത്തിനെ നമ്മൾ മൊത്തം പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് ഗുണങ്ങളുണ്ട്. ഇത് സിമ്പിൾ മെത്തേഡ് ആണെന്ന് ചോദിച്ചാൽ സിമ്പിൾ മെത്തേഡാണ്, പക്ഷേ ഇതിന് ഒരുപാട് ഡിസഡ്വാൻറ്റേജും ഉണ്ട്. നിങ്ങളുടെ പരീക്ഷയ്ക്ക് ഏറ്റവും കൂടുതൽ ചോദിക്കാൻ ചാൻസ് ഉള്ളൊരു ചോദ്യമാണ് ഈ പറയുന്ന ചോദ്യം, ലിമിറ്റേഷൻസ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഗ്രോത്ത് റേറ്റ് അളക്കാനെന്ന് നമുക്ക് പൂർണ്ണമായിട്ട് പറയാൻ പറ്റത്തില്ല, എങ്കിലും എക്കണോമിക് ഗ്രോത്തിൻ്റെ അളവ് അറിയാനായിട്ട്. അപ്പോൾ ഈ പെർ ക്യാപിറ്റ ഇൻകം ഉപയോഗിച്ച് നമുക്ക് 2 കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഒന്ന്, രാജ്യങ്ങളെ തമ്മിൽ പരസ്പരം താരതമ്യം ചെയ്യാൻ പറ്റും. 2, ഒരു രാജ്യത്തിൻ്റെ തന്നെ വ്യത്യസ്തമായ വർഷങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റത്തെ നമുക്ക് അറിയാനും പറ്റും. ഇതിലൂടെ നമുക്ക് സാമ്പത്തികമായി വളർച്ചയാണോ മോശമാണോ ഉണ്ടാകുന്നതെന്ന് അറിയാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഗുണമെന്ന് പറയുന്നത്. അപ്പോൾ പെർ ക്യാപിറ്റ ഇൻകം എങ്ങനെയാണ് കിട്ടുന്നത്? ദേശീയ വരുമാനം അത് പല രീതിയിൽ കിട്ടും അല്ലേ? നമുക്ക് GDP വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും, GNP വെച്ച് കണ്ടുപിടിക്കാൻ പറ്റും, NNP വെച്ച് കണ്ടുപിടിക്കാനും പറ്റും. GDP ഓർമ്മയുണ്ടല്ലോ, ഡൊമസ്റ്റിക് ടെറിട്ടറിക്ക് അകത്താണെങ്കിൽ അത് GDP. GNP എന്ന് വെച്ച് കഴിഞ്ഞാൽ അറിയാമല്ലോ എന്താണ്? അകത്തും പുറത്തുള്ളതൊക്കെ കൂട്ടിയാൽ അത് ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് എന്ന് പറയും. എന്നാൽ അതിൽ നിന്ന് നമ്മൾ ഡിപ്രീസിയേഷൻ കുറച്ച് കഴിഞ്ഞാൽ അത് നെറ്റ് നാഷണൽ പ്രോഡക്റ്റ്. ഇനി ടോട്ടൽ ഇൻകത്തിനെ ടോട്ടൽ പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്താൽ പെർ ക്യാപിറ്റ ഇൻകം. അപ്പോൾ നോക്കാം. ദ വേൾഡ് ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് നമ്മുടെ വേൾഡ് ബാങ്ക് പബ്ലിഷ് ചെയ്യുന്നതാണ്. ഇവർ എല്ലാ രാജ്യങ്ങളുടെയും പെർ ക്യാപിറ്റ ഇൻകം എടുക്കും.
എന്നിട്ട് അതിനെ താരതമ്യം ചെയ്യും. എന്നിട്ട് പെർ ക്യാപിറ്റൽ ഇൻകം വെച്ച് രാജ്യങ്ങളെ 4 ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഒന്ന് ലോ ഇൻകം കൺട്രീസ്, ലോവർ മിഡിൽ ഇൻകം കൺട്രീസ്, അപ്പർ മിഡിൽ ഇൻകം കൺട്രീസ് ആൻഡ് ഹൈ ഇൻകം കൺട്രീസ്. ഇതെല്ലാം എന്തിനെ ബേസ് ചെയ്തിട്ടുകൊണ്ടാണ്? പെർ ക്യാപിറ്റ ഇൻകത്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അപ്പോൾ പ്രതിശീർഷ വരുമാനം കൂടുതലായിട്ടുള്ള രാജ്യങ്ങളാണെങ്കിൽ അത് ഹൈ ഇൻകം കൺട്രീസ്. അതായത് $1,4006 മുമ്പ് കൂടുതലാണ് നമ്മളിപ്പോൾ. അതായത് ഇപ്പോൾ അമേരിക്കയുടെ ടോട്ടൽ പോപ്പുലേഷൻ ഇപ്പോൾ ഇത്ര സംഖ്യയുണ്ട്, ഒരു വലിയ സംഖ്യയുണ്ട്, അവിടുത്തെ പോപ്പുലേഷൻ ഇത്ര, അപ്പോൾ ഇത്രയും കൂടി ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഉത്തരം എന്ന് പറയുന്നത് 1,4006 മുകളിലാണെങ്കിൽ, ഉദാഹരണം USA, ജർമ്മനി, ജപ്പാൻ, ഇതൊക്കെ ഹൈ ഇൻകം രാജ്യങ്ങളായിട്ട് വരും. 4,516 തൊട്ട് 14,500 വരെയാണെങ്കിൽ നമ്മൾ തന്നെ അപ്പർ മിഡിൽ ഇൻകം എന്ന് വിളിക്കും. ചൈന, ബ്രസീൽ, സൗത്ത് ആഫ്രിക്ക. 1,146 തൊട്ട് 4,515 വരെയാണെങ്കിൽ നമ്മളതിനെ ലോവർ മിഡിൽ ഇൻകം എന്ന് പറയും. ഇന്ത്യ, ബംഗ്ലാദേശ്, കെനിയ ലോവർ മിഡിൽ ഇൻകത്തിലാണ് വരുന്നത്. ഇതിനൊരു കാരണം കൂടെ ഉണ്ട്. പോപ്പുലേഷൻ കൂടുന്നതിനനുസരിച്ച് ഈ സംഖ്യ ചെറുതാകാനുള്ള സാധ്യത കൂടുതലാണ്. ലോ ഇൻകം എന്ന് വെച്ച് കഴിഞ്ഞാൽ $1,114 താഴെ. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താ സംഭവം? പെർ ക്യാപിറ്റ ഇൻകം, മൊത്തം രാജ്യത്തിൻ്റെ ഇൻകത്തിനെ മൊത്തം പോപ്പുലേഷൻ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന വാല്യൂ ആണ് പെർ ക്യാപിറ്റ ഇൻകം. ഇതുകൊണ്ട് രണ്ടുണ്ട് ഉപയോഗം. ഒന്ന്, രാജ്യങ്ങളെ പലതായി താരതമ്യം ചെയ്യാൻ നമുക്കത് ഉപയോഗിക്കാനായിട്ട് പറ്റും. എങ്ങനെ? പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് $1,145 താഴെയാണെങ്കിൽ അത് ലോവർ ഇൻകം, 1,146 തൊട്ട് 4,516 വരെയാണെങ്കിൽ ലോവർ മിഡിൽ ഇൻകം, 4,516 തൊട്ട് 14,005 വരെയാണെങ്കിൽ അപ്പർ മിഡിൽ ഇൻകം, 14,006 മുകളിലാണെങ്കിൽ അത് ഹൈ ഇൻകം എന്നിങ്ങനെ താരതമ്യം ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ പല പല പ്രശ്നങ്ങളും ഉണ്ട്. ഇത് കറക്റ്റായിട്ടുള്ളൊരു മെത്തേഡാണോന്ന് ചോദിച്ചാൽ അല്ല, നമ്മളത് പിന്നീട് പഠിക്കും. ഇനി രണ്ടാമത്തെ യൂസ് എന്താ? ഒരു രാജ്യത്തിൻ്റെ തന്നെ പല പല വർഷങ്ങളിലുള്ള മാറ്റം അറിയാൻ പറ്റും. ഇപ്പോൾ ഇന്ത്യ 91-ൽ 364 അത് 2001-ലായപ്പോൾ 442 2011-ലായപ്പോൾ അത് 1,500 2021-ആയപ്പോൾ 2,500. അപ്പോൾ ആലോചിച്ച് നോക്കി, 10 കൊല്ലത്തിലുള്ള വ്യത്യാസത്തിൽ ആലോചിച്ച് നോക്കി. ഈ പറഞ്ഞ 10 കൊല്ലത്തിലുണ്ടായതിനേക്കാളും മാറ്റം ഈ പറഞ്ഞ 10 കൊല്ലത്തിലുണ്ടായില്ലേ? അടുത്ത് ഈ പറഞ്ഞ 10 കൊല്ലത്തിലുണ്ടായ മാറ്റവും ഈ 10 കൊല്ലത്തിലുണ്ടായ മാറ്റവും നമുക്ക് താരതമ്യം ചെയ്യാൻ പറ്റത്തില്ലേ? അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ടു കമ്പയർ ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് ഡിഫറെൻറ്റ് കൺട്രീസ് ഓവർ ദ സെയിം പീരീഡ് ആൻഡ് ടു അണ്ടർസ്റ്റാൻഡ് ദ എക്കണോമിക് ഗ്രോത്ത് ഓഫ് വൺ കൺട്രി ഓവർ എ ഡിഫറെൻറ്റ് പീരീഡ് ഓഫ് ടൈം. ഇതാണ് നിങ്ങൾ എന്ത് പഠിച്ചു വെക്കേണ്ടത്? യൂസ് ഓഫ് പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറഞ്ഞ് നിങ്ങൾ പഠിച്ചു വെക്കേണ്ടത് ഈ പോയിന്റാണ്. ഇത് എന്തിനാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്? 2 ഗുണങ്ങൾ, രാജ്യങ്ങളെ താരതമ്യം ചെയ്യാനും അതുപോലെ തന്നെ ഒരു രാജ്യത്തിൻ്റെ വ്യത്യസ്തമായ വർഷങ്ങളിലുള്ള മാറ്റത്തെ താരതമ്യം ചെയ്യാനും നമുക്ക് എന്ത് ഉപയോഗിക്കാം? പെർ ക്യാപിറ്റ ഇൻകം ഉപയോഗിക്കാനായിട്ട് പറ്റും. ഓക്കെ, ഇതാണ് പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ യൂസ് എന്ന് പറയുന്നത്. ഇനിയാണ് ഞാൻ പറഞ്ഞ മെയിൻ ചോദ്യം. ഇവിടുന്ന് എപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യം ഇതാണ്. അപ്പോൾ ഇത്രയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും ഈ പെർ ക്യാപിറ്റ ഇൻകം സത്യത്തിൽ കറക്റ്റ് ഒരു വാല്യൂ അല്ല. ഒരു ഉദാഹരണം ഞാൻ പറയാം. നോക്കടാ, 2 രാജ്യങ്ങളുണ്ട്. എ എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്, ബി എന്ന് പറയുന്ന ഒരു രാജ്യമുണ്ട്. ഈ 2 രാജ്യത്തും 5 ആൾക്കാരുണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. ഓക്കെ, എത്ര ആൾക്കാരുണ്ട്? 5 ആൾക്കാരുണ്ടെന്ന് വിചാരിക്കുക. 2, 3, 4, 5. ഇവിടുത്തെ വ്യത്യാസം നോക്കിക്കൊള്ളേ. ഇവിടെ 4 പേർക്കും വരുമാനം ഭയങ്കര കുറവാണ്. പക്ഷെ 5ാമത്തെ ആളെന്ന് പറയുന്നത് അംബാനിയാണ്. അംബാനിയെ പോലെ കോടീശ്വരനാണ്. ഇവിടെ അംബാനിമാരൊന്നുമില്ല, പക്ഷെ എല്ലാവർക്കും ഏതാണ്ട് തുല്യമായിട്ടുള്ള വരുമാനം ഉണ്ടെന്ന് നിങ്ങൾ വിചാരിക്കുക. അതായത് ഇവിടെ എല്ലാവർക്കും ഇപ്പോൾ 100 വെച്ചിട്ടാണ് വരുമാനം. 100, 100, 100, 100, 100. അപ്പോൾ എത്രയായി? 100, 200, 300, 400, 500. മൊത്തം വരുമാനം 500 ഉള്ള ആൾക്കാരുടെ എണ്ണം 5. അപ്പോൾ ഇവിടെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് 100. ഇനി ഇവിടെ നോക്കിക്കോ. ഇവിടെ നമ്മൾ നോക്കുകയാണ്, ഞാനൊരു ഉദാഹരണം പറയുകയാണേ. 2, 4, 6, 8. 2, 4, 6, 8. 2, 4, 6, 8. ഇവിടെ 92 പറയാൻ പറ്റത്തില്ല അല്ലേ? 492 ഈ ഒരാളുടെ വരുമാനം. ഇവിടുത്തെ ടോട്ടൽ ഇൻകം എത്രയായിരിക്കും? 492 പ്ലസ് 2, 4, 6, 8 എത്ര? 500 ബൈ ടോട്ടൽ പോപ്പുലേഷൻ 5. ഇവിടെയും പെർ ക്യാപിറ്റ ഇൻകം 100. രണ്ടിടത്തെയും പെർ ക്യാപിറ്റ ഇൻകം 100. അപ്പോൾ രണ്ടും ഒരേപോലെ ഡെവലപ്മെൻ്റ് ഉള്ള രാജ്യമൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എന്താ? ഇവിടെ തുല്യമായത് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, ഇവിടെ ആണെങ്കിൽ എന്താണ്? തുല്യമായി ഡിവൈഡ് ചെയ്തിട്ടില്ല. അതാണ് ഇവിടെ പറയുന്നത്. നോക്കിയേ, ഈ പെർ ക്യാപിറ്റ ഇൻകവും പേഴ്സണൽ ഇൻകവും ഒന്ന് പറയുന്ന ഒരിക്കലും എന്തല്ല, സെയിം അല്ല. അതായത് ഇപ്പോൾ ഇവിടെ അഫ്ഗാനിസ്ഥാൻ വേണ്ട, അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുന്നത് 14,006 ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം
അവിടെ ഉള്ള എല്ലാവർക്കും 14,004 രൂപ വെച്ച് എല്ലാ കൊല്ലവും കിട്ടുമെന്നല്ല അർത്ഥം. ചിലപ്പോൾ അവിടുത്തെ ഉള്ള ഭൂരിഭാഗം ജനങ്ങൾക്കും വരുമാനം ഇല്ലായിരിക്കും, കുറേ 1-2 ആൾക്കാർക്കായിരിക്കും കൂടുതൽ കിട്ടുന്നത്. പക്ഷേ ഇവർ എല്ലാവരുടെയും വരുമാനം ടോട്ടൽ ഇൻകം അല്ലെങ്കിൽ നാഷണൽ ഇൻകത്തിനകത്ത് കാൽക്കുലേറ്റ് ആകുമല്ലോ. അപ്പോൾ ആ ഇൻകം എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? ഒരു വലിയ സംഖ്യയായിട്ട് മാറൂലേ? മാറും. അതിന് നമുക്ക് അതേ പോപ്പുലേഷൻ ഡിവൈഡ് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു സംഖ്യ കിട്ടൂലേ? കിട്ടും. പക്ഷേ ഇവിടെ നോക്കിയേ, ഇവിടെ എല്ലാവർക്കും ഏതാണ് തുല്യമായിട്ടുള്ള വരുമാനം കിട്ടും. അപ്പോൾ രണ്ടിലും ഡെവലപ്ഡ് രാജ്യം ഏതായിരിക്കും? അത് ഇതായിരിക്കും. പിടി കിട്ടുന്നുണ്ടോ? അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്. നോക്കിയേ, ആവറേജ് ഇൻകമാണ് ഈ തന്നേക്കുന്നത്, അത് ആക്ച്വൽ ഇൻകം അല്ല. അതായത് പേഴ്സൺസ് അല്ലേ, ബട്ട് ദ പേഴ്സണൽ ഇൻകം ഈസ് ദ ആക്ച്വൽ ഇൻകം ഓഫ് എ പേഴ്സൺ. ഇതെന്താവും? ദ പെർ ക്യാപിറ്റ ഇൻകം ഓഫ് എ കൺട്രി ക്യാൻ ബി ഹയർ ഓർ ലോവർ ദാൻ ദ പേഴ്സണൽ ഇൻകം. അപ്പോൾ ഇതെന്തായിരിക്കും? പേഴ്സണൽ ഇൻകത്തെക്കാളും കൂടുതലോ കുറവായിരിക്കും. അപ്പോൾ അതൊരു പ്രധാന ഡിസഡ്വാൻറ്റേജ് അല്ലേ? അപ്പോൾ ഇത് വെച്ച് നമ്മുടെ രാജ്യത്തിന്, അതായത് ഇപ്പോൾ അമേരിക്കയെയും നമ്മളിപ്പോൾ എണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു അറബ് രാജ്യത്തെ എടുത്തിട്ട് പെർ ക്യാപിറ്റ ഇൻകം വെച്ച് താരതമ്യം ചെയ്താൽ രണ്ടും ഒരേപോലെ ഇരിക്കും, പക്ഷേ രണ്ടിനും വ്യത്യാസമല്ലേ ആവും. അപ്പോൾ ഇവിടെയാണ് നമുക്ക് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ അടുത്ത ടോപ്പിക്കിൻ്റെ ആവശ്യം വരുന്നത്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഡിസഡ്വാൻറ്റേജ് നോക്കാം. പേഴ്സണൽ ഇൻകം എന്ന് വെച്ചാൽ എന്താണ്? പേഴ്സണൽ ഇൻകം ഈസ് ദ ടോട്ടൽ ഇൻകം ഏൺഡ് ബൈ ആൻ ഇൻഡിവിജ്വൽ ഫ്രം വേരിയസ് സോഴ്സസ് ഓവർ എ ഗിവൻ പീരീഡ് ഓഫ് ടൈം. ഒരു വ്യക്തി ആക്ച്വലി നേടുന്ന ഇൻകമാണ് പേഴ്സണൽ ഇൻകം. ഇതൊരിക്കലും പെർ ക്യാപിറ്റ ഇൻകത്തിന് തുല്യമല്ല. സോ ഇങ്ങനൊരു ചോദ്യം വരാൻ ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് ഞാനിതൊന്ന് എക്സാമ്പിൾ വെച്ച് പറഞ്ഞു തന്നത്. രണ്ട് രാജ്യത്തെയും ജനങ്ങളുടെ ഇൻകം നമ്മൾ മൊത്തത്തിൽ കൂട്ടുമ്പോൾ ചിലപ്പോൾ വലിയ ഇൻകം ആയിരിക്കും, പക്ഷേ അത് എല്ലാവർക്കും കിട്ടിക്കൊള്ളണമെന്നില്ല. അപ്പോൾ എല്ലാവർക്കും കിട്ടുന്ന ആക്ച്വൽ ഇൻകം പേഴ്സണൽ ഇൻകം, ഇങ്ങനെ എടുക്കുന്ന ആവറേജ് പെർ ക്യാപിറ്റ ഇൻകം. അപ്പോൾ അതൊരു കറക്റ്റ് വാല്യൂ അല്ല. സോ പ്രധാനപ്പെട്ട ഡിസഡ്വാൻറ്റേജിൽ ഒന്നാമത്തെ ഡിസഡ്വാൻറ്റേജ് ഇതാണ്, ഇറ്റ് ഈസ് ഓൺലി എൻ ആവറേജ് ഇൻകം. ഇതെന്താണ്? ആവറേജ് ആണ്. അതിൻ്റെ അർത്ഥം എല്ലാവർക്കും അത് കിട്ടണമെന്നല്ല. അടുത്ത്, ദ ഇൻഫർമേഷൻ അബൌട്ട് ദ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ഇൻഇക്വാലിറ്റി ഓഫ് ദ വെൽത്ത് ഈസ് നോട്ട് റിഫ്ലക്റ്റഡ്. കണ്ടോ, എങ്ങനെയാണ് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത് എന്നുള്ളത് ഇവിടെ പറഞ്ഞിട്ടില്ല. ഇവിടെ കണ്ടോ, ഇവിടെ ഈക്വലായി ഡിസ്ട്രിബ്യൂട്ട് ചെയ്യപ്പെട്ടു ബി എന്ന രാജ്യത്തിൽ, പക്ഷേ ഇവിടെ എന്താണ്? അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പോൾ ഇതിനെപ്പറ്റി ഇവിടെ എന്ത് ചെയ്യുന്നില്ല? പറയുന്നില്ല. രണ്ടാമത്തെ ഡിസഡ്വാൻറ്റേജ്. ഇപ്പോൾ അതിൻ്റെ അർത്ഥം പിടിയിട്ട് കാണുമല്ലോ. 3, സിൻസ് പെർ ക്യാപിറ്റ ഇൻകം ഈസ് കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് നാഷണൽ ഇൻകം. തൊട്ട് മുമ്പ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. നാഷണൽ ഇൻകം കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ തെറ്റുകളും, ഡബിൾ കൗണ്ടിങ് എറർ ആയിക്കോട്ടെ, ലാക്ക് ഓഫ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഡേറ്റ ആയിക്കോട്ടെ, അതെല്ലാം എവിടെയും റിഫ്ലക്റ്റ് ആകും, പെർ ക്യാപിറ്റ ഇൻകത്തിലും റിഫ്ലക്റ്റ് ആകും. അടുത്ത നാലാമത്തത്, ഫാക്ടേഴ്സ് ദാറ്റ് എൻഹാൻസ് ദ ക്വാളിറ്റി ഓഫ് ലൈഫ് ആർ നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ സ്കോപ്പ് ഓഫ് പെർ ക്യാപിറ്റ ഇൻഡെക്സ്. എന്ന് വെച്ചാൽ ഒരാളുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് കൂട്ടുന്ന എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇൻഫ്രാസ്ട്രക്ചർ, ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൻ്റെ ഇൻഡെക്സ്, ഇതൊന്നും ഇവിടെ എന്ത് ചെയ്യുന്നില്ല, എടുക്കുന്നില്ല, വെറും പൈസ മാത്രം. അപ്പോൾ അതുകൊണ്ട് അത് കറക്റ്റ് ഒരു ഗ്രോത്ത് റേറ്റ് ആണോ എന്ന് പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഇതാണ് ഇവിടുത്തെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ള ചോദ്യം. അത് നിങ്ങൾക്ക് ഇപ്പോൾ വ്യക്തമായി മനസ്സിലാക്കി കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. സാമ്പത്തിക വികസനം അല്ലേ, വികസനം വന്നു എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിൽ എന്താ വരുന്നത്? പ്രധാനം, ഒരു നാട് വികസിച്ചു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അമേരിക്ക ഒരു വികസിത രാജ്യമാണ്, ജപ്പാൻ ഒരു വികസിത രാജ്യമാണ്, ഇന്ത്യ വികസിച്ചു കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമാണ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ എന്താ വരുന്നത്? പൈസ എന്നുള്ളത് മാത്രമാണോ? അല്ല, അല്ലേ? നല്ല ഇൻഫ്രാസ്ട്രക്ചർ, വലിയ വലിയ ബിൽഡിങ്ങുകൾ, അതുപോലെ വലിയ വലിയ കമ്പനികൾ, ഫാക്ടറികൾ, കൂടിയ ഉൽപ്പാദനം, എന്നാൽ വൃത്തിയുള്ള അല്ലെ നഗരങ്ങൾ, നല്ല വൃത്തിയുള്ള നഗരങ്ങൾ, എല്ലാ ടെക്നോളജി, എല്ലാ ഫെസിലിറ്റിയും ഉള്ള നഗരങ്ങൾ, അല്ലേ? വികസനം എന്ന് പറയുമ്പോൾ നമ്മൾ അതാ ഉദ്ദേശിക്കുന്നത്. ഇവിടെയും ആ ഒരു സെൻസിൽ തന്നെയാണ് നമ്മൾ എക്കണോമിക് ഡെവലപ്മെൻറ്റ് പഠിക്കുന്നത്. ഇത്രയേ ഉള്ളൂ സംഭവം. എക്കണോമിക് ഗ്രോത്ത് എന്ന് വെച്ചാൽ സാമ്പത്തിക വളർച്ച. അവിടെ നമ്മൾ പൈസയെ പറ്റി മാത്രമേ ചിന്തിക്കൂ. അതായത് നമ്മൾ നാഷണൽ ഇൻകത്തിലുണ്ടായ വർധനവോ അല്ലെങ്കിൽ പെർ ക്യാപിറ്റ ഇൻകത്തിലുണ്ടായ വർധനവോ എടുക്കും. പെർ ക്യാപിറ്റ ഇൻകത്തിൻ്റെ ദോഷമായിട്ടുള്ള അല്ലെങ്കിൽ അതിൻ്റെ ലിമിറ്റേഷൻസ് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അല്ലേ? 5 പേരുള്ള ഒരു രാജ്യത്തിൽ ഒരുത്തൻ ധനികനും ബാക്കി 4 പേര് പാവപ്പെട്ടവരായാലും പെർ ക്യാപിറ്റ ഇൻകവും നാഷണൽ ഇൻകവും കൂടിയിരിക്കും. അപ്പോൾ അതൊരു ആവറേജ് ആണ്. അത് നമുക്ക് ഒരിക്കലും വികസനത്തെ കാണിക്കത്തില്ല. അത് നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു ഉദാഹരണമാണ് ഇവിടെ തന്നിട്ടുള്ളത്. എന്താണ്? നമ്മുടെ ഈ പറയുന്ന ദേശീയ വരുമാനമായാലും ശരി തന്നെ, പെർ ക്യാപിറ്റ ഇൻകം ആയാലും ശരി തന്നെ കൂടി വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. എന്നാൽ അതേ രാജ്യത്ത് തന്നെയാണ് തൊഴിലില്ലായ്മയും അതുപോലെ തന്നെ ദാരിദ്ര്യവും വളർന്നുകൊണ്ടിരിക്കുന്നു. ഇത് രണ്ടും എങ്ങനെ ഒരുമിച്ച് പോകുന്ന, അല്ലേ? സാമ്പത്തികമായി വളർച്ച ഉണ്ടാകുമ്പോഴത്തേക്കും നമുക്ക് നോർമലി വികസനം വരണമെന്നല്ലേ? അപ്പോൾ അത് എപ്പോഴും നടക്കത്തില്ല. അപ്പോൾ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. സാമ്പത്തിക വളർച്ചയോടൊപ്പം തന്നെ നമ്മളുടെ ലിവിങ് കണ്ടീഷൻസ് കൂടെ മെച്ചപ്പെട്ടതായാൽ അവിടെ എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഉണ്ട്. ഇത്രയേ ഉള്ളൂ സംഭവം, തീർന്നു. ഇതിന് പല രീതി പറഞ്ഞു തരുന്നേ ഉള്ളൂ. സംഭവം ഇത്രയേ ഉള്ളൂ. സാമ്പത്തിക വളർച്ച അഥവാ എക്കണോമിക് ഗ്രോത്തിനോടൊപ്പം തന്നെ ബെറ്റർ ലിവിങ് കണ്ടീഷൻസ്. ഇപ്പോൾ എന്താ ബെറ്റർ ലിവിങ് കണ്ടീഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വിദ്യാഭ്യാസത്തിനുള്ള സൗകര്യങ്ങൾ, ന്യൂട്രിയൻസിൻ്റെ അവൈലബിലിറ്റി, ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റീസ്,
ഹെൽത്ത് കെയർ ഫെസിലിറ്റീസ്, കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, എനർജി, പവർ സപ്ലൈ പോലെയുള്ള ഒരു മനുഷ്യന് സന്തോഷവും സമാധാനവുമായിട്ട് ജീവിക്കാൻ വേണ്ട സാഹചര്യങ്ങൾ. അതിനോടൊപ്പം തന്നെ നമുക്ക് വരുമാനവും കൂടെ കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടെന്ന് പറയാം? വികസനമുണ്ടെന്ന് പറയാനായിട്ട് പറ്റും. ഇതാണ് ഇവിടെ പറയുന്ന ബേസിക് ആയിട്ടുള്ള കാര്യം. പിടികിട്ടിയോ? അപ്പോൾ നമ്മൾ എക്കണോമിക് ഗ്രോത്ത് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊന്നും അഡ്രസ്സ് ചെയ്യാതെ വിടുകയാണ്? പോവർട്ടി, അൺഎംപ്ലോയ്മെൻറ്റ്, എക്കണോമിക് ഇനിക്വാലിറ്റി പോലുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ഈ GDP കാൽക്കുലേറ്റ് ചെയ്താലോ അല്ല പെർ ക്യാപിറ്റയൊക്കെ കാൽക്കുലേറ്റ് ചെയ്താലോ ഉൾപ്പെടുത്താറില്ല. അപ്പോൾ സാമ്പത്തിക വളർച്ച എന്ന് പറയുന്നത് മിയർലി പൈസയുടെ വളർച്ച മാത്രമാണ്. അവിടെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും തന്നെ കൺസിഡർ ചെയ്യുന്നില്ല. അപ്പോൾ ഇത് കൺസിഡർ ചെയ്യേണ്ടേ? വേണം. നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് ബെറ്റർ ലിവിങ് കണ്ടീഷൻസ് വേണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വേണ്ടേ? വേണം. അപ്പോൾ അങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ എന്ത് കൂടും? സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടും. എന്ത് കൂടും? സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടും, അല്ലേ? സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ഓഫ് ദ പീപ്പിൾ ഇൻക്രീസസ് when the above mentioned living conditions are accessible to everyone. So ഒരു രാജ്യം എക്കണോമിക്കലി ഡെവലപ്പ് ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എ കൺട്രി അച്ചീവ്ഡ് എക്കണോമിക് ഡെവലപ്മെന്റ് വെൻ ദ ബെനിഫിറ്റ് ഓഫ് ദ ഇൻക്രീസ് ഇൻ ദ പ്രൊഡക്ഷൻ ആൻഡ് ദ ഇൻകം ആർ ഷെയർഡ് ടു എവറി വൺ ഇൻ ദ കൺട്രി. കിട്ടിക്കഴിഞ്ഞു. ഈ പോയിന്റ് തലയിൽ കയറിയ സെറ്റാണ്. അപ്പോൾ എക്കണോമിക് ഗ്രോത്ത് എന്ന് വെച്ചാൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിച്ച്? മുൻ വർഷത്തെ അപേക്ഷിച്ചിട്ട് ഈ വർഷം നമ്മുടെ വരുമാനം അല്ലെങ്കിൽ ദേശീയ വരുമാനം GDP കൂടിക്കഴിഞ്ഞാൽ അല്ലെങ്കിൽ നാഷണൽ ഇൻകം കൂടിക്കഴിഞ്ഞാൽ അവിടെ എന്തുണ്ടായി? സാമ്പത്തിക വളർച്ച ഉണ്ടായി. അപ്പോൾ സാമ്പത്തിക വികസനമാകണമെങ്കിൽ വരുമാനം കൂടുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ലിവിങ് കണ്ടീഷൻസ് ഇംപ്രൂവ് ചെയ്യണം. ഇത്രയും ഓക്കെയാണോ? അപ്പോൾ എക്കണോമിക് ഡെവലപ്മെൻറ്റ് സെറ്റ് അല്ലേ? അപ്പോൾ നോക്കിയേ, എക്കണോമിക് ഡെവലപ്മെൻറ്റ്, ഇപ്പോൾ വാട്ട് ഈസ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് ചോദ്യം വന്നാൽ നമ്മൾ ഇതെല്ലാം കൂടി എങ്ങനെ ഒരുമിച്ച് പറയും? അത് ഒരുമിച്ച് പറയാനായിട്ട് മൈക്കിൾ P. ടൊഡാറോയും സ്റ്റീഫൻ C. സ്മിത്തും കൂടെ ഈ പറയുന്ന എക്കണോമിക് ഡെവലപ്മെൻറ്റിനൊരു നിർവചനം തന്നിട്ടുണ്ട്. എന്താണത്? പഠിക്കാം. എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് improving the standard of living and economic well-being of people through growth in income, education and infrastructure. ഇപ്പോൾ പറഞ്ഞു തന്ന കാര്യം തന്നെയാണ്, അതൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിട്ട് പറഞ്ഞേക്കുകയാണ്. അപ്പോൾ എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് എന്താണ്? ഇംപ്രൂവിങ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ആൾക്കാരുടെ ജീവിത നിലവാരം, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് കൂടുന്നു. ആൻഡ് എക്കണോമിക് വെൽബീയിങ്, അപ്പോൾ ജീവിത നിലവാരവും കൂടുന്നു, വരുമാനവും കൂടുന്നു. എങ്ങനെ? ത്രൂ ഗ്രോത്ത്. എങ്ങനെയാണ് ഉണ്ടാകുന്നത്? ഇൻകത്തിലുണ്ടാകുന്ന വർധനവ്, വിദ്യാഭ്യാസത്തിലുണ്ടാകുന്ന വർധനവ്, ചുറ്റും നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചറിലുണ്ടാകുന്ന വർധനവ്. ഇതിനെയാണ് നമുക്ക് എന്തെന്ന് വിളിക്കാൻ പറ്റുന്നത്? എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് വിളിക്കാനായിട്ട് പറ്റുന്നത്. കിട്ടിയോ? അപ്പോൾ ഇവിടെ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കണം. അവിടെ എക്കണോമിക്കും സോഷ്യലും മാത്രമല്ല, അതുപോലെ തന്നെ ജനങ്ങളുടെ വെൽഫെയറും കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഇത്രയേ ഉള്ളൂ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. കേൾക്കുമ്പോൾ ചിലപ്പോൾ വലിയൊരു സംഭവമായിട്ടൊക്കെ തോന്നുന്നുണ്ടെങ്കിലും ഒന്ന് മനസ്സിൽ ഒന്ന് ഇരുത്തി ഒന്ന് ആലോചിച്ച് നോക്കിയേ. സാമ്പത്തികമായി വളരുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ചുറ്റുപാടുകൾക്കും സൗകര്യങ്ങളും കൂടെ വർദ്ധിച്ചാൽ അതാണ് സാമ്പത്തിക വികസനം അല്ലെങ്കിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ്. ഇതറിയാമെങ്കിൽ ഈ സെൻറ്റൻസ് ഒന്നായിട്ട് എഴുതിക്കൂടെ? എന്താണ്? ഇംപ്രൂവ്മെൻറ്റ് അല്ലെങ്കിൽ ദ പ്രോസസ് ഓഫ് ഇംപ്രൂവിങ് ദ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആൻഡ് എക്കണോമിക് വെൽബീയിങ് ത്രൂ ഇംപ്രൂവ്മെൻറ്റ് ഇൻ ഇൻകം, എഡ്യൂക്കേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. ഇതാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഈ വികസനം എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ വികസനം അളക്കുക എന്ന് പറഞ്ഞാലും അത് കുറച്ച് ബുദ്ധിമുട്ടാണ്. പല രീതിയിൽ നമുക്ക് സാമ്പത്തിക വികസനം അല്ലെങ്കിൽ എക്കണോമിക് ഡെവലപ്മെൻറ്റ് മെഷർ ചെയ്യാൻ പറ്റും. പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന 3 കാര്യങ്ങളാണ് നമുക്ക് നോക്കാനായിട്ട് ഉള്ളത്. ഏതൊക്കെയാണ്? ഒന്നാമത്തേത്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞ ആ നിർവചനമാണ് കേട്ടോ. നമ്മൾ ഈ പറഞ്ഞ ടൊഡാറോയും അതുപോലെ സ്റ്റീഫൻ C. സ്മിത്തും കൂടെ പറഞ്ഞ കാര്യമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എക്കണോമിക് ഡെവലപ്മെൻറ്റിൻ്റെ ഇൻഡെക്സുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എന്താ? എങ്ങനെയാണ് നമ്മൾ എക്കണോമിക് ഡെവലപ്മെൻറ്റ് അളക്കുന്നത്? നേരത്തെ നമ്മൾ പെർ ക്യാപിറ്റ ഇൻകം ഒക്കെ പഠിച്ചതുപോലെ 3 മെത്തേഡുകളാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ഒന്ന് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്, മറ്റൊന്ന് ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്, 3 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ ഇൻഡെക്സ് എന്നിങ്ങനെ 3 രീതിയിലാണ് നമുക്ക് സാമ്പത്തിക വികസനം മെഷർ ചെയ്യാൻ പറ്റുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്കറിയാം, വരുമാനമാണെങ്കിൽ വരുമാനം കൂട്ടിയാൽ മതി. ഇവിടെ വരുമാനം മാത്രമാണോ? അല്ല. അപ്പോൾ വരുമാനത്തോടൊപ്പം നമ്മുടെ ഈ ജീവിത നിലവാരം എങ്ങനെയാണ് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നത്? അതാണ് നമുക്ക് നോക്കാനായിട്ടുള്ളത്. നോക്കിയോ, എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. അവിടെ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം, എക്കണോമിക് അല്ലെങ്കിൽ ഡെവലപ്മെൻറ്റ് ഇൻഡിക്കേറ്റേഴ്സ് ഓൾസോ ചേഞ്ച് ഇൻ അക്കോർഡൻസ് വിത്ത് റീസെൻറ്റ് ചേഞ്ചസ് ഇൻ ഡെവലപ്മെൻറ്റ്. എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു 50 വർഷങ്ങൾക്ക് മുമ്പ് കാറെന്ന് പറയുന്നത് ഒരു ലക്ഷറി സാധനമായിരുന്നു. ഇന്നതൊരു ലക്ഷറി സാധനം അല്ല. അപ്പോൾ അന്ന് കാറുള്ളവൻ ഭയങ്കര വികസനമുള്ള ഒരാളായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്നത് വികസനത്തിൻ്റെ ഒരു ലക്ഷണമായിട്ട് പറയാൻ പറ്റത്തില്ല. അതവിടെ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, മാറിക്കൊണ്ടേയിരിക്കും, എങ്കിലും നമുക്ക് മെഷർ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ലെറ്റ്സ് ഗെറ്റ് അക്വൈൻറ്റഡ് വിത്ത് ദ മേജർ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ആദ്യം വരുന്നതാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. അപ്പോൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക.
ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആരാണ് ഉണ്ടാക്കുന്നത്? യുണൈറ്റഡ് നേഷൻസ് ആണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്യുന്ന ആരാണ്? യുണൈറ്റഡ് നേഷൻസ് ആണ്. കുറച്ചുകൂടി വിശദമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളുടെ പരീക്ഷയ്ക്ക് മാർക്ക് പ്രോഗ്രസ് റിപ്പോർട്ട് എഴുതുന്നത് പോലെ ഇവർ ഓരോ രാജ്യങ്ങളെയും താരതമ്യം ചെയ്യും. എന്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ താരതമ്യം ചെയ്യും? ഒന്ന്, ആ രാജ്യത്തിൻ്റെ ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് വെച്ചാൽ ആയുർ ദൈർഘ്യം. ഒരു സാധാരണ വ്യക്തി എത്ര കൊല്ലം വരെ ജീവിച്ചിരിക്കും? ലിറ്ററസി ആൻഡ് ഗ്രോസ് സ്കൂൾ എൻറോൾമെൻറ്റ് റേറ്റ് എന്ന് വെച്ചാൽ ലിറ്ററസി, എഴുത്തും വായന അറിയാവുന്നവരുടെ എണ്ണവും സ്കൂൾ എൻറോൾമെൻറ്റ് റേറ്റും. അതായത് ഓരോ ഈ പറയുന്ന ഡിവിഷൻസിലും പല രീതിയിലുണ്ട്, പ്രൈമറി, അപ്പർ പ്രൈമറി, അങ്ങനെ ഓരോന്നിലും എത്ര കുട്ടികൾ വെച്ച് ചേരുന്നു, അങ്ങനെ മനസ്സിലാക്കി വയ്ക്കുന്നതായിരിക്കും നല്ലത്. 3, പെർ ക്യാപിറ്റ ഇൻകം. അപ്പോൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചേ, ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുമ്പോൾ ആൾക്കാരുടെ ഹെൽത്ത് വന്നു, ലിറ്ററസിയും ഗ്രോസ് സ്കൂൾ എൻറോൾമെൻറ്റ് റേറ്റും എന്ന് പറയുമ്പോഴത്തേക്ക് എന്ത് വന്നു? എഡ്യൂക്കേഷൻ വന്നു. പെർ ക്യാപിറ്റ ഇൻകം എന്ന് പറയുമ്പോൾ ഇൻകം വന്നു. ആലോചിച്ച് നോക്കടാ, ഒരു വ്യക്തിക്ക് വികസനം ഉണ്ടാകാൻ വരുമാനവും വിദ്യാഭ്യാസവും ആരോഗ്യവും, ഇത് മൂന്നുമാണല്ലോ ഒരാൾക്ക് വേണ്ട മെയിൻ സാധനങ്ങൾ. അപ്പോൾ ഇത് മൂന്നും താരതമ്യം ചെയ്ത് നമ്മൾ ഓരോ രാജ്യങ്ങളെയും കമ്പയർ ചെയ്യുന്നു, എന്നിട്ട് മാർക്ക് എടുക്കുന്നു. ഇതാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആര്? യുണൈറ്റഡ് നേഷൻസ്. എന്തിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ട്? ലൈഫ് എക്സ്പെക്റ്റൻസി, ലിറ്ററസി ആൻഡ് സ്കൂൾ എൻറോൾമെൻറ്റ് റേറ്റ്, പെർ ക്യാപിറ്റ ഇൻകം. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നോക്ക്, ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുന്നത് എന്തിനെ അളക്കുന്നത്? എത്രത്തോളം കാലം ആൾക്കാർ ജീവിച്ചിരിക്കുന്നു, അതായത് ആരോഗ്യത്തിൻ്റെ അളവ്. ഈ പറയുന്ന എക്സ്പെക്റ്റഡ് ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് അല്ലെങ്കിൽ മീൻ ഇയേഴ്സ് ഓഫ് സ്കൂളിംഗ് എന്ന് വെച്ചാൽ ഇതിനകത്ത് തന്നെ വരുന്നതാണ്. അറിവിനെ, എഡ്യൂക്കേഷനെ അളക്കുന്നു. ഗ്രോസ് നാഷണൽ ഇൻകം അല്ലെങ്കിൽ ഈ പറയുന്ന വരുമാനം എന്താണ്? സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് എത്രത്തോളം ഉണ്ടാകും, അതായത് നമ്മളെ വരുമാനമാണല്ലോ നമ്മുടെ നിലവാരത്തെ തീരുമാനിക്കുന്നത്. ഇത് മൂന്നും കൂടെ ചേരുമ്പോൾ നമുക്ക് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് കിട്ടും. ഇത് വെച്ചുകൊണ്ട് നമ്മുടെ രാജ്യങ്ങളെ ഇതിന് മാർക്കിടുന്ന എത്രയൊക്കെയാണെന്ന് അറിയാവോ? 0-നും 1-നും ഇടയിലാണ് കേട്ടോ. എത്രയ്ക്കിടയിലാണ്? 0-നും 1-നും ഇടയിലാണ് മാർക്ക് എടുത്തത്. ഓക്കെ, അപ്പോൾ ഇത് മൂന്നും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു, ഓരോന്നിനും പോയിന്റ് കൊടുക്കുന്നു. ലൈഫ് എക്സ്പെക്റ്റൻസി കൂടുതലുണ്ടെങ്കിൽ അതിൽ 1-ന് അടുപ്പിച്ചൊരു വാല്യൂ കിട്ടും. ലിറ്ററസിയും സ്കൂൾ എൻറോൾമെൻറ്റ് റേറ്റും കൂടുതലാണെങ്കിൽ 1-ന് അടുപ്പിച്ച് കിട്ടും. പെർ ക്യാപിറ്റ ഇൻകം എല്ലാവർക്കും കൂടുതലാണെങ്കിൽ 1-ന് അടുപ്പിച്ചുള്ള പോയിന്റ് കിട്ടും. 3-ൻ്റെ ആവറേജ് നമ്മൾ കണ്ടുപിടിക്കും. ഓക്കെ, പ്രിപ്പയർ ബൈ കാൽക്കുലേറ്റിംഗ് ദ വാല്യൂ ഓഫ് ഈച്ച് ഓഫ് ദീസ് സെപ്പറേറ്റ്ലി ആൻഡ് ഫൈൻഡിങ് ദെയർ ആവറേജ്. 3 എടുക്കുന്നു, ആവറേജ് എടുക്കുന്നു. ഈ ആവറേജ് എന്ന് പറയുന്നത് 0-നും 1-നും ഇടയിലാണ് വരുന്നത്. ഇനി 0-നും 5.5-നും ഇടയിലാണ് വരുന്നതെങ്കിൽ ആ രാജ്യത്തെ നമ്മൾ ലോ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഉള്ള രാജ്യമെന്ന് വിളിക്കും. അപ്പോൾ 0-നും 0.5-നും, ഓക്കെ, 0-നും 0.55-നും ഇടയിലാണ് വരുന്നതെങ്കിൽ അത് ലോ ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ഉള്ള രാജ്യം. അടുത്ത ഈ പറയുന്ന 0.5 മുതൽ 0.699 വരെയാണെങ്കിൽ മീഡിയം ഹ്യൂമൻ ഡെവലപ്മെൻ്റ് ഉള്ള രാജ്യം. അടുത്ത 0.699 മുതൽ 0.799 വരെ, ഇവിടെ 6.9 അല്ല 7 ഓക്കെ, 0.7 മുതൽ ഈ പറയുന്ന 0.799 വരെയാണെങ്കിൽ ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റും. ഈ പറയുന്ന 7.9 ആയല്ലോ, അപ്പോൾ 8 മുതൽ 1 വരെ, 0.8 മുതൽ 1 വരെയാണെങ്കിൽ വെരി ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഉള്ള രാജ്യങ്ങളെന്ന് വിളിക്കും. അപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിനെ പറ്റി പറയുക. അപ്പോൾ നിങ്ങൾ പറയും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്യുന്നത് യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം അല്ലെങ്കിൽ യുണൈറ്റഡ് നേഷൻസ്. ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ഈസ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ 3 ഫാക്ടേഴ്സ്, ദാറ്റ് ഈസ് ലൈഫ് എക്സ്പെക്റ്റൻസി, ലിറ്ററസി ആൻഡ് സ്കൂൾ എൻറോൾമെൻറ്റ് റേറ്റ്, പെർ ക്യാപിറ്റ ഇൻകം. ഇത് മൂന്നിൻ്റെയും വാല്യൂസ് സെപ്പറേറ്റ് ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് ആവറേജ് എടുക്കുന്നു. ആവറേജ് എന്ന് പറയുന്നത് 0-നും 1-നും ഇടയിലായിരിക്കും. അത് ഓരോ രാജ്യത്തിനും കാൽക്കുലേറ്റ് ചെയ്യും. അങ്ങനെ ഈ പറയുന്ന ആവറേജ് 0-നും 5.5-നും ഇടയിലാണെങ്കിൽ അല്ലെങ്കിൽ 5.5-ന് താഴെയാണെങ്കിൽ അത് ലോ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്, 5.5 മുതൽ 6.9 വരെയാണെങ്കിൽ മീഡിയം, 7 മുതൽ 7.9 വരെയാണെങ്കിൽ ഹൈ, 8-ന് മുകളിലാണെങ്കിൽ വെരി ഹൈ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ? 1990 മുതൽ യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റൽ പ്രോഗ്രാമാണ് ഈ പറയുന്ന റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നത്. ആ റിപ്പോർട്ട് പ്രകാരം നമ്മൾ രാജ്യങ്ങളെ തിരിച്ചിട്ടുണ്ട്. 2023 റിപ്പോർട്ട് അനുസരിച്ച് 193 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 130 അതായത് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ നമ്മൾ അത്യാവശ്യം താഴെയാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. ഓക്കെ, അങ്ങനെ നമ്മുടെ 2023 റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം 130 നമ്മൾ അത്യാവശ്യം പുറകിലാണ്. വിഷമിക്കേണ്ട കാര്യമില്ല, നമ്മൾ ഇതിനേക്കാളും പുറകിലായിരുന്നു പണ്ട്. ഓക്കെ, പണ്ടത്തെ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോഴത്തേക്ക് നമ്മൾ ഇതിലും വളരെ മോശത്തിലായിരുന്നു. അതായത് 2004 വരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ
0.5 താഴെയാണ്, 0.55 താഴെയാണ് നമ്മൾ 2000 വരെ. അതായത് ഇതുവരെ നമ്മൾ വെറും ലോയിലായിരുന്നു. ഇതിന് ശേഷം നമ്മളിപ്പോൾ എന്തിലാണ്? മീഡിയത്തിലാണ്. അപ്പോൾ സന്തോഷിക്കുകയല്ലേ വേണ്ട, 23 നമ്മൾ മീഡിയം വരെ എത്തി. അപ്പോൾ ഇമ്പ്രൂവ്മെൻ്റ് ആണ് നടക്കുന്നത്. ഓക്കെ, അപ്പോൾ ഫൈൻഡ് ഔട്ട് ദ ഏരിയാസ്. അപ്പോൾ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് 1990 മുതൽ 2003 വരെ നോക്കുമ്പോൾ നമ്മൾ ഏതാണ്ട് 2004 വരെയുള്ള ഒരു കാലഘട്ടം നമ്മൾ ലോ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആയിരുന്നു. 2005 ശേഷം 0.547 ഉള്ളതുകൊണ്ട് 0.55 ആയിട്ട് റൗണ്ട് ചെയ്യാമല്ലോ. അപ്പോൾ 2005 തൊട്ട് നമ്മൾ എന്തിൽ വരുന്നുണ്ട്? മീഡിയത്തിൽ വരുന്നുണ്ട് അല്ലേ? 2005 തൊട്ട് നമ്മൾ എന്തിൽ വരുന്നുണ്ട്? മീഡിയം ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൽ വരുന്നുണ്ട് കേട്ടോ, മീഡിയത്തിൽ വരുന്നുണ്ട്. അതിന് മുന്നേ വരെ നമ്മൾ എന്തിലായിരുന്നു? ലോ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ആയിരുന്നു. അപ്പോൾ എങ്ങനെയൊക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും അല്ലേ? അനലൈസ് ദ ടേബിൾ ആൻഡ് ഐഡൻറ്റിഫൈ ദ പീരീഡ് വെൻ ഇന്ത്യ വാസ് ലോ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ആൻഡ് മീഡിയം ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. എപ്പോഴാണ്? 1990 തൊട്ട് 2005 മുമ്പ് വരെ, അപ്പോൾ 2004 വരെ നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ? അതുവരെ നമ്മൾ ലോ മീഡിയം ലോയിലായിരുന്നു. 2005 തൊട്ട് ഇപ്പോൾ 2023 വരെ നമ്മൾ മീഡിയത്തിലാണെന്ന് പറയാം. ഫൈൻഡ് ഔട്ട് ദ ഏരിയാസ് ഇൻ വിച്ച് ഇന്ത്യ നീഡ്സ് ടു ഇംപ്രൂവ്. ഏതൊക്കെ ഏരിയസിലായിരിക്കും? പ്രധാനമായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 3 ഏരിയാസാണ് നമുക്ക് പറയാനുള്ളത്. ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം, ആരോഗ്യം, വരുമാനം. ഇത് 3ആണ് കൂട്ടേണ്ടത് അല്ലേ? അതായത് നമ്മുടെ ഈ പറഞ്ഞ വിദ്യാഭ്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും? ലിറ്ററസി കൂട്ടുക, അതുപോലെ സ്കൂളിംഗ് ഇയേഴ്സ് കൂട്ടുക. ഹെൽത്ത് എന്ന് പറയുമ്പോൾ നമ്മുടെ ലൈഫ് എക്സ്പെക്റ്റൻസി കൂട്ടുക. ഇൻകം എന്ന് പറയുമ്പോൾ നമ്മുടെ പെർ ക്യാപിറ്റ ഇൻകം ഇൻക്രീസ് ചെയ്യുക. ഇത് 3 ചെയ്യുന്നതിലൂടെ നമുക്ക് നമ്മുടെ ഈ പറയുന്ന ഹ്യൂമൻ ഡെവലപ്മെൻറ്റിൽ മുകളിലെത്താനായിട്ട് പറ്റും. അപ്പോൾ ഇന്ത്യയുടെ കാര്യം നമ്മൾ നോക്കുകയാണ്. 1990 മുതൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, യുണൈറ്റഡ് നേഷൻസ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാമാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അതിൽ 23 റിപ്പോർട്ട് അനുസരിച്ച് ഇന്ത്യയുടെ സ്ഥാനം 130ആണ്. 193 രാജ്യങ്ങളിൽ നമ്മൾ 130ആണ്. അതായത് നമ്മൾ വളരെ പുറകിലാണെന്ന് വേണം മനസ്സിലാക്കാനായിട്ട്. എനിക്ക് തോന്നുന്നു ഫിൻലാൻഡോ അങ്ങനെ ഏതോ രാജ്യമാണെന്ന് തോന്നുന്നു ഒന്നാമത് നിൽക്കുന്നത്. അപ്പോൾ നിങ്ങൾ നോക്കി പറ, 2023 ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് റിപ്പോർട്ട് അനുസരിച്ച് ഒന്നാമത് നിൽക്കുന്ന രാജ്യം ഏതാണെന്ന് നിങ്ങൾ തന്നെ പറ. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഫിൻലാൻഡോ സ്വിറ്റ്സർലാൻഡോ അതുപോലത്തെ ഏതോ രാജ്യമാണെന്നാണ് തോന്നുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യയുടെ കാറ്റഗറി എന്ന് പറയുന്നത് ഇന്ത്യ 2004 വരെ ലോയിലായിരുന്നു. അതിനുശേഷം നമ്മൾ മീഡിയം ഹ്യൂമൻ ഡെവലപ്മെൻറ്റിലാണ് വരുന്നത്. ഓക്കെ, ഇനി ഇത് എന്തൊക്കെ മാറ്റം ചെയ്യുക അതൊക്കെയാണ് പറയുന്നത്. സോ എത്രയും മതി. നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് 2ാമത്തെ ഇൻഡെക്സ് ആണ്, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്. അപ്പോൾ നിങ്ങൾ പേടിക്കേണ്ട, ഇതും ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് പോലെ തന്നെ 3 കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. എത്ര കാര്യങ്ങളെയാണ്? 3 കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് ഇതും പ്രിപ്പയർ ചെയ്യുന്നത്. ഓക്കെ, അതായത് നമ്മുടെ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും നമ്മുടെ വരുമാനവും മനസ്സിലാക്കണമല്ലോ. അപ്പോൾ അത് മനസ്സിലാക്കാനായിട്ട് ഇത് പ്രിപ്പയർ ചെയ്യുന്നു. 1979 മോറിസ് ഡേവിഡ് മോറിസ് എന്ന് പറയുന്ന ആളാണ് ഈ പറഞ്ഞ സിസ്റ്റം കൊണ്ടുവരുന്നത്. ആരാണ്? മോറിസ്. മറ്റേതാണെങ്കിൽ ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് ആണെങ്കിൽ ആരാണ്? യുണൈറ്റഡ് നേഷൻസ് ആണ്. എന്നാൽ ഈ പറയുന്ന ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് അഥവാ PQLI കൊണ്ടുവരുന്നത് മോറിസ് ഡേവിഡ് മോറിസ് ആണ് 1979. ഇവിടെയും 3 കാര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ഏതൊക്കെയാണ്? ബേസിക് ലിറ്ററസി റേറ്റ്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻഡെക്സ്. അപ്പോൾ ഏതൊക്കെയാണ്? ബേസിക് ലിറ്ററസി ഇൻഡെക്സ്, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി ഇൻഡെക്സ്, ലൈഫ് എക്സ്പെക്റ്റൻസി ഇൻഡെക്സ്. അപ്പോൾ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ എന്നറിയില്ല, ഞാൻ ഇപ്പോൾ പറഞ്ഞുതരാം. ബേസിക് ലിറ്ററസി എന്ന് പറയുമ്പോൾ എഡ്യൂക്കേഷൻ, ഇൻഫൻറ്റ് മോർട്ടാലിറ്റി എന്ന് പറയുമ്പോൾ ഹെൽത്ത്, ലൈഫ് എക്സ്പെക്റ്റൻസി എന്ന് പറയുമ്പോഴും ഹെൽത്ത്. പക്ഷേ ഇവിടെ ഒരു കാര്യം മിസ്സായി. എന്താണെന്നറിയാവോ? എന്താണ് മിസ്സായത്? ഇവിടെ മിസ്സായത് ഇൻകത്തിൻ്റെ കാര്യം ഇവിടെ മിസ്സാക്കി. അതിവിടെ ഇപ്പോഴേ ഓർത്ത് വെച്ചോ. ഇവിടെ ഇൻകത്തെ പറ്റി പറയുന്നുണ്ടോ? ഇല്ല. അപ്പോൾ ഇത് 3 ഉണ്ടെങ്കിൽ കാര്യമുണ്ടോ? ഇല്ല. വരുമാനമില്ലെങ്കിൽ ഇതൊന്നും നടക്കത്തില്ലല്ലോ. അപ്പോൾ ഈ പറഞ്ഞ മെത്തേഡിൻ്റെ ഡിസഡ്വാൻറ്റേജ് ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അല്ലേ? ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ദ റെസ്പോണ്ടൻസ് ആനുവൽ ഇൻകം വൈൽ പ്രിപ്പയറിംഗ് ദ ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ്. അതുകൊണ്ട് നമ്മൾ ഇന്ന് ഇതിപ്പോൾ എന്ത് ചെയ്യാറില്ല, യൂസ് ചെയ്യാറില്ല. അപ്പോൾ ഡ്രോബാക്കും കൂടി ഇപ്പോൾ തന്നെ പഠിച്ചു വെച്ചൂടെ സിമ്പിളായിട്ട്. അപ്പോൾ ഒന്നുകൂടെ, ഫിസിക്കൽ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇൻഡെക്സ് എന്ന് പറയുന്നത് മോറിസ് ഡേവിഡ് മോറിസ് എന്ന് പറയുന്ന ആൾ 1979 ഉണ്ടാക്കിയൊരു രീതിയാണ്. എന്തിനു വേണ്ടിയിട്ട്? സാമ്പത്തിക വികസനം അല്ലെങ്കിൽ ഹ്യൂമൻ എക്കണോമിക് ഡെവലപ്മെൻറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്. അവിടെ അദ്ദേഹം നമ്മുടെ, ഞാൻ നേരത്തെ നിങ്ങൾക്ക് പറഞ്ഞു തന്നു, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് എപ്പോഴും കയറി വരും. എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? എക്കണോമിക് ഗ്രോത്ത് പ്ലസ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്. ഈ പറഞ്ഞ ആൾ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. അതുകൊണ്ടാണ് ലിറ്ററസിക്കും നമ്മുടെ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റിനും ലൈഫ് എക്സ്പെക്റ്റൻസിക്കും ഇമ്പോർട്ടൻസ് കൊടുത്തത്. എന്ത് വിട്ടു? വളർച്ചയുടെ പൈസയുടെ കാര്യം വിട്ടു. അപ്പോൾ അതാണ് അവിടുത്തെ ലിമിറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത 3ാമത് വരുന്നതാണ് നമ്മുടെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ ഇൻഡെക്സ്. അപ്പോൾ ഇതെന്താ സംഭവം? അപ്പോൾ ആദ്യം മനസ്സിലാക്കണം,
എന്താണ് ഈ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ എന്ന് പറഞ്ഞാൽ? നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് തന്നെയാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് നോക്കിയേ, 2015 യുണൈറ്റഡ് നേഷൻസ് കൊണ്ടുവന്ന ഒരു 17 ഗോളുകളുണ്ട്. എന്തുണ്ട്? 17 ഗോളുകൾ. അതായത് ഒരു രാജ്യം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ ഈ പറയുന്ന 17 കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം. അപ്പോൾ എന്താ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ്? എവിടെയോ കേട്ടതായിട്ട് ഓർക്കുന്നുണ്ടല്ലോ, കഴിഞ്ഞ കൊല്ലം പഠിച്ചതാണ് അല്ലേ? സുസ്ഥിര വികസനം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വികസനം നടക്കണം, പക്ഷെ അതിനോടൊപ്പം തന്നെ എന്താണ്, ഭാവി തലമുറയ്ക്കും കൂടെ ഈ റിസോഴ്സുകളൊക്കെ ആവശ്യമാണെന്നുള്ള ബോധത്തോടു കൂടി നമ്മൾ വികസനം നടത്തിയാൽ അതാണെന്ത്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയും. പെട്രോൾ നമുക്ക് വേണം, പക്ഷേ അതിൻ്റെ വേസ്റ്റേജും മറ്റ് കാര്യങ്ങളുമൊക്കെ നമ്മൾ ഒഴിവാക്കിയിട്ട് ആവശ്യത്തിന് മാത്രം ഉപയോഗിച്ചാൽ നമുക്ക് ഉപയോഗിക്കാം, വരുന്ന തലമുറയ്ക്കും അത് ഉപയോഗിക്കാനായിട്ട് പറ്റും. അതാണല്ലോ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഒരു രാജ്യം, അതായത് പറയുന്നത് യുണൈറ്റഡ് നേഷൻസിലെ അംഗങ്ങളായ രാജ്യങ്ങൾ 2023 കൂടി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ പറയുന്ന രാജ്യങ്ങൾ എന്തൊക്കെ ഗോൾസ് സെറ്റ് ചെയ്യണം എന്ന 17 ഗോളുകളെയാണ് നമ്മൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ ഗോൾസ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ ഇൻഡെക്സ് എന്ന് വെച്ചാലും? ഈ പറയുന്ന ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോ രാജ്യങ്ങളും എന്തൊക്കെ എഫേർട്ടാണ് എടുക്കുന്നത്? ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ ഇൻഡെക്സ് അസസ് ദ എഫേർട്ട് ടേക്കൺ ബൈ ദ കൺട്രീസ് ടു അച്ചീവ് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് അച്ചീവ് ചെയ്യാൻ, അത് നേടിയെടുക്കാൻ രാജ്യങ്ങൾ എന്തൊക്കെ എഫേർട്ടുകൾ ചെയ്യുന്നുണ്ട്, അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? പ്രിപ്പയർ ചെയ്യും. അപ്പോൾ അത് രാജ്യം. അപ്പോൾ ഇത് രാജ്യത്തിന് കിട്ടിയതാണ് 17 ഗോളും. അപ്പോൾ രാജ്യം എന്ത് ചെയ്യും? ഓരോ സ്റ്റേറ്റുകൾക്കും അത് കൊടുക്കും. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ ഇൻഡെക്സ് പ്രിപ്പയർ ചെയ്യുന്നത് നമ്മുടെ നീതി ആയോഗ് അറിയായിരിക്കുമല്ലോ, അതുപോലെ യുണൈറ്റഡ് നേഷൻസും കൂടെ ചേർന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? പ്രിപ്പയർ ചെയ്യുന്നത്. ഇന്ത്യയിൽ എങ്ങനെ? സ്റ്റേറ്റുകളെയും യൂണിയൻ ടെറിട്ടറികളെയും അവർ പഠിക്കും, എന്നിട്ട് റിപ്പോർട്ട് തയ്യാറാക്കും. എന്നുവെച്ചാൽ ഇത്രയേ ഉള്ളൂ. യുണൈറ്റഡ് നേഷൻസ് ഓർഗനൈസേഷൻ അവരുടെ അംഗങ്ങളായ രാജ്യങ്ങളെ നോക്കും. ഈ രാജ്യം അവരുടെ അംഗങ്ങളായിട്ടുള്ള സ്റ്റേറ്റുകളെ നോക്കും, അല്ലെങ്കിൽ യൂണിയൻ ടെറിട്ടറി നോക്കും. എന്നിട്ട് ഓരോ സ്റ്റേറ്റും ഈ പറഞ്ഞ 17 ഗോളുകൾ അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ടോ, അച്ചീവ് ചെയ്തെങ്കിൽ പോയിന്റ് കിട്ടും. ഇവിടെയും 0-നും 1-നും ഇടയിലുള്ള പോയിന്റുകളാണ് കിട്ടുന്നത്. ആ പോയിന്റ് വച്ചിട്ട് യുണൈറ്റഡ് നേഷൻസ് ഓരോ രാജ്യങ്ങളെ എന്ത് ചെയ്യും? താരതമ്യം ചെയ്യും. 17 ഇനം വരുന്നത് കൊണ്ട് തന്നെ ഇവിടെ സാമ്പത്തികമായ കാര്യങ്ങൾ വരും, സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് മെഷർ ചെയ്യാനുള്ള കാര്യങ്ങളും വരും. അപ്പോൾ ഒന്നും കൂടെ നോക്കാമല്ലോ. സോ ഇൻ ദ പ്രീവിയസ് ക്ലാസ്സസ് ഇപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്ന മൂന്നാമത്തെ, നമ്മുടെ ഈ പറയുന്ന ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് മനസ്സിലാക്കാനുള്ള മൂന്നാമത്തെ ഇൻഡെക്സ് ആണ് എന്താണ്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ഇൻഡെക്സ്. ഇപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ 17 ഗോളുകൾ 2025 യുണൈറ്റഡ് നേഷൻസ് സെറ്റ് ചെയ്തതാണ്. എന്തിനു വേണ്ടിയിട്ട്? സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതെന്താ മെഷർ ചെയ്യുന്നത്? അസസ് ദ എഫേർട്സ് ടേക്കൺ ബൈ കൺട്രീസ് ടു അച്ചീവ് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ്. സ്റ്റേറ്റുകൾ അല്ലെങ്കിൽ രാജ്യങ്ങൾ എന്ത് ചെയ്യും? അത് സ്റ്റേറ്റുകൾ കൂടും അല്ലേ? ഇറ്റ് ഈസ് എ കോംപ്രിഹെൻസീവ് ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ്. ഇൻ ഇന്ത്യ ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ ഇൻഡെക്സ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ നീതി ആയോഗ് ഇൻ കൊളാബറേഷൻ വിത്ത് ദ യുണൈറ്റഡ് നേഷൻസ് ടു മെഷർ ദ ഡെവലപ്മെൻറ്റ് പ്രോഗ്രസ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് യൂണിയൻ ടെറിട്ടറീസ്. ഓക്കെ, അങ്ങനെ ഈ പറയുന്ന സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ ഇൻഡെക്സ് 2018 നമ്മുടെ ഇന്ത്യയിൽ ലോഞ്ച് ആവുന്നത്. യുണൈറ്റഡ് നേഷൻ 2015 പറഞ്ഞു. 3 കൊല്ലം കഴിഞ്ഞിട്ട് 2018 നമ്മൾ ഇന്ത്യ ലോഞ്ച് ചെയ്യുന്നു. 17 പ്രോജക്റ്റുകളുണ്ട്. ഈ 17 ഗോളുകളെ നമ്മൾ 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ, സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ, എൻവയോൺമെൻറ്റ് പരമായിട്ടുള്ള ഗോൾസ്. നോക്കാമല്ലോ ഓരോന്നായിട്ട്. അപ്പോൾ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിന് എത്രയുടെ തിരിച്ചിട്ടുണ്ട്? 3 എണ്ണം. കുറച്ച് പാടാണല്ലേ പഠിക്കാനായിട്ട്, പക്ഷേ വേറെ വഴിയില്ല, പഠിച്ചേ പറ്റൂ. 1 സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് ആലോചിക്കുക, വികസനം കിട്ടാൻ സാമ്പത്തികമായ കാര്യങ്ങളായി. 2 സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളായി. ഇതിൽ തന്നെ വിദ്യാഭ്യാസവും ആരോഗ്യമൊക്കെ വരും. പിന്നെ പ്രകൃതിക്ക് എൻവയോൺമെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യം. അതിൽ 1ാമത്തെ ഗോളാണ് എന്ത്? 1ാമത്തെ ഗോള് കണ്ടോ, SDG1 നോ പോവർട്ടി. അതായത് 2030 കൂടി നമ്മൾ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ചെയ്യണം. 2 സീറോ ഹങ്കർ. പട്ടിണിയുള്ള, സ്റ്റാർവേഷനുള്ള ആരും ഉണ്ടാവാൻ പാടില്ല. ഗുഡ് ഹെൽത്ത് ആൻഡ് വെൽബീയിങ്. ക്വാളിറ്റി എഡ്യൂക്കേഷൻ. ജെൻഡർ ഇക്വാലിറ്റി. കണ്ടോ, സാമൂഹികമായിട്ട് നല്ല രീതിയിൽ പോകുന്ന ഇതൊക്കെ ആവശ്യമാണല്ലേ. അടുത്ത് ക്ലീൻ വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. 7 അഫോർഡബിൾ ആൻഡ് ക്ലീൻ എനർജി. 8 ഡീസൻറ്റ് വർക്ക് ആൻഡ് എക്കണോമിക് ഗ്രോത്ത്. 9 ഇൻഡസ്ട്രി, ഇന്നൊവേഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ. 10
റെഡ്യൂസ്ഡ് ഇൻഇക്വാലിറ്റീസ്. 11 സസ്റ്റൈനബിൾ സിറ്റീസ് ആൻഡ് കമ്മ്യൂണിറ്റീസ്. 12 എവിടെയെങ്കിലും കണ്ടോ? 12 അതാ റെസ്പോൺസിബിൾ കൺസംഷൻ ആൻഡ് പ്രൊഡക്ഷൻ. 13 കണ്ടോ? 13 ക്ലൈമറ്റ് ആക്ഷൻ, പ്രകൃതിയിലെ നമ്മുടെ കാലാവസ്ഥ വ്യതിയാനവുമായിട്ട് കാലാവസ്ഥ മാറ്റത്തിനെതിരെ നോക്കുന്ന കാര്യങ്ങൾ. 14 ലൈഫ് ബിലോ വാട്ടർ ലൈഫ് എന്ന് വെച്ചാൽ ഓഷ്യൻസും നദികളെയും പറ്റിയിട്ട്. 15 ലൈഫ് ഓൺ ദ ലാൻഡ്, ലാൻഡിലെ മൃഗങ്ങളെയും മറ്റു കാര്യങ്ങളെയും പറ്റിയിട്ട്. പീസ്, ജസ്റ്റിസ് ആൻഡ് സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. 16. 17 പാർട്ട്ണർഷിപ്പ് ഫോർ ദ ഗോൾസ്, രാജ്യങ്ങളും സ്റ്റേറ്റുകളും തമ്മിലുള്ള പാർട്ട്ണർഷിപ്പ് ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ മൊത്തം 17 ഗോളുകളാണ് നമുക്ക് ഉള്ളത്. ഈ 17 ഗോള് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേറ്റുകൾ എന്തൊക്കെ എഫേർട്ട് എടുത്തു എന്നുള്ളതിനെ നമ്മൾ 0-നും 100, ഞാൻ നേരത്തെ തെറ്റി 0-നും 1-നും ഇടയിലെന്ന് പറഞ്ഞു, ക്ഷമിക്കുക. 0-നും 100-നും ഇടയിൽ നമ്മൾ എന്ത് ചെയ്യും? മാർക്ക് കൊടുക്കും. എന്നിട്ട് 100 അച്ചീവ് ചെയ്താൽ അവരെ നമ്മൾ അച്ചീവർ കാറ്റഗറി എന്ന് വിളിക്കും. 65-നും 99-നും ഇടയിലാണെങ്കിൽ ഫ്രണ്ട് റണ്ണർ എന്ന് വിളിക്കും. 50-നും 64-നും ഇടയിലാണെങ്കിൽ പെർഫോമർ എന്നും 49 താഴെയാണെങ്കിൽ ആസ്പിറൻ്റ് എന്നും രാജ്യങ്ങളെ, ഇതിപ്പോൾ നമ്മൾ ഇന്ത്യ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ സ്റ്റേറ്റിനെ യൂണിയൻ ടെറിട്ടറിയും താരതമ്യം ചെയ്യും. യുണൈറ്റഡ് നേഷൻസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ രാജ്യങ്ങളെ ഇങ്ങനെ പോയിന്റിൽ താരതമ്യം ചെയ്തിട്ട് ഓരോ പദവി അവർക്ക് കൊടുക്കും. അപ്പോൾ ഇതാണ് SDGI എന്ന് പറയുന്നത്. എന്തെന്ന് പറയുന്നത്? SDGI, സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ ഇൻഡെക്സ്. ഒന്നും കൂടെ പറഞ്ഞു തരികയാണ്. സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾ ഇൻഡെക്സ് എന്ന് വെച്ചാൽ 2015 നമ്മുടെ യുണൈറ്റഡ് നേഷൻസ് ഒരു പ്രോഗ്രാം ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. അതായത് 2030 എല്ലാ രാജ്യങ്ങളും സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്യണം. അങ്ങനെ അച്ചീവ് ചെയ്യണമെങ്കിൽ ഈ പറഞ്ഞ 17 കാര്യങ്ങൾ അവർ ചെയ്യണം. ആ 17 കാര്യങ്ങൾ എത്രത്തോളം നല്ല രീതിയിൽ അവർ ചെയ്യുന്നു, കാരണം 15 to 30, 15 കൊല്ലത്തെ കണക്കല്ലേ. അപ്പോൾ ഓരോ കൊല്ലവും നമ്മൾ അതിനുവേണ്ടി എഫേർട്ട് എടുക്കണം. അപ്പോൾ എത്രത്തോളം എഫേർട്ട് നമ്മൾ എടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവരെന്ത് ചെയ്തു? നമ്മുടെ പ്രോഗ്രസ് കാർഡിൽ മാർക്ക് ഇടുന്ന പോലെ ഒരു സിസ്റ്റം കൊണ്ടുവന്നു. അതിൽ 17 കാര്യങ്ങളുണ്ട്. ഈ 17 കാര്യങ്ങൾ അച്ചീവ് ചെയ്യാനായിട്ട് രാജ്യത്തിനകത്തുള്ള സ്റ്റേറ്റുകളും യൂണിയൻ ടെറിട്ടറികളും ശ്രമിക്കണം. ആ എഫേർട്ട് എത്രത്തോളം ഉണ്ട് എന്നതിൽ 0 തൊട്ട് 100-നകത്ത് മാർക്കിടും. ആ മാർക്കുകളുടെ ആവറേജ് എടുക്കുമ്പോൾ നമുക്ക് മൊത്തം പോയിന്റ് കിട്ടും. ഇത് യുണൈറ്റഡ് നേഷൻ പറഞ്ഞത്. ഇത് ഓരോ രാജ്യത്തിന് കിട്ടും. ഇപ്പോൾ ഇന്ത്യയിൽ ഈ കാര്യങ്ങൾ ചെയ്യുന്നത് നീതി ആയോഗും UN-ഉം കൂടി ചേർന്നിട്ടാണ്. അവർ സ്റ്റേറ്റുകളെയും യൂണിയൻ ടെറിട്ടറികളെയും നോക്കും. എന്നിട്ട് 17 ഗോളുകളുണ്ട്. ആ ഗോളിനെ 3ആയിട്ട് തിരിക്കാം. സാമ്പത്തികമായിട്ട് ഗുണങ്ങൾ ഉണ്ടാക്കുന്ന എക്കണോമിക് ഗോള്, സോഷ്യൽ ഗോൾസ് എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ജീവിതവുമായിട്ടുള്ള സാമൂഹികമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുന്നത്, എൻവയോൺമെൻറ്റ് എന്ന് പറയുമ്പോൾ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ആ 17 ഗോളുകളാണ് പറഞ്ഞത്. അപ്പോൾ ഈ 17 ഗോൾ നിങ്ങൾ കാണാതെ പഠിക്കണോ വേണ്ടേ എന്നതൊരു ചോദ്യം തന്നെയാണ്. മോഡൽ ചോദ്യപേപ്പർ നോക്കുമ്പോഴേ നമുക്ക് അതിനെ പറ്റിയിട്ടൊരു ഐഡിയ കിട്ടുള്ളൂ. തൽക്കാലം ഞാൻ പറയുന്നത് ഈ 3 ക്ലാസിഫിക്കേഷൻ ഉണ്ട് എന്നുള്ള കാര്യങ്ങളെങ്കിലും പഠിച്ചു വയ്ക്കുക. പരീക്ഷയുടെ ഒരു ടഫ്നെസ് അനുസരിച്ച് ചിലപ്പോൾ നിങ്ങൾക്ക് ഇതും കൂടെ വേണ്ടി വരും. ഇത് അതുപോലെ പഠിച്ചില്ലെങ്കിലും നിങ്ങൾക്ക് കുറേയൊക്കെ ഓർത്ത് വയ്ക്കാൻ പറ്റത്തില്ലേ. ഇപ്പോൾ എക്കണോമിക് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? സാമ്പത്തികമായിട്ട്, അതായത് സാമ്പത്തികം എന്ന് പറയുന്നതിന് പൈസ, ക്ലീൻ ആയിട്ടുള്ള എനർജി കുറഞ്ഞ ചിലവിൽ കിട്ടണം, നല്ല ജോലി വേണം, സാമ്പത്തിക വികസനം വേണം, ജോലി കിട്ടണമെങ്കിൽ ഇൻഡസ്ട്രിയും ഇന്നോവേഷനും ഇൻഫ്രാസ്ട്രക്ചറും വേണം, നല്ല രീതിയിൽ കൺസംഷനും കാര്യങ്ങളും ചെയ്യണം. ഇനി സോഷ്യൽ ഗോൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദാരിദ്ര്യം ഉണ്ടാവാൻ പാടില്ല, വിശപ്പുണ്ടാവാൻ പാടില്ല, നല്ല ആരോഗ്യം, നല്ല വിദ്യാഭ്യാസം, തുല്യത, നല്ല വാട്ടർ, ഈ പറഞ്ഞ ഇൻഇക്വാലിറ്റീസ് ഇല്ലാതിരിക്കുക, സിറ്റികളും കമ്മ്യൂണിറ്റികളും സസ്റ്റൈനബിളായിട്ട് മാറുക, സമാധാനവും സാഹോദര്യവും ഒക്കെ ഉണ്ടെന്നുള്ളത് ഒരുവിധമൊക്കെ നിങ്ങൾക്കൊരു പോയിന്റ്, മൊത്തം 17 പോയിന്റ് ഉണ്ട് എന്നുള്ളത് ഓർത്ത് വയ്ക്കാമല്ലോ. അതിലിവിടെ 1, 2, 3, 4 എക്കണോമിക്കും ഈ പറയുന്ന 1, 2, 3 ഏതാണ്? ഈ പറയുന്ന എൻവയോൺമെൻറ്റും വരും. ഇപ്പോൾ ബാക്കി എത്ര? 1, 2, 3, 4, 5, 6, 7, 8, 9, 10. അപ്പം 4, 10, 3 കറക്റ്റ് പേര് കിട്ടിയില്ലെങ്കിലും ഒരു ടേബിൾ വരച്ച് 4 പോയിന്റ് എന്തെങ്കിലുമൊക്കെ എഴുതി വയ്ക്കാൻ നിങ്ങൾക്ക് പറ്റിയാൽ ഒരുവിധം മാർക്ക് ഇവിടുന്ന് കിട്ടും, ഇത് ചോദിക്കുകയാണെങ്കിൽ. അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ വിശകലനം ചെയ്ത് അതിന് വേണ്ടിയിട്ട് എത്ര എഫേർട്ട് എടുക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ സ്റ്റേറ്റുകൾക്ക് അല്ലെങ്കിൽ രാജ്യങ്ങൾക്ക് പോയിന്റ് കൊടുക്കും. 100 കിട്ടിക്കഴിഞ്ഞാൽ അവർ അച്ചീവറാണ്, അവർ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. 65-നും 99-നും ഇടയിലാണെങ്കിൽ അവർ ഫ്രണ്ട് റണ്ണർ, മുന്നിൽ നിൽക്കുന്നവരാണ്, ഉടനെ എത്തും. 50-നും 64-നും ഇടയിലാണെങ്കിൽ പെർഫോമറും, 49 താഴെയാണെങ്കിൽ ആസ്പിറൻറ്റ്, ശ്രമിച്ചുകൊണ്ടിരിക്കുന്നവരും എന്നാണ് അർത്ഥം. ഓക്കെ, നമ്മുടെ 23-24 റിപ്പോർട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് നടത്തിയ ഇത്തരത്തിൽ നമുക്ക് സന്തോഷിക്കാവുന്ന കാര്യം, ഈ പറഞ്ഞ റിപ്പോർട്ടിൽ നമ്മുടെ കേരളമാണ് മുൻപന്തിയിൽ. 79ഓളം നമ്മൾ എത്തിക്കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഏത് കാറ്റഗറിയിൽ വരും? 79 എന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രണ്ട് റണ്ണറാണ്. ഓക്കെ, നമ്മൾ ഫ്രണ്ട് റണ്ണറാണ്. അതായത് ഇവിടെ നോക്കിയ 2 കാര്യങ്ങളാണ് പറയുന്നത്. 23-24 കാലഘട്ടത്തിലെ റിപ്പോർട്ടും 18-19 കാലത്തിലെ റിപ്പോർട്ടും. നീല കളറിൽ കാണുന്ന 18-19 ആണ്.
ഇപ്പോൾ 2018-19 നമ്മൾ 69 അച്ചീവ് ചെയ്തെങ്കിൽ ഇപ്പോൾ നമ്മളത് 79 കൂട്ടി. ഉത്തരാഖണ്ഡ് 60 എന്നുള്ളത് 79 എത്തി. അപ്പോൾ ഉത്തരാഖണ്ഡൊക്കെ നല്ല രീതിയിൽ പ്രവർത്തിച്ചിട്ടുണ്ട്. 64 എന്ന് പറയുന്ന 77 എത്തിക്കാൻ ഗോവയ്ക്ക് സാധിച്ചു. അതുപോലെ ഹിമാചൽ പ്രദേശിനും 69 എന്നുള്ളത് 77 എത്താൻ സാധിച്ചു. അപ്പോൾ ആദ്യത്തെ 5 ഇനി ഏറ്റവും താഴെ കിടക്കുന്നത് ബീഹാർ, ജാർഖണ്ഡ്, നാഗാലാൻഡ്, മേഘാലയ, ആസാം ആണ്. യൂണിയൻ ടെറിട്ടറികളിലും ഡാമൻ ആൻഡ് ഡ്യൂ, ദാദ്ര നഗർ ഹവേലിയാണ് ഏറ്റവും മുന്നിൽ. ഏറ്റവും താഴെ ചണ്ഡീഗഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തുകൊണ്ടാണ് കേരളം ഇത്രയും മുന്നിൽ എത്തിയത്? അതിൻ്റെ കാരണം കേരള മോഡൽ ഓഫ് ഡെവലപ്മെൻറ്റ് എന്നുള്ളത് ലോകത്തിൽ തന്നെ പലരും അംഗീകരിച്ച ഒരു കാര്യമാണ്. കാരണം നമ്മുടെ കേരളം എന്ന് പറയുന്നത് അത്ര ചില്ലറക്കാരല്ല. ഈ പറയുന്ന വിദ്യാഭ്യാസം, ആരോഗ്യം, ശുചിത്വം എന്നിങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ നമ്മൾ പണ്ടുകാലം മുതൽ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു സംസ്ഥാനമാണ്. അത് നമ്മളൊരു മാതൃകയായി തന്നെ കൊണ്ടുനടക്കാറുണ്ട്. കേരള മോഡൽ, കേരള മാതൃക. അതുപോലെ രാഷ്ട്രീയക്കാരും ഇത് അവരുടെ ക്രെഡിറ്റ് എടുക്കുന്നുണ്ടെങ്കിലും അതങ്ങനെ ഒരു രാഷ്ട്രീയക്കാരന് കൊടുക്കാനൊന്നും പറ്റത്തില്ല. നമ്മുടെ കേരളത്തിലെ ജനങ്ങളുടെ ഒരു കഴിവായിട്ട് കണക്കാക്കാനായിട്ട് പറ്റുള്ളൂ. കേരള ഹാസ് മെയ്ഡ് ഗ്രേറ്റ് സ്ട്രൈഡ് ഇൻ ദ ഏരിയ ഓഫ് എഡ്യൂക്കേഷൻ, ഹെൽത്ത്, സോഷ്യൽ ജസ്റ്റിസ്, ഹൈ ലിറ്ററസി റേറ്റ്, ലോ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ഇംപ്രൂവ്ഡ് ലൈഫ് എക്സ്പെക്റ്റൻസി റേറ്റ്. ഇതെല്ലാം നമ്മുടെ കേരളത്തിൻ്റെ കഴിവുകളാണ്. എന്തൊക്കെയാണ്? നമുക്ക് പണ്ട് മുതലേ നമ്മൾ ലാൻഡ് റിഫോംസ് കൊണ്ടുവന്നു. അങ്ങനെ എല്ലാവർക്കും ലാൻഡ് തുല്യമായിട്ട് കിട്ടി. അതിലൂടെ എല്ലാവർക്കും കൃഷി ചെയ്യാൻ പറ്റി, വരുമാനം ഉണ്ടാക്കാൻ പറ്റി. യൂണിവേഴ്സലും പബ്ലിക്കുമായിട്ട് നമ്മൾ ഹെൽത്തും എഡ്യൂക്കേഷനും കൊടുത്തു. എല്ലാവർക്കും ഇതൊക്കെ നമ്മൾ മുന്നത്തെ ചാപ്റ്ററിൽ പഠിച്ചാണ് അല്ലെ. വിദ്യാഭ്യാസവും ആരോഗ്യമൊക്കെ നമുക്ക് എല്ലാവർക്കും അക്സസിബിൾ ആണ്. സർക്കാർ സ്കൂളുകളുണ്ട്, സർക്കാർ ആശുപത്രികളുണ്ട്, പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, നമ്മുടെ റേഷൻ കടകൾ പല സംസ്ഥാനത്തും ഉണ്ടായിരുന്നത് പോലെ ഇവിടെ പൂഴ്ത്തിവയ്പ്പും വെട്ടിപ്പും ഒന്നും ഇല്ല. ചെറിയ തോതിലുണ്ടെങ്കിലും വലുതായിട്ടില്ല. അതുകൊണ്ട് എല്ലാവർക്കും ഇത് കിട്ടും. സോഷ്യൽ സെക്യൂരിറ്റി സ്കീമുകൾ നമ്മൾ പണ്ട് തൊട്ടേ കൊണ്ടുവന്നിട്ടുണ്ട്. അത് ജനപങ്കാളിത്തം കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് കേരള മോഡൽ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയത്. അപ്പോൾ കേരള മോഡൽ ഡെവലപ്മെൻറ്റ് എന്തുകൊണ്ടുണ്ടായി? നമുക്ക് വിദ്യാഭ്യാസം, ആരോഗ്യം, സാമൂഹിക നീതി, ഹൈ ലിറ്ററസി റേറ്റ്, ലോ ഇൻഫൻറ്റ് മോർട്ടാലിറ്റി റേറ്റ്, ഹൈ ലൈഫ് എക്സ്പെക്റ്റൻസി എല്ലാം നമുക്കുണ്ട്. എന്തുകൊണ്ടാണ്? നമുക്ക് വിദ്യാഭ്യാസവും ആരോഗ്യവും തുല്യമായിട്ട് എല്ലാ ജനങ്ങളിലേക്കും നമ്മൾ എത്തിച്ചിട്ടുണ്ട്. പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റത്തിലൂടെ ആഹാരം എത്തിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ലാൻഡ് റിഫോംസിലൂടെ എല്ലാവർക്കും ലാൻഡും കൃഷിക്കുള്ള അവസരങ്ങൾ നമ്മൾ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. അതിലൂടെ നമ്മൾ എത്തിയിട്ടുണ്ട്. ഇനി നവകേരള മിഷൻ, കേരളം മുന്നിലെത്തിയതിൻ്റെ കാരണങ്ങളാണ് പറയുന്നത്. നവകേരള മിഷൻ എന്ന് വെച്ചാൽ എന്താണ്? അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഗോൾസ്, കാറ്റഗറി ഒക്കെ തന്നിട്ടുണ്ട്. കേരള മോഡലും തന്നിട്ടുണ്ട്. ഇനി നവകേരള മിഷൻ എന്താണ്? നവകേരള മിഷൻ 2016 ലോഞ്ച് ചെയ്തു. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ പിണറായി സർക്കാർ ഗവൺമെൻറ്റിൻ്റെ സമയത്താണെന്ന് തോന്നുന്നു അല്ലേ? അതെ. നവകേരള മിഷൻ എന്താണ്? ഹോളിസ്റ്റിക് ഡെവലപ്മെൻറ്റ് ഇൻ കേരള, കേരളത്തിൽ സമ്പൂർണ്ണമായ വികസനം. എന്തിലൊക്കെയാണ്? വിദ്യാഭ്യാസം, ആരോഗ്യം എല്ലാത്തിനകത്തും വരും. ഓക്കെ, ടാർഗറ്റ് ഡേറ്റ് എന്തൊക്കെയാണ്? ഒന്ന് ആദ്യം തുടങ്ങുന്ന 16, 2021 നമ്മളതിനെ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നവകേരള മിഷൻ ഫസ്റ്റ് എന്നും സെക്കൻഡ് എന്നും നമുക്കിതിനെ പറയാനായിട്ട് പറ്റും. അപ്പോൾ എന്തൊക്കെയാണ് വരുന്നത്? ഒരു 4 പ്രോഗ്രാംസ് ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. എന്തൊക്കെയാണ്? ഒന്ന്, ആർദ്രം മിഷൻ. എന്തിനാണ്? ഹെൽത്ത് ആക്സസും ക്വാളിറ്റിയും ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ലൈഫ് മിഷൻ, എല്ലാവർക്കും വീടുകൾ പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. വിദ്യാകിരണം മിഷൻ, വിദ്യാഭ്യാസം ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഹരിത കേരളം മിഷൻ, നമ്മുടെ വാട്ടർ കൺസർവേഷൻ, വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഓർഗാനിക് ഫാമിംഗ് പോലെയുള്ള കാര്യങ്ങൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഒരു മനുഷ്യന് ബേസിക്കായിട്ട് വേണ്ട 4 മേഖലകളിലും വികസനം കൊണ്ടുവരിക എന്നുള്ളതാണ് നവകേരള മിഷൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത്. അതിൽ എന്തൊക്കെ വരുന്നുണ്ട്? ആർദ്രം മിഷനിലൂടെ എന്താണ്? ഹെൽത്ത് ആക്സസും ക്വാളിറ്റിയും. അതായത് ആർദ്രത്തിലൂടെ ആരോഗ്യം, ലൈഫിലൂടെ ഭവനം, വിദ്യാകിരണത്തിലൂടെ വിദ്യാഭ്യാസം, ഹരിത കേരള മിഷനിലൂടെ എല്ലാ മേഖലയും. ഹരിത കേരളം എന്ന് വെച്ചാൽ കേരളത്തിൻ്റെ ആ ഒരു പ്രകൃതിയെ സംരക്ഷിക്കുക, വാട്ടർ കൺസർവേഷൻ, വേസ്റ്റ് മാനേജ്മെൻറ്റ്, ഓർഗാനിക് ഫാമിംഗ്. 2021 നമ്മളിതിൻ്റെ സെക്കൻഡ് ഫേസ് മിഷൻ 2 വരുന്നുണ്ട്. ഇവിടെ നമ്മൾ നോക്കിക്കൊണ്ട് റീബിൽഡ് കേരള എന്ന് പറയുന്നൊരു പദ്ധതി ഇതിനകത്ത് വരുന്നുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ എക്കണോമിക്കലും സോഷ്യലുമായിട്ടുള്ള പ്രോഗ്രസ് കൊണ്ടുവരുന്നുണ്ട്. അതുപോലെ വികസനവും കൊണ്ടുവരാനായിട്ട് നമ്മൾ ശ്രമിക്കുന്നുണ്ട്. ഇതാണ് റീബിൽഡ് കേരള വരുന്നത്. ഓക്കെ, എക്കണോമിക് പ്ലാനിങ്ങിനെ പറ്റിയാണ്. അപ്പോൾ നമുക്കറിയാം ബ്രിട്ടീഷുകാർ നമ്മുടെ ഇന്ത്യ ഇൻഡിപെൻഡൻ്റ് ആക്കി അല്ലെങ്കിൽ ഇൻഡിപെൻഡൻസ് തന്നിട്ട് പോയപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ സാമ്പത്തിക മേഖല എന്ന് പറയുന്നത് ഒരു വൻ പരാജയമായിരുന്നു. അതായത് വേറൊന്നുമല്ല, നമുക്ക് വളരെയധികം ബുദ്ധിമുട്ടാണ്, സാമ്പത്തിക പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിൽ നിന്ന് കരകയറാനായിട്ട് നമ്മുടെ ഇന്ത്യ അഡോപ്റ്റ് ചെയ്ത ഒരു മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മിക്സഡ് എക്കോണമി ആയിരുന്നു. അപ്പോൾ എന്താണ് മിക്സഡ് എക്കോണമി എന്ന് നിങ്ങൾ മുന്നത്തെ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഒരേ സമയം പബ്ലിക് സെക്ടറും അതുപോലെ തന്നെ പ്രൈവറ്റ് സെക്ടറും കോ എക്സിസ്റ്റ് ചെയ്ത് പോകുന്ന ഒരു കാര്യമാണ് മിക്സഡ് എക്കോണമി എന്ന് പറയുന്നത്. രാജ്യത്തിൻ്റെ ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും
പബ്ലിക് സെക്ടറിൻ്റെ കയ്യിലായിരുന്നു, അതായത് ഗവൺമെൻറ്റിൻ്റെ കയ്യിലായിരുന്നു. ഫുഡ് പ്രൊഡക്ഷൻ ആയിക്കോട്ടെ, ഇൻഫ്രാസ്ട്രക്ചർ ആയിക്കോട്ടെ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സർക്കാരിൻ്റെ കയ്യിലായിരുന്നു. മറ്റു ചില മേഖലകൾ പ്രൈവറ്റുകാർക്കും കൊടുത്തിട്ടുണ്ട്. ഇനി ഈ പറയുന്ന സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ മാറാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു എക്കണോമിക് പ്ലാനിങ് ആദ്യം മുതലേ കൊണ്ടുവന്നിരുന്നു. സത്യം പറഞ്ഞാൽ ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുന്നേ തന്നെ നമുക്ക് എക്കണോമിക് പ്ലാനിങ് ഉണ്ടായിരുന്നു. എക്കണോമിക് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, വരാൻ പോകുന്ന വർഷങ്ങളിൽ നമ്മൾ എന്തൊക്കെയാണ് അച്ചീവ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ആ എക്കണോമിക് ഗോൾ നമ്മൾ സെറ്റ് ചെയ്യും. ആ ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, ഇതാണ് എക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കയ്യിലുള്ള റിസോഴ്സുകൾ ഉപയോഗിച്ചിട്ട്, നമ്മുടെ കയ്യിലുള്ള മാൻ പവർ ഉപയോഗിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുകയാണ്, ഒരു ടാർഗറ്റ് മനസ്സിൽ കണ്ടിട്ട് അത് അച്ചീവ് ചെയ്യാൻ നോക്കുന്ന പരിപാടിയാണ് നമ്മൾ എക്കണോമിക് പ്ലാനിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് എക്കണോമിക് പ്ലാനിങ്? എക്കണോമിക് പ്ലാനിങ് ഈസ് ദ പ്രിപ്പറേഷൻ മെയ്ഡ് ടു അച്ചീവ് ദ മെയിൻ എക്കണോമിക് ഗോൾസ് ഓഫ് എ സൊസൈറ്റി ബൈ യൂട്ടിലൈസിങ് അവൈലബിൾ റിസോഴ്സസ്. അപ്പോൾ കയ്യിലുള്ള അവൈലബിൾ റിസോഴ്സുകൾ ഉപയോഗിച്ചിട്ട് എക്കണോമിക് ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സ്റ്റെപ്സ് അല്ലെങ്കിൽ പ്ലാനിങ്ങിനെയാണ് നമ്മൾ എക്കണോമിക് പ്ലാനിങ് എന്ന് പറയുന്നത്. അക്കോർഡിംഗ് ടു അവർ ഫസ്റ്റ് പ്രൈം മിനിസ്റ്റർ ജവഹർലാൽ നെഹ്റു, പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് എ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് യൂട്ടിലൈസിങ് ദ ഡൈവേഴ്സ് റിസോഴ്സസ്. സയൻറ്റിഫിക്കലി നമ്മുടെ കയ്യിലുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സിനെ എന്ത് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക, ഹ്യൂമൻ പൊട്ടൻഷ്യലിനെയും സ്കില്ലിനെയും യൂട്ടിലൈസ് ചെയ്യുക. അങ്ങനെ എന്ത് ചെയ്യുക, ഒരു കോംപ്രഹെൻസീവ് മാനറിൽ ഈ പരിപാടി ചെയ്തെടുത്താൽ ഇതിനെയാണ് നമ്മൾ എക്കണോമിക് പ്ലാനിങ് അല്ലെങ്കിൽ പ്ലാനിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്തൊക്കെ പോയിന്റ് ഓർത്ത് വയ്ക്കേണ്ടത്? ഒന്ന്, ഇന്ത്യയിൽ ഒരു മിക്സഡ് എക്കോണമി ആയിരുന്നു. ഇന്ത്യ ഈ പറയുന്ന പ്ലാനുകളെല്ലാം അല്ലെങ്കിൽ ഇന്ത്യ ഈ പറഞ്ഞ എക്കണോമിക്കലി മുന്നിലേക്ക് വരാൻ വേണ്ടിയിട്ട് എക്കണോമിക് പ്ലാനിങ് നടത്തിയിട്ടുണ്ടായിരുന്നു. എക്കണോമിക് പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സ്റ്റെപ്സ്. അപ്പോൾ എന്താണ് പ്ലാനിങ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്ലാനിങ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ സയൻറ്റിഫിക് മെത്തേഡ് ഓഫ് യൂട്ടിലൈസിങ് ദ ഡൈവേഴ്സ് റിസോഴ്സസ്, ഹ്യൂമൻ പൊട്ടൻഷ്യൽ ആൻഡ് സ്കിൽസ് ഓഫ് ദ കൺട്രി ഇൻ ദ ബെസ്റ്റ് ആൻഡ് ദ മോസ്റ്റ് കോംപ്രിഹെൻസീവ് മാനറിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പ്ലാനിങ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് നേരത്തെ ഇത് നമുക്ക് ഇന്ത്യക്ക് ഇൻഡിപെൻഡൻസ് ഒക്കെ കിട്ടുന്നതിന് മുന്നേ തന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. ആ ചരിത്രത്തിലോട്ട് നമുക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എക്കണോമിക് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ പ്രിപ്പറേഷൻ മെയ്ഡ് ടു അച്ചീവ് ദ മെയിൻ എക്കണോമിക് ഗോൾ ഓഫ് എ സൊസൈറ്റി ബൈ യൂട്ടിലൈസിങ് ദ അവൈലബിൾ റിസോഴ്സസ്. പറഞ്ഞങ്ങ് പഠിച്ചു വയ്ക്കുക. അപ്പോൾ എന്താണ് എക്കണോമിക് പ്ലാനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിപ്പറേഷൻസ് ആണ് എന്തിനു വേണ്ടിയിട്ട്? ഗോൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. നെഹ്റു പറയുന്നതനുസരിച്ച് പ്ലാനിങ് എന്ന് പറഞ്ഞാൽ അതൊരു സയൻറ്റിഫിക് മെത്തേഡാണ്. അതിലൂടെ നമ്മൾ ഡൈവേഴ്സായ റിസോഴ്സിനെയും ഹ്യൂമൻ പൊട്ടൻഷ്യലിനെയും സ്കില്ലിനെയും കോംപ്രിഹെൻസീവ് മാനറിൽ ഉപയോഗിക്കുന്നു. അങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ ഹിസ്റ്ററി നമ്മൾ നോക്കുകയാണെങ്കിൽ, പ്ലാനിങ്ങിൻ്റെ ഒരു ചരിത്രം നോക്കുകയാണെങ്കിൽ, ആദ്യമായിട്ട് ഇത്തരത്തിൽ ഒരു എക്കണോമിക് പ്ലാനിങ് കൊണ്ടുവരുന്നത് എം വിശ്വേശ്വരയ്യ എന്ന് പറയുന്ന ആളാണ്. അപ്പോൾ ഇദ്ദേഹമാണ് നമ്മുടെ ഇന്ത്യൻ എക്കണോമിക് പ്ലാനിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. മാത്രമല്ല ഇന്ത്യൻ എഞ്ചിനീയറിങ്ങിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഈ പറയുന്ന എം വിശ്വേശ്വരയ്യയാണ്. ഇദ്ദേഹം ഒരു എഞ്ചിനീയറാണ്. ഇദ്ദേഹം മൈസൂരിൻ്റെ ദിവാനായിരുന്നു. നിങ്ങൾ കൃഷ്ണരാജസാഗർ ഡാം എന്ന് ചിലപ്പോൾ കേട്ടിട്ടുണ്ടായിരിക്കും. ആ ഡാമിൻ്റെയൊക്കെ എന്താണ് ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് ആരാണ്? ആർക്കിടെക്റ്റ് എന്ന് പറയുന്നത് ഇദ്ദേഹമാണ്. അപ്പോൾ ഇദ്ദേഹം കൊണ്ടുവന്നൊരു പ്ലാനാണ് ആദ്യത്തെ പ്ലാൻ 1934. അപ്പോൾ അറിയാലോ, ഇൻഡിപെൻഡൻസ് കിട്ടിയിട്ടില്ല. 10 ഇയർ പ്ലാൻ ആയിരുന്നു. അപ്പോൾ ഇതിൻ്റെ ലക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ദേശീയ വരുമാനം എന്ന് പറയുന്നത് ഇൻഡസ്ട്രികളുടെ പ്രവർത്തനത്തിലൂടെ ഇരട്ടിയാക്കി എടുക്കുക എന്നുള്ളത് ആയിരുന്നു. അപ്പോൾ അതിനുവേണ്ടി നമ്മുടെ രാജ്യം എന്തൊക്കെ ചെയ്യണം എന്നുള്ളൊരു രൂപരേഖ തയ്യാറാക്കുന്നു. അതാണ് ഫസ്റ്റ് 10 ഇയർ പ്ലാൻ. നെക്സ്റ്റ് വരുന്നതാണ് നാഷണൽ പ്ലാനിംഗ് കമ്മിറ്റി 1938 ബൈ ജവഹർലാൽ നെഹ്റു. ഇത് കോൺഗ്രസ് പാർട്ടി തുടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ്. എന്തിനു വേണ്ടിയിട്ടായിരുന്നു? നമുക്ക് കുറച്ച് എക്കണോമിക് ആയിട്ടുള്ള കാര്യങ്ങൾ അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ വരുന്നു ബോംബെ പ്ലാൻ ഓഫ് 1944 1944 JRD ടാറ്റ, നമ്മുടെ ഇന്നത്തെ ഈ പറയുന്ന ടാറ്റ ഗ്രൂപ്പ് അറിയാലോ, ടാറ്റ കമ്പനി, അതിൻ്റെയൊക്കെ തുടക്കം, അതിൻ്റെ ഫൗണ്ടറാണ് JRD ടാറ്റ. അപ്പോൾ അദ്ദേഹം കൊണ്ടുവന്നാണ് എന്ത് ബോംബെ പ്ലാൻ എന്ന് പറയുന്നത്. അടുത്ത് വരുന്നതാണ് എന്ത് ഗാന്ധിയൻ പ്ലാൻ 44 SN അഗർവാൾ, 45 MN റോയ് കൊണ്ടുവരുന്ന പീപ്പിൾസ് പ്ലാൻ. ഇതെല്ലാം കഴിഞ്ഞിട്ട് 47 നമുക്ക് എന്ത് കിട്ടുന്നു? ഇൻഡിപെൻഡൻസ് കിട്ടുന്നു. അതിനുശേഷം വരുന്നതാണ് എന്ത് പ്ലാനിംഗ് കമ്മീഷൻ 1950 വരുന്നു. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? അടുത്ത് എന്തൊക്കെയാണ് പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്ന് പറയുന്നത്? എന്തൊക്കെയായിരിക്കും? ഏതൊരു പ്ലാനിങ്ങിൻ്റെ ഒബ്ജക്റ്റീവ് എന്താ? വളർച്ച ഉണ്ടാക്കുക, മോഡേണൈസേഷൻ നടക്കുക, സെൽഫ് റിലയൻ്റ് ആക്കുക, ഇക്വിറ്റി കൊണ്ടുവരിക. അപ്പോൾ എന്താണ് ഗ്രോത്ത് എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, നമ്മൾ ഈ 5 ഇയർ പ്ലാൻ കൊണ്ട് എന്താ അച്ചീവ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും ഒബ്ജക്റ്റീവ്സ് നമുക്കുണ്ട്. ഈ ഒബ്ജക്റ്റീവുകൾ ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഓരോ വർഷങ്ങളിൽ അല്ലെങ്കിൽ 5-5 കൊല്ലം കൂടുമ്പോൾ നമുക്ക് നടത്തിക്കൊണ്ടുവരണം. ആ ഒബ്ജക്റ്റീവ്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണത്? ഒന്ന് ഗ്രോത്ത്, അതായത് നമ്മുടെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യുക? വർദ്ധിപ്പിക്കുക. മോഡേണൈസേഷൻ, അതായത് പുതിയ ടെക്നോളജികളും ഐഡിയകളും കൊണ്ടുവന്ന് മാറ്റങ്ങൾ കൊണ്ടുവരിക. സെൽഫ് റിലയൻ്റ്, മറ്റു വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ ഫോറിൻ
ഡിപ്പെൻഡൻസി മാക്സിമം എന്ത് ചെയ്യുക, കുറയ്ക്കുക, സ്വന്തമായി നമ്മൾ കാര്യങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ പഠിക്കുക. ഇക്വിറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരിക്കും, ബേസിക് നീഡ്സ് എല്ലാവരിലേക്കും ഫെയർ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അതായത് ഈക്വലായിട്ട് എന്ത് ചെയ്യുന്നു, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക സാധനങ്ങളെല്ലാം. അപ്പോൾ ഇതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ 1950 പ്ലാനിംഗ് കമ്മീഷൻ വരുന്നതിന് ശേഷം നമ്മൾ ഈ പറഞ്ഞ ഒബ്ജക്റ്റീവുകളൊക്കെ നടത്തിയെടുത്തത് എന്തിലൂടെയാണ്, 5 ഇയർ പ്ലാനിലൂടെയാണ്. നമ്മുടെ USSR എന്ന് പറയുന്ന രാജ്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഈ USSRന്റെ മോഡലിൽ നിന്നാണ് നമ്മൾ 5 ഇയർ പ്ലാൻ കൊണ്ടുവരുന്നത്. ഈ 5 ഇയർ പ്ലാൻ നമ്മുടെ ഇന്ത്യയിൽ കൊണ്ടുവന്നതിന് പിന്നിലുള്ള വ്യക്തിയാണ് ഈ കാണുന്ന PC മെഹലനോബിസ്, ആർക്കിടെക്ട് ഓഫ് ദ 5 ഇയർ പ്ലാൻ ഓഫ് ഇന്ത്യ. ഓക്കെ, ഇദ്ദേഹം ഒരു എക്കണോമിസ്റ്റ് ആണ്. ഇദ്ദേഹമാണ് എന്ത് ചെയ്യുന്നത്, ആദ്യത്തെ 5 ഇയർ പ്ലാൻ അല്ലെങ്കിൽ 5 ഇയർ പ്ലാനുകളുടെ ശില്പി. അങ്ങനെയുള്ളൊരു പ്ലാനിംഗ് കമ്മീഷൻ 1950 നിലവിൽ വന്നതെന്ന് പറഞ്ഞു. അതിൽ ആരൊക്കെ ഉണ്ടാകും, ഒരു ചെയർമാൻ ഉണ്ടാകും. അതായത് ഇപ്പോൾ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ നമ്മൾ മുന്നേ പഠിച്ചതാണ്, നിങ്ങൾക്ക് ഓർമ്മയില്ലേ, കൃഷിക്കാണ് നമ്മളവിടെ ഇമ്പോർട്ടൻസ് കൊടുത്തത്. ഡാമുകളുടെ നിർമ്മാണം വേണം. അപ്പോൾ ഇതൊക്കെ തീരുമാനിക്കുന്ന ഒരു ആൾക്കാരുണ്ടാവുമല്ലോ, ആ പറയുന്ന ഗ്രൂപ്പിനാണ് നമ്മൾ പ്ലാനിംഗ് കമ്മീഷൻ എന്ന് പറയുന്നത്. ആ പ്ലാനിംഗ് കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരിക്കും, പ്രൈം മിനിസ്റ്റർ ആയിരിക്കും. ഒരു വൈസ് ചെയർമാൻ ഉണ്ട്. പിന്നെ എന്താണ്, നോമിനേറ്റഡ് മെമ്പേഴ്സ് ഫ്രം ദ സെൻട്രൽ ക്യാബിനറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് മന്ത്രിമാരിൽ നിന്ന് നോമിനേറ്റ് ചെയ്ത ആൾക്കാർ. അങ്ങനെ 51 നമ്മൾ ഒന്നാമത്തെ 5 ഇയർ പ്ലാൻ എന്ത് ചെയ്തു, ഇംപ്ലിമെൻറ്റ് ചെയ്തു. പ്ലാനിംഗ് കമ്മീഷൻ 50 വന്നു. അടുത്ത കൊല്ലം എന്ത് പറ്റി, ഫസ്റ്റ് 5 ഇയർ പ്ലാൻ കൊണ്ടുവന്നു. പിന്നെ അങ്ങോട്ട് പോയി എല്ലാ വർഷവും 5 ഇയർ പ്ലാൻ ആയിരുന്നില്ല, ഇടയ്ക്ക് റോളിംഗ് പ്ലാനൊക്കെ വരുന്നുണ്ട്. തൽക്കാലം നമുക്ക് ബുക്കിലുള്ള മാത്രം പഠിച്ചാൽ മതി. ഇത് നോക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1951 ഈ പറഞ്ഞ ഫസ്റ്റ് പ്ലാൻ വന്നത് തൊട്ട് 2014 വരെ നമ്മൾ ഈ പറഞ്ഞ എക്കണോമിക് പ്ലാനിങ് നോക്കിക്കൊണ്ടിരുന്ന ആരായിരുന്നു, പ്ലാനിംഗ് കമ്മീഷനായിരുന്നു. 2014 ശേഷം BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നത് നിങ്ങൾക്കറിയാം. അപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറയുന്ന പ്ലാനിംഗ് കമ്മീഷനെ മാറ്റിയിട്ട് പുതിയൊരു രീതി കൊണ്ടുവന്നു. അതിൻ്റെ പേരാണ് നീതി ആയോഗ്. എന്താണ് നീതി ആയോഗ് എന്ന് വെച്ചാൽ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിങ് ഇന്ത്യയെ മാറ്റിയെടുക്കാൻ വേണ്ടിയുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന രീതിയിൽ പുതിയൊരു സെറ്റപ്പ് കൊണ്ടുവരുന്നു. അതായത് നമ്മുടെ പ്ലാനിംഗ് കമ്മീഷനെ മാറ്റിയിട്ട് നീതി ആയോഗ് എന്ത് ചെയ്യുന്നു, വരുന്നു. അപ്പോൾ 1950 പ്ലാനിംഗ് കമ്മീഷൻ വരുന്നു. ഒബ്ജക്റ്റീവ്സ് എന്താണ്, ഗ്രോത്ത്, മോഡേണൈസേഷൻ, സെൽഫ് റിലയൻസ് ആൻഡ് ഇക്വിറ്റി. ഇത് എത്ര കാലം ഉണ്ടായിരുന്നു, 14 വരെ ഉണ്ടായിരുന്നു അല്ലേ, 14 വരെ ഉണ്ടായിരുന്നു. ഇപ്പോൾ കാര്യങ്ങൾ നോക്കുന്നത് നീതി ആയോഗാണ്. 14 വരെ ഉണ്ടായിരുന്ന പ്ലാനിംഗ് കമ്മീഷനിൽ ഒരു ചെയർമാനും വൈസ് ചെയർമാനും നോമിനേറ്റഡ് മെമ്പേഴ്സുമാണ് ഉണ്ടായിരുന്നത്. അടുത്ത നീതി ആയോഗിലോട്ട് വരാം. അപ്പോൾ നീതി ആയോഗ് എപ്പോഴാണ് വരുന്നത്, 14 എന്ന് പറയുമ്പോൾ പ്ലാനിംഗ് കഴിഞ്ഞ് 2015 ജനുവരി മാസം 1-ാം തീയതിയാണ് നീതി ആയോഗ് എന്ത് ചെയ്യുന്നത്, നിലവിൽ വരുന്നത്. ആരെ റീപ്ലേസ് ചെയ്തുകൊണ്ട്, പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ട്. എയിം എന്തായിരുന്നു, ഇന്ത്യയെ മാറ്റിയെടുക്കുക. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ പറഞ്ഞ മാറ്റങ്ങൾ, നമുക്ക് ആദ്യം ഒരു ചെയർമാൻ, ഒരു വൈസ് ചെയർമാൻ, അത് കഴിഞ്ഞിട്ട് എന്താണ്, കൗൺസിലിൽ നിന്നുള്ള നോമിനേറ്റഡ് മെമ്പേഴ്സാണ് ഉണ്ടായത്. പക്ഷേ ഇപ്പോൾ അത് കുറച്ചുകൂടെ എന്ത് ചെയ്തു, വിപുലീകരിച്ചു. ചെയർമാൻ ഇപ്പോഴും പ്രൈം മിനിസ്റ്റർ തന്നെയാണ്. വൈസ് ചെയർമാനെ നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്യും, നോമിനേറ്റ് ചെയ്യും. അതിനോടൊപ്പം അതിൽ എല്ലാ സ്റ്റേറ്റുകളിലെയും ചീഫ് മിനിസ്റ്റർമാരും യൂണിയൻ ടെറിട്ടറിയിലെ ലെഫ്റ്റനൻറ്റ് ഗവർണർമാരെയും ഉൾപ്പെടുത്തി. മാത്രമല്ല 2 പാർട്ട് ടൈം മെമ്പേഴ്സ് ഉണ്ട്, 4 നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ഉണ്ട്. മാത്രമല്ല ഒരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറും ഉണ്ട്, CEO-യും ഉണ്ട്. ഓക്കെ, ഇനി 4 സെൻട്രൽ മിനിസ്റ്റേഴ്സും അതുപോലെ തന്നെ നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സിനെയും നമ്മുടെ പ്രൈം മിനിസ്റ്റർ എന്ത് ചെയ്യും, നോമിനേറ്റ് ചെയ്യും. അപ്പോൾ മെമ്പേഴ്സിൻ്റെ എണ്ണം കൂടി, അതായത് സ്റ്റേറ്റുകളെയൊക്കെ ഉൾപ്പെടുത്തി കൊണ്ടുപോകും. അപ്പോൾ നല്ലൊരു കാര്യമാണെന്ന് നമുക്ക് പറയാം. അപ്പോൾ 50 വന്ന പ്ലാനിംഗ് കമ്മീഷൻ 50 വന്നു. 51 ഞാൻ പറഞ്ഞത് ഫസ്റ്റ് പ്ലാനിംഗ് കമ്മീഷൻ ഇംപ്ലിമെൻ്റ് ആയതാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് 5 ഇയർ പ്ലാൻ ഇംപ്ലിമെൻ്റ് ചെയ്തതാണ്. അപ്പോൾ 1950 തൊട്ട് 2014 വരെ എന്താണ്, പ്ലാനിംഗ് കമ്മീഷനാണ് ഉണ്ടായിരുന്നത്. 2014 ശേഷം 2015 ജനുവരി മുതൽ എന്ത് വന്നു, നീതി ആയോഗ് വന്നു. ഈ നീതി ആയോഗിൻ്റെ പ്രത്യേകത എന്താണ്, പ്ലാനിംഗ് കമ്മീഷനെ പോലെയുള്ള സ്ട്രക്ചറിൽ തന്നെ വ്യത്യാസമുണ്ട്. അതായത് നേരത്തെ വെറും 4 മെമ്പേഴ്സ് ഉണ്ടായിരുന്നു, ഇപ്പോൾ പ്രൈം മിനിസ്റ്റർ ഉണ്ട്, വൈസ് ചെയർമാൻ ഉണ്ട്, എല്ലാ സ്റ്റേറ്റിലെയും ചീഫ് മിനിസ്റ്റർമാരും എല്ലാ യൂണിയൻ ടെറിട്ടറിയിലെയും ലെഫ്റ്റനന്റ് ഗവർണർമാരും ഉണ്ട്. അതുപോലെ തന്നെ പാർട്ട് ടൈം മെമ്പേഴ്സ് ഉണ്ട്, നോൺ ഒഫീഷ്യൽ മെമ്പേഴ്സ് ഉണ്ട്, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഉണ്ട്, സെൻട്രൽ മിനിസ്റ്റർമാരും ഒക്കെ ഉണ്ട്. ഇതെല്ലാം പ്രൈം മിനിസ്റ്ററിൻ്റെ കയ്യിലാണ് എന്നുള്ളതാണ് വേറൊരു കാര്യം. അടുത്ത പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്, നേരത്തെ ഒബ്ജക്റ്റീവ് പറഞ്ഞല്ലേ, ഗ്രോത്ത്, മോഡേണൈസേഷൻ. അതുപോലെ നീതി ആയോഗിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ടു ക്രിയേറ്റ് എ വിഷൻ ഫോർ ഇന്ത്യാസ് ഡെവലപ്മെൻറ്റ് പ്രയോറിറ്റീസ് ആൻഡ് പ്ലാൻ അല്ലേ, ഇന്ത്യയുടെ ഡെവലപ്മെൻറ്റ് പ്രയോറിറ്റീസിന് ഒരു വിഷൻ കൊടുക്കുക. ടു പ്രൊമോട്ട് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് ഇൻക്ലൂസീവ് ഗ്രോത്ത് അല്ലേ, സുസ്ഥിര വികസനവും എല്ലാവരെയും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഗ്രോത്ത്. അതാണ് ഇൻക്ലൂസീവ് ഗ്രോത്ത് എന്ന് വെച്ചാൽ ഒരു സ്ഥലത്തിനോ ഒരു മേഖലയ്ക്കോ അല്ല, എല്ലാവരെയും കൂടെ കൂട്ടിയുള്ള ഗ്രോത്ത്.
ടു പ്രൊമോട്ട് എക്കണോമിക് ഗ്രോത്ത് ത്രൂ ഇന്നൊവേഷൻ, എൻ്റർപ്രണർഷിപ്പ് ആൻഡ് ജോബ് ക്രിയേഷൻ. അല്ലേ, കണ്ടുപിടുത്തങ്ങളിലൂടെ പുതിയ എൻ്റർപ്രണർഷിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സംരംഭകത്വം എന്ന് വെച്ചാൽ എന്താ? പുതിയ ബിസിനസ് തുടങ്ങുന്നതിലൂടെ, അതിലൂടെ ജോലി ക്രിയേറ്റ് ചെയ്യുന്നതിലൂടെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കുക. കൊളാബറേറ്റ് വിത്ത് ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസ് ആൻഡ് കൺട്രീസ് ടു ലിവറേജ് ഗ്ലോബൽ ഡൈവേഴ്സിറ്റി ആൻഡ് റിസോഴ്സസ്. അല്ലെ, നമ്മുടെ രാജ്യത്ത് തന്നെ നിൽക്കാതെ വിദേശത്ത് പോയിട്ട് അല്ലെങ്കിൽ വിദേശത്തുള്ള ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസുമായിട്ട് എന്ത് ചെയ്യുക? അല്ലെ, അവരുടെ കൂടെ കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്യുക. ടു ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെന്റ് സ്ട്രാറ്റജിക് ആൻഡ് ലോങ് ടേം പോളിസീസ് ആൻഡ് പ്രോഗ്രാംസ്. അല്ലെ, ലോങ് ടേം പോളിസികളും പ്രോഗ്രാംസും എന്ത് ചെയ്യുക? ക്രിയേറ്റ് ചെയ്യുക. അപ്പോൾ ഇത് പഠിച്ചു വയ്ക്കുക, ഇമ്പോർട്ടൻ്റ് ആണ്. നീതി ആയോഗിന് പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഇന്ത്യയുടെ ഡെവലപ്മെന്റൽ പ്രയോറിറ്റീസ് മനസ്സിലാക്കിക്കൊണ്ട് പ്ലാനുകൾ ഉണ്ടാക്കിയെടുക്കുക. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റും ഇൻക്ലൂസീവ് ഗ്രോത്തും കൊണ്ടുവരിക. എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കുക. എന്തിലൂടെ? ഇന്നൊവേഷനിലൂടെ, എന്റർപ്രണർഷിപ്പിലൂടെ, ജോബ് ക്രിയേഷനിലൂടെ, ഇന്റർനാഷണൽ ഓർഗനൈസേഷൻസുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുക. അതുപോലെ ലോങ് ടേം പോളിസീസ് ഉണ്ടാക്കിയെടുക്കുക. ഇനിയാണ് കാര്യം. നമ്മുടെ ഇന്ത്യയിൽ ആദ്യം പറഞ്ഞല്ലോ, ഈ പറയുന്ന 1950 പ്ലാനിംഗ് കമ്മീഷൻ വരുമ്പോഴത്തേക്കും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് എന്തിനെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് പ്രധാനമായിട്ടും എന്തിനാണ്? പബ്ലിക് സെക്ടറാണ്. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ മിക്സഡ് എക്കോണമി അല്ലേ? അതെ, മിക്സഡ് എക്കോണമിയാണ്. അവിടെ പ്രൈവറ്റ് ഉണ്ടെങ്കിലും അധികാരങ്ങൾ കൂടുതലും പബ്ലിക് സെക്ടറിൻ്റെ കയ്യിലായിരുന്നു. അതായത് കാര്യങ്ങളൊക്കെ ഗവൺമെൻറ്റാണ് കൺട്രോൾ ചെയ്യുന്നത്. ഒരു ഉദാഹരണം ഞാൻ പറയട്ടെ. നിങ്ങൾ ഈ ഒരു ഞാൻ പറയുന്ന 1991 അല്ലെങ്കിൽ 2000 മുന്നേ വരെയുള്ള നമ്മുടെ മലയാള സിനിമയിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കവിടെ പ്രധാനമായിട്ടും കാണാൻ പറ്റുന്ന കാർ ഏതായിരിക്കും? അപ്പോൾ നിങ്ങൾ പറയും അംബാസിഡർ ആയിരിക്കും. കൂടിപ്പോയി കഴിഞ്ഞാൽ കോണ്ടസ് കാണാൻ പറ്റും. ഇനി കാശുകാരൻ്റെ കയ്യിൽ ചിലപ്പോൾ വലിയ ബെൻസും കാണും. ഈ വണ്ടികളൊക്കെ കാണുള്ളൂ. എന്നാൽ 2000 ശേഷം ഇറങ്ങിയ സിനിമകൾ നോക്കിയാൽ നമുക്ക് പല വെറൈറ്റി വണ്ടികളാണ് നമ്മുടെ നാട്ടിലുള്ളത്. അല്ലേ, അതെന്തുകൊണ്ടാണ് സംഭവിച്ചത്? ഈ ഒരു ചെറിയ കാലഘട്ടം, അതായത് കറക്റ്റ് പറഞ്ഞാൽ 1991 ശേഷവും 1991 മുന്നും നമ്മുടെ ഇന്ത്യ ഡിഫറൻ്റ് ആയിട്ടുള്ള 2 സിറ്റുവേഷൻസിലായിരുന്നു. അപ്പോൾ ഈ 91 എന്ത് സംഭവിച്ചു? അതാണ് നമ്മൾ പറയാൻ പോകുന്നത്. അന്ന് വരെ 91 എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ആരാണ്? PV നരസിംഹറാവു ആണ് പ്രൈം മിനിസ്റ്റർ. അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ ആണ് പിന്നീട് നമ്മുടെ പ്രൈം മിനിസ്റ്റർ ആയിട്ടുള്ള മൻമോഹൻ സിംഗ്. അപ്പോൾ ഈ മൻമോഹൻ സിംഗ് എന്ന് പറയുന്ന ഫിനാൻസ് മിനിസ്റ്ററിൻ്റെ കാലഘട്ടത്തിൽ നമ്മുടെ ഇന്ത്യ മാത്രമല്ല ലോകത്ത് മുഴുവൻ സാമ്പത്തിക മാന്ദ്യം ഉണ്ടായി, എക്കണോമിക് ക്രൈസിസ് ഉണ്ടായി. അപ്പോൾ ഈ എക്കണോമിക് ക്രൈസിസിനെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയൊരു നയം കൊണ്ടുപോകും. ആ നയത്തിൻ്റെ പേരാണ് എക്കണോമിക് റിഫോംസ് ഓഫ് 1991, അല്ലെങ്കിൽ നമ്മളിതിനെ ന്യൂ എക്കണോമിക് പോളിസി എന്നും പറയും. അതായത് അന്ന് വരെ നമ്മുടെ ഇന്ത്യയിൽ ഒരു പുതിയ ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ ബിസിനസ് നടത്തിക്കൊണ്ട് പോകാനോ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. എല്ലാത്തിനും ലൈസൻസ് ആവശ്യമാണ്, പെർമിറ്റ് ആവശ്യമാണ്, കോട്ട വേണം. എന്ന് വെച്ചാൽ പല കാര്യങ്ങളിലും, ഇപ്പോൾ വാഹനം നിർമ്മിക്കാനായിക്കോട്ടെ, ഫുഡിൻ്റെ മേഖല ആയിക്കോട്ടെ, വിദേശത്തു നിന്നുള്ളൊരു കമ്പനിക്ക് ഇന്ത്യയിലോട്ട് വരാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല. ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് പെർമിറ്റും ഗവൺമെൻറ്റിൻ്റെ സാങ്ഷനും ഒക്കെ ഉണ്ടെങ്കിൽ തുടങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ നോർമലി ആരും ഇങ്ങോട്ട് വരത്തില്ല. മാത്രമല്ല നമ്മൾ ഇമ്പോർട്ട് ഡ്യൂട്ടിയൊക്കെ ഭയങ്കര കൂടുതലായിരുന്നു. വിദേശത്തു നിന്നൊരു സാധനം ഇങ്ങോട്ട് കൊണ്ടുവരണമെങ്കിൽ ഒരുപാട് ടാക്സ് ഗവൺമെൻറ്റിന് കൊടുക്കണം. അപ്പോൾ അതൊന്നും ലാഭകരമായിട്ടൊരു കാര്യമായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഇന്ത്യ ഗവൺമെൻറ് തന്നെയാണ് ഒരു തരത്തിൽ സോഷ്യലിസത്തിൻ്റെ ഒക്കെ അല്ലേ, നമ്മൾ സോഷ്യലിസ്റ്റ് എക്കോണമിയിലൊക്കെ പഠിച്ച പോലെ ഗവൺമെൻറ് തന്നെയാണ് കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്തത്. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? LPQ എന്ന് പറയുന്നത്, ലൈസൻസ്, പെർമിറ്റ്, കോട്ടാസ് ആയിരുന്നു. അതായത് പ്രൈവറ്റ് സെക്ടർ വാസ് കൺട്രോൾഡ് ത്രൂ ലൈസൻസ്, പെർമിറ്റ് ആൻഡ് കോട്ട എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് കുറവായിരുന്നു, വിദേശത്തു നിന്നുള്ള കമ്പനികൾ കുറവായിരുന്നു. അതായത് എല്ലാം സർക്കാരിൻ്റെ കയ്യിൽ മാത്രം. അതായത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കി, പ്രൈവറ്റ് ആശുപത്രികളില്ല, സർക്കാർ ആശുപത്രി അതായത് ഉണ്ടെങ്കിൽ വളരെ ചെറുത് മാത്രം, സർക്കാർ സ്കൂളുകൾ മാത്രം. അപ്പോൾ എല്ലാം സർക്കാരിലോട്ട് പോയപ്പോൾ പറ്റിയെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അടിസ്ഥാനപരമായിട്ടുള്ള പട്ടിണിയും പ്രശ്നങ്ങളൊക്കെ മാറിയെങ്കിലും ഒരു വളർച്ച നമുക്ക് കൈവരിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്ന് ഓൾറെഡി ചിന്തകളും സംസാരങ്ങളും ചർച്ചകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ 91 കാലഘട്ടത്തിൽ ഒരു വലിയ എക്കണോമിക് ഡിപ്രഷൻ ഉണ്ടായി. അത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഫുള്ള് കടക്കെണിയിലോട്ട് എത്തി എന്ന് വേണം പറയാൻ. അതായത് എന്തൊക്കെ കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഈ റിഫോംസ് കൊണ്ടുവരേണ്ടി വന്നത്? ഫാക്ടേഴ്സ് ദാറ്റ് ലെഡ് ഇന്ത്യ ടു ദ എക്കണോമിക് റിഫോംസ് നമുക്ക് നോക്കാം. 1, എക്കണോമിക് ക്രൈസിസ് ഓഫ് ഇന്ത്യ കോസ്ഡ് ബൈ ഹൈ ഫിസിക്കൽ ഡെഫിസിറ്റ് ആൻഡ് ഡിക്ലൈൻ ഇൻ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്. അതായത് നമ്മൾ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വരവിനേക്കാൾ കൂടുതൽ ചിലവാണ്. ഫിനാൻഷ്യലി നമ്മൾ ഡെറ്റിലാണെന്ന് വെച്ചാൽ നമുക്ക് ഓരോ വർഷത്തെ ബഡ്ജറ്റ് എടുക്കുമ്പോഴും നമ്മുടെ വരവിനേക്കാൾ കൂടുതൽ നമുക്ക് ചിലവാണ്. അതായത് നമ്മൾ കടം വാങ്ങിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. നമ്മുടെ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന് പറഞ്ഞാൽ ഡിക്ലൈൻ സംഭവിച്ചു. അപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മുടെ രൂപയുടെ മൂല്യം
എന്ന് പറയുന്നത് നമ്മുടെ കയ്യിലുള്ള ഫോറിൻ എക്സ്ചേഞ്ച് റിസർവുമായിട്ട് ബന്ധമുണ്ട്. അതായത് രൂപയുടെ മൂല്യം അങ്ങ് കുത്തനെ ഇടിഞ്ഞു, നമ്മുടെ രൂപയ്ക്ക് ഒരു വിലയില്ലാട്ടായി. എന്ന് വെച്ചാൽ വേറൊരു അർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ വിദേശത്ത് നിന്ന് പല സാധനങ്ങളും വാങ്ങേണ്ട ആവശ്യമുണ്ട്. പെട്രോൾ ആയിക്കോട്ടെ, സ്വർണ്ണം ആയിക്കോട്ടെ. അപ്പോൾ അതൊക്കെ വേണമെങ്കിൽ നമ്മൾ വിദേശ നാണ്യങ്ങൾ എന്ത് ചെയ്യണം? നമ്മൾ RBIയുടെ ഫംഗ്ഷൻ പഠിച്ചപ്പോൾ പറഞ്ഞു അല്ലേ, കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച്. അപ്പോൾ ഈ ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന് വെച്ചാൽ നമുക്ക് ഒരു സമയം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിദേശത്ത് നിന്ന് പെട്രോളോ ഒന്നും വാങ്ങാനുള്ള കാശ് പോലും ഇല്ലാത്ത ഒരു ഗവൺമെൻറ്റായി നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് മാറിക്കൊണ്ടിരുന്നു. അത് ഒന്നാമത്തെ റീസൺ. ഇതാണ് മെയിൻ റീസൺ. അടുത്ത രണ്ടാമത്തെ റീസൺ ഇൻഎഫിഷ്യൻസി ഓഫ് ദ പബ്ലിക് സെക്ടർ. അത് ഞാൻ പറഞ്ഞല്ലോ അല്ലേ, എല്ലാം ഗവൺമെൻറ്റിൻ്റെ കയ്യിലാവുമ്പോൾ നമുക്കറിയാം ഗവൺമെൻറ് കാര്യങ്ങളൊക്കെ നന്നായിട്ട് ചെയ്യുമെങ്കിലും ഒരു ക്വാളിറ്റിയുടെ ഇഷ്യൂ എല്ലായിടത്തും വരും അല്ലേ. കാരണം സ്വന്തം ഒരു കമ്പനി നടത്തിക്കൊണ്ട് പോകുന്ന പോലെ ഒരിക്കലും സർക്കാർ ഉദ്യോഗസ്ഥർക്കോ സർക്കാരിനോ ഒരു കമ്പനി നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തില്ല. അവിടെ അഴിമതി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊരു ഇൻഎഫിഷ്യൻ്റാണ്. നിങ്ങൾ സർക്കാർ ഗവൺമെൻറ് സ്ഥാപനങ്ങളിൽ പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ വ്യത്യാസം മനസ്സിലാക്കാനായിട്ട് പറ്റും. അടുത്ത ചേഞ്ചസ് ഇൻ ദ വേൾഡ് മാർക്കറ്റ്, അതായത് ആർഗ്യുമെൻ്റ് ഇൻ ദ ഫേവർ ഓഫ് ദ ഫ്രീ മാർക്കറ്റ്. അതായത് നമ്മുടെ മാർക്കറ്റ് റെഗുലേഷൻസ് വരുന്നു. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്ന് വരെ നമുക്ക് പറഞ്ഞല്ലോ അതായത് ഈ വേൾഡ് ബാങ്ക് അതുപോലെ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ, ഈ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ പോലെയുള്ള ഓർഗനൈസേഷൻസ് രാജ്യങ്ങളെ നിർബന്ധിക്കാൻ തുടങ്ങി. അതായത് നിങ്ങൾ ഈ വിദേശത്ത് നിന്നുള്ള ഫണ്ടൊക്കെ ഇങ്ങോട്ട് വരുന്നു അല്ലെങ്കിൽ എക്സ്പോർട്ടിന് തടയുന്ന ആ നിയമങ്ങളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യണം? എടുത്ത് മാറ്റിയിട്ട് മാർക്കറ്റുകളെ ഓപ്പൺ ആക്കണം. അതായത് വിദേശത്തുള്ള കമ്പനികൾക്കും നമ്മുടെ നാട്ടിലുള്ളവർക്കും ഒരുമിച്ച് ഒരു മാർക്കറ്റിൽ കോമ്പീറ്റ് ചെയ്യാനുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ഫ്രീ മാർക്കറ്റ് കൊടുക്കണം എന്ന ചർച്ചകൾ ഇങ്ങനെ ഒരു വശത്ത് നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അടുത്ത 4 എക്കണോമിക് ക്രൈസിസ് കോസ്ഡ് ബൈ ദ ഗൾഫ് വാർ. അതായത് ഗൾഫ് വാർ അറിയാലോ, നമ്മുടെ സദ്ദാം ഹുസൈൻ്റെ ഇറാഖ് അല്ലേ, അതെ ഇറാഖ് എന്ത് ചെയ്യുന്നു? കുവൈറ്റിന് പെട്ടെന്നൊരു രാത്രി കയറി അറ്റാക്ക് ചെയ്യുന്ന ഒരു സംഭവമാണ് ഈ ഗൾഫ് വാർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഗൾഫ് വാർ, കുവൈറ്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ എണ്ണയുടെ ക്യാപിറ്റലാണ് അല്ലേ, ഇവിടെ നിന്നാണ് ഓയിൽ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യുന്ന രാജ്യങ്ങളൊന്നാണ്, സൗദി പോലെ. അപ്പോൾ ഈ കുവൈറ്റിൽ യുദ്ധം നടന്നത് അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഭയങ്കര പ്രശ്നങ്ങളുണ്ടായി. അങ്ങനെ ഫ്യൂവലിൻ്റെ കാര്യത്തിലൊക്കെ വലിയ പ്രതിസന്ധിയൊക്കെ ഉണ്ടായി. അങ്ങനെ അതൊരു വശത്ത് പ്രശ്നങ്ങൾക്ക് കാരണമായി. 5 എക്കണോമിക് ഗ്രോത്ത് ഇൻ ദ ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ത്രൂ ഇൻഡസ്ട്രിയലൈസേഷൻ ആൻഡ് ലിബറലൈസേഷൻ. നമ്മുടെ ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ആയിട്ടുള്ള ചൈന അതുപോലെ തന്നെ ജപ്പാൻ പോലെയുള്ള രാജ്യങ്ങളൊക്കെ നമ്മൾ നോക്കിയപ്പോഴത്തേക്കും അവർ ഈ പറയുന്ന ലിബറലൈസേഷൻ കൊണ്ടുവന്നതിലൂടെ എന്ന് വെച്ചാൽ കമ്പനി പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ തുടങ്ങാനായിട്ടുള്ള നൂലാമാലകളൊക്കെ അവരൊന്ന് കുറച്ചു കൊടുത്തു. കുറച്ച് ഈസി ആയിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തു. അപ്പോൾ എന്ത് പറ്റി? അങ്ങനത്തെ ഒരു അവസരം ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവിടത്തെ രാജ്യങ്ങൾ, ഉദാഹരണം ചൈന ഒരു സമയത്ത് ഒന്നുമില്ലാത്ത ഇന്ത്യയേക്കാൾ 49 എന്ത് ചെയ്യുന്നത്? ചൈന റിപ്പബ്ലിക് ആകുന്നത്. ഓക്കെ, നമ്മൾ 47 കഴിഞ്ഞിട്ട് ചൈനയായി. പക്ഷേ ഈ ചൈന അന്ന് ഒന്നും ഇല്ലാത്തൊരു സ്ഥലമാണ് അല്ലേ. ജപ്പാനൊക്കെ കയറിയേറ്റേക്ക് ജപ്പാനൊക്കെ കിട്ടില്ല ഞങ്ങൾ. പക്ഷെ പെട്ടെന്ന് ചൈന എന്ത് ചെയ്തു? ഒരു വൻ എക്കണോമിക് ശക്തിയായിട്ട് മാറി. എന്തുകൊണ്ടാണ്? അവിടെ ഈ പറയുന്ന മാനുഫാക്ചറിങ്ങും പ്രൊഡക്ഷനും ഒക്കെ കൂട്ടിയത് കൊണ്ടാണ്. അപ്പോൾ അങ്ങനെ തൊട്ടടുത്ത രാജ്യം വലുതാകുമ്പോൾ നമുക്ക് തോന്നത്തില്ല നമുക്ക് അതുപോലെ ചെയ്ത് രക്ഷപ്പെടാമെന്ന്. അത് അടുത്ത 6ാമത് വരുന്നതാണ് കണ്ടീഷൻസ് ഇമ്പോസ്ഡ് ബൈ ദ വേൾഡ് ബാങ്ക് ആൻഡ് IMF. നിങ്ങളിവിടെ കണ്ടോ, നമ്മൾ ഡെഫിസിറ്റിലാണ്, നമ്മൾ കടത്തിലാണ്. നമ്മൾ എവിടുന്നാണ് കടം വാങ്ങുന്നത്? പ്രധാനമായിട്ട് നമ്മൾ കടം വാങ്ങുന്ന 2 സ്ഥാപനങ്ങളാണ്, വേൾഡ് ബാങ്കും അതുപോലെ ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടായിട്ടുള്ള IMF. അപ്പോൾ ഇവരിൽ നിന്ന് കടം വാങ്ങിച്ചപ്പോഴത്തേക്കും അവരുടേതായിട്ടുള്ള കുറേ കണ്ടീഷൻസ് എന്ത് ചെയ്യാൻ തുടങ്ങി? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ അടുത്ത് പറയാൻ തുടങ്ങി. നിങ്ങൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം, ഇന്ന മേഖലകളിൽ നിങ്ങൾ പ്രൈവറ്റൈസേഷൻ കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞിട്ട് നിർബന്ധിച്ചു. അപ്പോൾ ഈ നിർബന്ധങ്ങൾക്കൊക്കെ വഴങ്ങി അല്ലെങ്കിൽ ഈ സാഹചര്യങ്ങളൊക്കെ മനസ്സിലാക്കി അന്ന് അത്യാവശ്യം വിദ്യാഭ്യാസം ഉണ്ടായിരുന്ന നമ്മുടെ മൻമോഹൻ സിംഗ് എന്ത് ചെയ്യുന്നു? പുതിയ സാമ്പത്തിക നയം കൊണ്ടുവരുന്നു. പുതിയ സാമ്പത്തിക നയം കൊണ്ടുവരുന്നതിനകത്ത് പ്രധാനമായിട്ട് 3 കാര്യങ്ങളാണ് വരുന്നത്. വേറൊന്നുമല്ല, ഇന്ത്യൻ എക്കോണമിയെ ലിബറലൈസ് ചെയ്യുക. എന്ത് ചെയ്യുക? ലിബറലൈസ് ചെയ്യുക. പ്രൈവറ്റ് സെക്ടറിനെ എന്ത് ചെയ്യുക? വളർത്തുക. നമ്മുടെ മാർക്കറ്റിനെ ഓപ്പൺ ആക്കി കൊടുത്ത് ഒരു ഗ്ലോബൽ മാർക്കറ്റ് ഉണ്ടാക്കിയെടുക്കുക. ഇപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ പ്രധാനപ്പെട്ട റിഫോംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം പറഞ്ഞല്ലോ പ്രൈവറ്റ് കമ്പനികളൊക്കെ തുടങ്ങുക എന്ന് വെച്ചാൽ വലിയ ബുദ്ധിമുട്ടാണ്. സോ ടു ലിബറലൈസ് ദ ഇന്ത്യൻ എക്കോണമി ആൻഡ് ഓപ്പൺ ഇറ്റ് ടു ദ വേൾഡ് എക്കോണമി. ഇന്ത്യൻ എക്കോണമി ലിബറലൈസ് ചെയ്യുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മുതൽ വിദേശത്തുള്ള കമ്പനികൾക്ക് നമ്മുടെ നാട്ടിൽ വരാം, സ്ഥാപനം തുടങ്ങാം, സ്ഥാപനം നടത്താം, സാധനങ്ങൾ വിൽക്കാം. ടു ഡീറെഗുലേറ്റ് ദ പ്രൈവറ്റ് സെക്ടർ. അതായത് കണ്ടല്ലോ നേരത്തെ സാങ്ഷൻസും അല്ലേ ഭയങ്കര നൂലാമാലയാണ്, അതൊക്കെ അങ്ങ് ലിബറലാക്കി കൊടുത്തു. ടു റെഡ്യൂസ് ദ ഗവൺമെൻറ് റെഗുലേഷൻസ് ഇൻ വേരിയസ് സെക്ടർ. അല്ലെ, ഗവൺമെൻറ്റിൻ്റെ റെഗുലേഷൻസ് പല സെക്ടറുകളിൽ നിന്ന് മാറ്റി. അതായത് ഇപ്പോൾ ഫുഡ് പ്രൊഡക്ഷൻ, ഓയിൽ ആൻഡ് ഗ്യാസ്, ഇതൊക്കെ സർക്കാരിന് മാത്രമേ അവിടെ കമ്പനിയും കാര്യങ്ങളും നടത്താൻ പറ്റുമായിരുന്നു, അതൊക്കെ എടുത്ത് മാറ്റി കൊടുത്തു. ടു റിമൂവ് ദ ട്രേഡ് റെസ്ട്രിക്ഷൻസ് വിത്ത് ഫോറിൻ കൺട്രീസ്. കണ്ടോ, ഫോറിൻ കൺട്രീസുമായിട്ടുള്ള ട്രേഡ് റെസ്ട്രിക്ഷൻസ് ഒക്കെ എടുത്ത് മാറ്റി. അങ്ങനെ ഇത് 3 കൂടെ കൊണ്ടുവന്നപ്പോഴത്തേക്ക് നമ്മുടെ രാജ്യത്ത് എന്ത് വന്നു? പുതിയ എക്കണോമിക് റിഫോംസ് കൊണ്ടുവന്നു. അതായത് ഈ പറയുന്ന LPG അല്ലെങ്കിൽ LPQയിൽ നിന്നും എന്തോട്ട് മാറി? LPGയിലോട്ട് മാറി.
അതായത് ഈ പറഞ്ഞ ലൈസൻസിങ്ങും അതുപോലെ തന്നെ എന്താണ് പെർമിഷൻസും കോട്ടയും ഒക്കെ ഉണ്ടെങ്കിലേ സ്ഥാപനങ്ങൾ തുടങ്ങാൻ പറ്റൂ എന്നുള്ളത് മാറ്റിയിട്ട് പുതിയ 3 കാര്യങ്ങൾ കൊണ്ടുവന്നു. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ. രണ്ടും കൂടെ വന്നപ്പോൾ അതിനോടൊപ്പം തന്നെ വന്നൊരു മറ്റൊരു സാധനമാണ് ഗ്ലോബലൈസേഷൻ. 3 എന്താ നമുക്ക് നോക്കാം. അപ്പോൾ ഇത് ഓരോന്നും എന്താണെന്ന് നോക്കാം. എന്താണ് ലിബറലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ലിബറൽ ആകുക, അല്ലെ നിങ്ങളുടെ പരീക്ഷ ഹാളിൽ നിൽക്കുക വരുന്ന എക്സാമിനർ കുറച്ച് ലിബറൽ ആണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു സന്തോഷമൊക്കെ കിട്ടും ഇല്ലേ. അല്ലെങ്കിൽ നിങ്ങളുടെ ക്ലാസ് ടീച്ചർ അല്ലെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പൾ ഇച്ചിരി ലിബറൽ ആയി കഴിഞ്ഞാൽ നമ്മളുടെ മുകളിൽ ഉണ്ടായിരുന്ന ആ ഒരു കൺട്രോൾ ഒന്ന് കുറയുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ എന്താണ് ലിബറലൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, liberalization is an economic policy that gives a country's economy more freedom by relaxing restrictions imposed on various sectors to promote economic growth and development. അപ്പോൾ ഓരോ സെക്ടറിന് മേലും സർക്കാർ ചുമത്തിയിരുന്ന റെസ്ട്രിക്ഷൻസ് റിലാക്സ് ചെയ്ത് കൊടുത്തുകൊണ്ട് സെക്ടേഴ്സിനെ ഒന്ന് ഫ്രീ ആയിട്ട് വളരാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, ലിബറലൈസേഷൻ എന്ന് വിളിക്കുന്നത്. സോ ഇറ്റ് ഈസ് ദ ചേഞ്ച്. അല്ലെ എന്താണ് ചേഞ്ച്? എന്താണ് കൺട്രിയുടെ എക്കോണമി എന്ത് കൊടുക്കുന്നു? ഫ്രീഡം കൊടുക്കുന്നു, റെസ്ട്രിക്ഷൻസ് എടുത്ത് കളയുന്നു, അങ്ങനെ എക്കണോമിക് ഗ്രോത്ത് ഉണ്ടാക്കി എടുക്കും. ഓക്കെ, ഇതെങ്ങനെയൊക്കെയാണ് നമ്മൾ കൊടുക്കുന്നത്? ഇൻഡസ്ട്രിയൽ സെക്ടറിൽ റിഫോംസ് കൊണ്ടുവരിക, ഫിനാൻസ് സെക്ടറിൽ റിഫോംസ് കൊണ്ടുവരിക. നിങ്ങൾ ഈ പറയുന്ന 91 ശേഷം വന്ന ബാങ്കുകളെ ന്യൂ ജനറേഷൻ ബാങ്കുകൾ എന്ന് വിളിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് പഠിച്ചത് ഓർക്കുന്നില്ലേ? കണ്ടോ, ഇതാണ് സംഭവം. അപ്പോൾ അന്ന് വരെ ബാങ്ക് തുടങ്ങാനുണ്ടായിരുന്ന റെസ്ട്രിക്ഷൻസ് ഒക്കെ എടുത്ത് മാറ്റിയപ്പോൾ പുതിയ കമ്പനികൾക്ക് ബാങ്ക് തുടങ്ങാൻ വന്നു. ടാക്സ് റിഫോംസ് കൊണ്ടുവന്നു, ഇമ്പോർട്ട് ഡ്യൂട്ടിയും കാര്യങ്ങളൊക്കെ കുറച്ചു, അങ്ങനെ കുറച്ചുകൂടെ ഫ്രീ ആക്കി. ഫോറിൻ എക്സ്ചേഞ്ചിൽ റിഫോംസ് കൊണ്ടുവന്നു, അതുപോലെ ഫോറിൻ ട്രേഡിലും മാറ്റങ്ങൾ കൊണ്ടുവന്നു. അപ്പോൾ ഈസി ആയിട്ട് ഇവിടെയുള്ള രാജ്യങ്ങൾക്ക് വിദേശ രാജ്യങ്ങളുമായിട്ട് കണക്ട് ആകാനും സ്ഥാപനങ്ങൾ ഉണ്ടാക്കാനും ബിസിനസ് നടത്താനും ഒക്കെ പറ്റും. അപ്പോൾ ഈ പറയുന്ന പ്രധാനപ്പെട്ട ഏരിയകളിലാണ് കൂടുതലായിട്ട് ലിബറലൈസേഷൻ വന്നത്. അടുത്ത് വരുന്നതാണ് പ്രൈവറ്റൈസേഷൻ. പ്രൈവറ്റൈസേഷൻ എന്ന് പറഞ്ഞ പേരിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ പറഞ്ഞല്ലോ, ആദ്യ കാലത്ത് പല കാര്യങ്ങളും നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ കയ്യിൽ മാത്രമായിരുന്നു. എന്നാൽ ഇതൊന്നും മാറ്റിക്കൊടുക്കുക. റെഡ്യൂസിങ് ദ റോൾ ഓഫ് പബ്ലിക് സെക്ടർ ആൻഡ് പ്രൊവൈഡിങ് മോർ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ദ പ്രൈവറ്റ് സെക്ടർ. അല്ലേ, പബ്ലിക് സെക്ടർ എല്ലായിടത്തും പബ്ലിക് സെക്ടറിൻ്റെ കയ്യിൽ ഇരിക്കാതെ എന്ത് ചെയ്തു, കാര്യങ്ങൾ പ്രൈവറ്റിനും കൂടെ വിട്ടുകൊടുത്തു. എങ്ങനെ വിട്ടുകൊടുത്തു? അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്. എന്താണ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ? ഇൻവെസ്റ്റ്മെൻറ്റിനെ ആക്കി വിടുക എന്ന് വെച്ചാൽ അർത്ഥം എന്താ? സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്ന സ്ഥാപനങ്ങൾ പലതും പ്രൈവറ്റുകൾക്ക് വിട്ടുകൊടുക്കുക. സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്ന സ്ഥാപനങ്ങൾ പലതും പ്രൈവറ്റിന് വിട്ടുകൊടുക്കുക. എങ്ങനെയൊക്കെ കൊടുക്കാൻ പറ്റും? ഹോൾസെയിലായിട്ട് കൊടുക്കാൻ പറ്റും, ഷെയർ സ്കെയിലായിട്ട് കൊടുക്കാൻ പറ്റും, ഞാൻ പറഞ്ഞത് മാറിപ്പോ അല്ലേ. ഹോൾസെയിലായിട്ട് കൊടുക്കാൻ പറ്റും, ഷെയർ സെയിലായിട്ട് കൊടുക്കാൻ പറ്റും, ക്യാപിറ്റൽ സെയിലായിട്ട് കൊടുക്കാൻ പറ്റും, സ്ട്രാറ്റജിക് സെയിലായിട്ട് കൊടുക്കാൻ പറ്റും. ഓരോന്നും വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നോക്കിക്കോ, എന്താണ് പ്രൈവറ്റൈസേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ? ഇറ്റ് ഈസ് എ പ്രോസസ് ഓഫ് റെഡ്യൂസിങ് ദ റോൾ ഓഫ് ദ പബ്ലിക് സെക്ടർ ആൻഡ് providing more opportunity for the private sector through disinvestment. So it is the most important of the privatization process and is implemented through the sale of shares. ഷെയറിൻ്റെ സെയിലുകളിലൂടെയാണ് നമ്മൾ ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ് നടക്കുന്നത്. ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഹോൾസെയിലായിട്ട് പ്രൈവറ്റൈസ് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങൾ കണ്ടു, നമ്മുടെ ഇന്ത്യൻ എയർലൈൻസിനെ ടാറ്റ ഗ്രൂപ്പിന് വിറ്റു എന്നുള്ള വാർത്ത നിങ്ങൾ ഈ അടുത്ത് കേട്ടു. അതായത് ഒരു ബിസിനസ് സ്ഥാപനം അതാരുടെ കയ്യിലായിരുന്നു? ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ കയ്യിലായിരുന്നു. അതിനെ പൂർണ്ണമായും വിട്ടുകൊടുത്തു, ഹോൾസെയിലായിട്ട് അങ്ങ് വിറ്റു എന്ന് വെച്ചാൽ മൊത്തത്തിൽ അങ്ങ് പ്രൈവറ്റ് കമ്പനിക്ക് വിട്ടുകൊടുക്കുന്നു. അതാണ് ദ എൻറ്റയർ സെയിൽ ഓഫ് ദ പബ്ലിക് സെക്ടർ. അല്ലേ, ദ എൻറ്റയർ സെയിൽ ഓഫ് ഇനി പബ്ലിക് സെക്ടർ. പബ്ലിക് സെക്ടറിൽ ഉണ്ടായിരുന്നതിനെ പൂർണ്ണമായിട്ടും വിറ്റ് കളയും. അടുത്ത് ഷെയർ സെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഷെയർ മാർക്കറ്റിനെ പറ്റിയോ നിങ്ങൾ അറിയാൻ വഴിയില്ലെങ്കിൽ നമുക്ക് ഇപ്പോൾ ഇന്ന് എനിക്കൊന്ന് പറയുന്ന വ്യക്തിക്ക് ഇപ്പോൾ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെയോ അല്ലെങ്കിൽ ONGC എന്ന് പറയുന്ന അറിയാലോ, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ്, ഇതൊക്കെ സർക്കാരിൻ്റെ കയ്യിലിരിക്കുന്ന അവരുടെ ഷെയർ വാങ്ങാനായിട്ടെന്ന് പറ്റും ത്രൂ ഷെയർ മാർക്കറ്റ്. അപ്പോൾ ആ ഷെയർ വിൽക്കുന്നതിലൂടെ നമുക്കും ആ കമ്പനിയുടെ ഷെയറിന്മേൽ ഒരു അവകാശം കിട്ടും. അപ്പോൾ ദ സെയിൽ ഓഫ് എ പോർഷൻ ഓഫ് ദ ഷെയർ ക്യാപിറ്റൽ ഓഫ് എ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ്. SBIയുടെ ഷെയർ ഞാൻ വാങ്ങുന്നു. അതുപോലെ ഈ ഗവൺമെൻറ് കമ്പനികളുടെ, അല്ലെങ്കിൽ ഇപ്പോൾ കോൾ അതോറിറ്റി ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ നമ്മളെന്താണ് സിയാൽ, അല്ല, ഇതുപോലെയുള്ള പ്രധാനപ്പെട്ട ഗവൺമെൻറ് കമ്പനികൾ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നമുക്കിന്ന് ഷെയർ വാങ്ങാനായിട്ട് പറ്റും. എന്ന് വെച്ചാൽ ഫിസിക്കലി നമ്മൾ ആ കമ്പനിയുടെ ആരും ആകുന്നു എന്നല്ല എൻ്റെ അർത്ഥം. അവരുടെ ഷെയറിലേക്ക് നമുക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ അത് ലാഭം കിട്ടുമ്പോൾ നമുക്കതിൻ്റെ ഒരു ഭാഗം കിട്ടും. അങ്ങനെ കമ്പനിയുടെ ആ സ്ഥാപനത്തിൻ്റെ മൂല്യം വർദ്ധിക്കുന്നു. അടുത്ത ക്യാപിറ്റൽ സെയിൽ, അതായത് സെല്ലിംഗ് ഗവൺമെൻറ് ക്യാപിറ്റൽ ഇൻ എ സെക്ടർ വെയർ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻസ് ആർ നോട്ട് റിക്വയർഡ്. അതായത് സർക്കാരിൻ്റെ കയ്യിലുള്ള ചില സാധനങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ അതിപ്പോൾ സർക്കാരിന് ആവശ്യമില്ല, അത് ലൈസൻസ് കൊടുത്ത് നമ്മൾ വാടകയ്ക്ക് കൊടുക്കുന്ന പോലെയൊക്കെ എന്ത് ചെയ്യാം, മറ്റ് പ്രൈവറ്റ് കമ്പനികൾക്കത് വിൽക്കാനായിട്ട് സാധിക്കും. ഇനി സ്ട്രാറ്റജിക് സെയിൽ, സെല്ലിംഗ് പോർഷൻ ഓഫ് ദ ക്യാപിറ്റൽ ഷെയർ ടു
സെലക്റ്റഡ് പാർട്ട്നേഴ്സ്. അതായത് ചില ഇപ്പോൾ ഇങ്ങനെ പറഞ്ഞിട്ടെന്ന് വെച്ചിട്ട് ഹോൾസെയിലാണെങ്കിൽ നമ്മൾ പൂർണ്ണമായിട്ട് വിൽക്കും. സ്ട്രാറ്റജിക് സെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മൊത്തം ഭാഗവും നമ്മൾ വിൽക്കത്തില്ല. അതിൽ കുറേ കാര്യങ്ങൾ ഗവൺമെൻറ്റിൻ്റെ കൺട്രോളായിരിക്കും. എങ്കിലും ചില മേഖലകൾ മാത്രം സ്ട്രാറ്റജിക്കലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കയ്യിൽ വെച്ചിട്ട് ബാക്കി ഭാഗം എന്ത് ചെയ്യിപ്പിക്കും. ചിലപ്പോൾ ഇപ്പോൾ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊജക്റ്റ് നിങ്ങൾ നടത്തുന്നു വിചാരിക്കാം. ആ ഡിഫൻസിൻ്റെ പ്രൊജക്റ്റ് പൂർണ്ണമായിട്ടും ഗവൺമെൻറ് അടുത്ത് നടത്താൻ പറ്റത്തില്ല. അപ്പോൾ എന്ത് പറ്റും, അതിൻ്റെ ചില ഭാഗങ്ങൾ മാത്രം അവർക്ക് ഔട്ട്സോഴ്സ് ചെയ്ത് കൊടുക്കുന്ന ഒരു പരിപാടിയാണ് ഈ സ്ട്രാറ്റജിക് സെയിലിൽ വരുന്നത്. അപ്പോൾ പൂർണ്ണമായ ഒരു കമ്പനി വിറ്റ് കഴിഞ്ഞാൽ അത് ഈ പറയുന്ന ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റിൽ ഹോൾസെയിൽ എന്ന് പറയും. നമുക്ക് ഷെയർ മാത്രം വാങ്ങാം. അതായത് കമ്പനിയുടെ ഒരു പരിപാടിയിൽ നമുക്ക് ബന്ധപ്പെടാൻ പറ്റത്തില്ല. ഷെയർ മാത്രം വാങ്ങിച്ചു വയ്ക്കുമ്പോഴും സർക്കാരിൻ്റെ വരുമാനം കൂടുന്നു. അത് ഷെയർ സെയിൽ. ഇനി ചില സ്ഥാനങ്ങൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ സർക്കാരിന് ഇപ്പോൾ ആവശ്യമില്ല, അല്ലെങ്കിൽ സർക്കാരിന് ആ മേഖല ഇപ്പോൾ നോക്കിക്കൊണ്ടിരിക്കാൻ സമയമില്ല. അപ്പോൾ എന്ത് ചെയ്യും, അത് മാത്രം ലീസിന് കൊടുക്കുക. ഇപ്പോൾ റെയിൽവേയുടെ കുറച്ച് സ്ഥലം, ആ റെയിൽവേയുടെ കുറച്ച് സ്ഥലം എന്ത് ചെയ്യുന്നു, മറ്റൊരു വ്യക്തിക്ക് കുറേ കാലത്തേക്ക് ലീസിന് കൊടുക്കുന്നു. ഇതൊരു ക്യാപിറ്റൽ സെയിലായിട്ട് നമുക്ക് വേണമെങ്കിൽ കണക്കാക്കാനായിട്ട് പറ്റും. സ്ട്രാറ്റജിക് സെയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു പ്രൊജക്റ്റോ ഒരു സ്ഥലമോ ഒരു സ്ഥാപനമോ ഉണ്ട്, പൂർണ്ണമായി അത് കൊടുക്കത്തില്ല. അതിൻ്റെ ചില കാര്യങ്ങൾ മാത്രം പ്രൈവറ്റ് വ്യക്തികൾക്ക് നടത്താൻ കൊടുത്താൽ അതാണ് സ്ട്രാറ്റജിക് സെയിൽ എന്ന് പറയുന്നത്. ഈ രീതിയിലാണ് എന്ത് വർക്ക് ചെയ്യുന്നത്, പ്രൈവറ്റൈസേഷൻ വർക്ക് ചെയ്യുന്നത്. ലാസ്റ്റ് വരുന്നതാണ് ഗ്ലോബലൈസേഷൻ. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊന്നുമില്ല, നമ്മുടെ വേൾഡ് എന്ന് പറയുന്നത് ഒരൊറ്റ മാർക്കറ്റായിട്ട് മാറും. നിങ്ങൾ ഇന്നിപ്പോൾ ഫ്ലിപ്കാർട്ട് വഴിയും ആമസോൺ വഴിയൊക്കെ നമുക്കറിയാമല്ലോ, നമുക്ക് വിദേശത്തുള്ള അല്ലെങ്കിൽ ആലിബാബ എക്സ്പ്രസ് ഒക്കെ വഴി നമുക്ക് എന്ത് ചെയ്യാം, വിദേശത്തുള്ള സാധനം നമുക്ക് ഇന്ത്യയിൽ വാങ്ങാൻ പറ്റും. ഇതെന്തുകൊണ്ടാണ് സാധിക്കുന്നത്, ലോകം മൊത്തം ഒറ്റ മാർക്കറ്റായിട്ട് മാറുകയല്ലേ. അപ്പോൾ ഗ്ലോബലൈസേഷൻ എന്ന് വെച്ചാൽ എന്താണ്, അപ്പോൾ രാജ്യങ്ങൾ തമ്മിലുണ്ടാകുന്ന ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ എക്കോണമികൾ ഉണ്ടാകുന്ന ഇൻ്റഗ്രേഷൻ. കണ്ട, ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക്, അവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ നിന്ന് അങ്ങോട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സാധനങ്ങളും സേവനങ്ങളും ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് ദ ഇൻ്റഗ്രേഷൻ ഓഫ് എ കൺട്രീസ് എക്കോണമി വിത്ത് ദ ഗ്ലോബൽ എക്കോണമി. ഓക്കെ, ഇതെന്ത് ചെയ്യും, ഇമ്പോർട്ട് ഡ്യൂട്ടികൾ ഇല്ലാണ്ടാക്കുന്നതിലൂടെയാണ് വരുന്നത്. അപ്പോൾ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു, വിദേശ രാജ്യങ്ങൾ ഇവിടെ സ്ഥാപനം തുടങ്ങുന്നു, മൾട്ടിനാഷണൽ കമ്പനികൾ വരുന്നു, അതൊക്കെയാണ് ഇതിനകത്ത് വരുന്നത്. അതായത് this means the further globalization of trade, capital investment and the transfer of technology and human resources. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ. നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചത്, മൾട്ടിനാഷണൽ കമ്പനികളുടെ വരവ്. ഒരു രാജ്യത്ത് ഹെഡ് ഓഫീസും എന്നാൽ സ്ഥാപനങ്ങൾ മറ്റിടത്ത്. ഇപ്പോൾ ആപ്പിൾ, ഐഫോൺ ഉണ്ടാക്കുന്ന ആപ്പിൾ കമ്പനി അമേരിക്കയിലാണ്, എന്നാൽ ഇവരുടെ പ്ലാന്റ് മെയിനായിട്ടിരിക്കുന്ന സ്ഥലം എവിടെയാണ്, ചൈനയിലാണ്. അപ്പോൾ എന്തായത്, ഇത് ഒന്നിലധികം രാജ്യത്ത് ഓപ്പറേറ്റ് ചെയ്യല്ലേ. ഇവർ ഈ പറയുന്ന സാധനത്തിന് ഓർഡർ ഇവിടെ കൊടുക്കുന്നു, ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നു, അത് തിരിച്ച് ഇവിടെ കൊണ്ടുപോയിട്ട് വിൽക്കുന്നു, അല്ലെങ്കിൽ അത് കൊണ്ടുവന്ന് ഇവിടെ വിൽക്കുന്നു, ആഫ്രിക്കയിൽ വിൽക്കുന്നു, അല്ലെങ്കിൽ കൊണ്ടുവന്ന് നമ്മുടെ ഗൾഫിൽ വിൽക്കുന്നു. അപ്പോൾ എന്താണത്, ഒന്നിലധികം രാജ്യത്ത് ഓപ്പറേറ്റ് ചെയ്യുന്നു. അതായത് ട്രേഡിനെ വീണ്ടും ഗ്ലോബലൈസ് ചെയ്യിപ്പിക്കുന്നു, ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂട്ടുന്നു, ടെക്നോളജിയും ഹ്യൂമൻസിനെയും ട്രാൻസ്ഫർ ചെയ്യുന്നു അല്ലേ. ഈ കമ്പനിയുടെ കോൾ സെൻറ്റർ ഇരിക്കുന്നത് ചിലപ്പോൾ ഇന്ത്യയിലായിരിക്കും. അപ്പോൾ അങ്ങനെ രാജ്യങ്ങൾ തമ്മിൽ ഒരു ഐക്യത്തിൽ വരും. അതായത് നേരത്തെ പറഞ്ഞ ലിബറലൈസേഷനും പ്രൈവറ്റൈസേഷനും വരുന്നത് കാരണം അതിനൊരു കോൺസിക്വൻസ് എന്നോണം ഉണ്ടാകുന്നതാണ് ഗ്ലോബലൈസേഷൻ. എന്ന് വെച്ചാൽ നിയമങ്ങൾക്ക് അയവ് വരുത്തുന്നു, അതിലൂടെ പല പല പ്രൈവറ്റ് സ്ഥാപനങ്ങൾ വരുന്നു, സ്ഥാപനങ്ങൾ ഗവൺമെൻറ് കൺട്രോൾ ചെയ്യുന്ന പലതും ഏറ്റെടുത്ത് നടത്തുന്നു, അതിലൂടെ ഈ പറയുന്ന കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എക്സ്ചേഞ്ച് ചെയ്യപ്പെടുന്നു. അമർത്യ സെൻ എന്ന് പറയുന്ന ഒരു എക്കണോമിസ്റ്റ് ആണെന്നുള്ളത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. സോ ഗ്ലോബലൈസേഷൻ ഈസ് നോട്ട് എ പോളിസി, ഇറ്റ് ഈസ് എ ഫിനോമിനൻ. അത് ആരും കൊണ്ടുവരുന്ന ഒന്നല്ല, മറ്റ് കാര്യങ്ങൾ ഉണ്ടാവുന്നത് കാരണം അതിനോടൊപ്പം വരുന്ന ഒരു പ്രതിഭാസമാണ് എന്തെന്ന് പറയുന്നത്, ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ് ഈസ് എ റിസൾട്ട് ഓഫ് ദ പോളിസീസ് that have made economies more interconnected and integrated. അങ്ങനെ ഗ്ലോബൽ ട്രേഡ് വരുന്നു, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻസ് വരുന്നു, അങ്ങനെ മൾട്ടിനാഷണൽ കോർപ്പറേഷനുകളും എന്ത് ചെയ്യുന്നു, ഇതുമായി ബന്ധപ്പെട്ടിട്ട് നിലവിൽ വരുന്നു. ഡ്രൈവിംഗ് ഫോഴ്സസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത്. അപ്പോൾ ഇതിന് മുന്നേയുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങൾ കണ്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കണ്ടു കഴിഞ്ഞതിന് ശേഷം ഈ ഒരു ക്ലാസ് കാണുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ക്ലാസ് കാണാനായിട്ട് ഡിസ്ക്രിപ്ഷനിൽ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഉണ്ട്. പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതുവരെയുള്ള എല്ലാ ക്ലാസ്സുകളും കാണാവുന്നതാണ്. അതുപോലെ ഈ ഒരു നോട്ട് ഉടനെ തന്നെ എന്ത് ചെയ്യും, നമ്മുടെ ടെലഗ്രാം, വാട്സാപ്പ് ചാനലുകളിൽ അവൈലബിൾ ആകുന്നതായിരിക്കും. അതുവരെ നിങ്ങൾക്ക് ക്ലാസ്സിൽ നിന്ന് എന്ത് ചെയ്യാം, നോട്ട് പ്രിപ്പയർ ചെയ്യാം. അത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് PDF ഫോമിലുള്ള നോട്ട് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ എന്താണ് ഡ്രൈവിംഗ് ഫോഴ്സസ് ഓഫ് എക്കണോമിക് ഗ്രോത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കറിയാം ഒരു എക്കോണമി ഗ്രോ ചെയ്യണമെങ്കിൽ അതിൽ ഏറ്റവും പ്രധാനമായിട്ടുണ്ടാകേണ്ടത് ഉൽപ്പാദനം കൂടുക എന്നുള്ളതാണ്, അഥവാ പ്രൊഡക്ഷൻ കൂടുക എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ നമുക്ക് പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റും, ടെക്നോളജിയുടെ വളർച്ച, മോഡേണൈസേഷൻ, മെക്കനൈസേഷൻ, ഇന്നൊവേഷൻ അല്ലേ, പുതിയ പുതിയ കണ്ടുപിടുത്തങ്ങൾ അല്ലെങ്കിൽ കണ്ടെത്തലുകൾ, നമ്മൾ മനുഷ്യൻ ചെയ്തുകൊണ്ടിരുന്ന പ്രവർത്തികളെ മെഷീനുകളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നു. അറിവ് ഈ പറയുന്ന ഒരിടത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് എന്ത് ചെയ്യുന്നു, സ്പ്രെഡ് ചെയ്യുന്നു. അങ്ങനെ മോഡേണൈസേഷൻ നടക്കുന്നു. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം കൂടെ നടക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, ഈ പറഞ്ഞ ഉൽപ്പാദന മേഖല അല്ലെങ്കിൽ പ്രൊഡക്ഷൻ എന്ന് പറയുന്ന കാര്യം എന്ത് ചെയ്യുന്നത്, വികസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടായ വലിയ മാറ്റങ്ങളെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷനുകൾ എന്ന് വിളിക്കുന്നത്. മുന്നേ നമ്മൾ പഠിച്ചതാണ് അല്ലേ.
ഈ പറഞ്ഞ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ വന്നതോടുകൂടിയാണ് യൂറോപ്പ് എന്ന് പറയുന്നത് എന്താണ് സാമ്പത്തികമായ ഒരു വളരെ വലിയ ശക്തിയായിട്ട് മാറിയത്. എന്നാൽ ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടത്തിൽ മാത്രമാണോ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ഉണ്ടായത്? അല്ല. പുതിയതായിട്ടുള്ള ഓരോ ടെക്നോളജികൾ വരവോടുകൂടിയും എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ പല പല സ്റ്റേജസിലായിട്ട് നടക്കുന്നുണ്ട്. ഒരു 5 സ്റ്റേജസ് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. നോക്കി എന്തൊക്കെയാണ് 5 സ്റ്റേജസിൽ. ആദ്യം വന്ന് എന്താണ്, സ്റ്റീം എഞ്ചിൻ്റെ വരവോടുകൂടി 1800കളുടെ ഒക്കെ തുടക്കത്തിൽ അല്ലേ, ഈ പറയുന്ന സ്റ്റീം എഞ്ചിൻ 1800കളുടെ അല്ലെ 17കളുടെ 1700കളുടെ തുടക്കത്തിൽ അല്ലെ 1712-11 കാലഘട്ടത്തിലാണ് ജെയിംസ് വാട്ട് എന്ത് ചെയ്യുന്നത്, സ്റ്റീം എഞ്ചിൻ കണ്ടെത്തുന്നത്. അപ്പോൾ ഈ പറഞ്ഞ സ്റ്റീം എഞ്ചിനുകളുടെ വരവോടുകൂടി മനുഷ്യൻ്റെ അധ്വാനം എന്ത് ചെയ്യാൻ പറ്റി, നമുക്ക് മെഷീനുകളെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് പറ്റി. അങ്ങനെ പ്രൊഡക്ഷനും അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷനും വലിയൊരു മാറ്റം വന്നു. ഇതാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ്റെ ഒരു ആദ്യ കാലഘട്ടം എന്ന് പറയുന്നത്. പക്ഷേ ഈ സ്റ്റീം എഞ്ചിൻ പ്രവർത്തിപ്പിക്കാൻ വലിയ ബുദ്ധിമുട്ടാണ് അല്ലേ, നമ്മൾ എന്ത് ചെയ്യണം, കൽക്കരിയൊക്കെ ഉപയോഗിച്ചിട്ടൊക്കെ ചെയ്യണം. എന്നാൽ ഈ പറഞ്ഞ പരിപാടി ഇലക്ട്രിസിറ്റി വന്നതോടുകൂടി ഒന്ന് മാറി അല്ലേ. വൈദ്യുതിയുടെ വരവോടുകൂടി ഈ പറഞ്ഞ എഞ്ചിനുകളുടെ പ്രവർത്തനം, ഈ IC എഞ്ചിനുകൾ ഉപയോഗിച്ച് മെഷീൻസിനെ പ്രവർത്തിപ്പിക്കുന്ന പരിപാടി എന്ത് ചെയ്തു, ഒന്നും മാറി. പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റി, വൈദ്യുതി ഉപയോഗിച്ച് പ്രവർത്തിപ്പിക്കാൻ പറ്റി അല്ലേ. യൂസ് ഓഫ് ഇലക്ട്രിസിറ്റി ഇൻ ദ പ്ലേസ് ഓഫ് സ്റ്റീം എന്ത് പറ്റി, നമുക്ക് ഈ പറഞ്ഞ പ്രൊഡക്ഷൻ പ്രോസസ്സിനെ കുറച്ചുകൂടി ഈസി ആക്കാൻ പറ്റി, കുറച്ചുകൂടി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റി, നമുക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യാൻ പറ്റി, റിലയബിൾ ആയിട്ട് കൊണ്ടുനടക്കാനായിട്ട് പറ്റി. അപ്പോൾ ആദ്യകാലത്ത് മനുഷ്യൻ്റെ അധ്വാനം എഞ്ചിനുകൾ ചെയ്തു, അടുത്ത് എഞ്ചിൻ പ്രവർത്തിപ്പിക്കാൻ വൈദ്യുതി വന്നു. അപ്പോൾ അടുത്ത ജോലി എന്താണ്, ഈ പറഞ്ഞ പ്രവർത്തനം ഒരു ജോലിക്കാരൻ നിന്ന് ചെയ്യുന്നതിന് പകരം ഇലക്ട്രോണിക് ആയിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ റോബോട്ടുകളുടെ രീതികളൊക്കെ വന്നപ്പോഴത്തേക്ക് എന്ത് പറ്റി, പ്രൊഡക്ഷൻ കുറച്ചുകൂടി മാറ്റി. അതാണ് മൂന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം മനുഷ്യൻ്റെ അധ്വാനം മെഷീൻസ് ചെയ്തു, ആ മെഷീനിന് സ്റ്റീമിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞപ്പോൾ സ്റ്റീം മാറ്റി വൈദ്യുതി പ്രവർത്തിക്കുന്നു. അപ്പോഴും മനുഷ്യന്മാർ വേണം അത് ചെയ്യാൻ. മനുഷ്യന്മാർ കുറച്ച് കഴിയുമ്പോൾ തളരും, മെഷീൻ തളരത്തില്ലെങ്കിലും. എന്നാൽ പിന്നെ മനുഷ്യന്മാരെ അങ്ങ് മാറ്റാം, എന്ത് ചെയ്യാം, റോബോട്ടുകളെ കൊണ്ടുവരുന്നതാണ് മൂന്നാമത്തെ ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് പറഞ്ഞ്. കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി, ഈ റോബോട്ടുകളെയും മനുഷ്യനാണല്ലോ ഓപ്പറേറ്റ് ചെയ്യേണ്ടത്. എന്നാൽ ആ പറയുന്ന കാര്യം നമുക്ക് എന്ത് ചെയ്യാം, ഇൻ്റർനെറ്റൊക്കെ ഉപയോഗിച്ചിട്ട് IoT എന്ന് കേട്ടിട്ടുണ്ടോ, ഇൻ്റർനെറ്റ് ഓഫ് തിങ്സ്. നിങ്ങളുടെ വീട്ടിൽ അലക്സ എന്നൊക്കെ, നിങ്ങളുടെ വീട്ടിലിപ്പോൾ എല്ലായിടത്തും ഉണ്ടോ എന്നറിയില്ല, അലക്സ എന്നൊക്കെ പറയുന്ന സാധനങ്ങളില്ലേ, വോയിസ് അസിസ്റ്റൻ്റ് ഒക്കെ. അതുപോലെ സെൻസറുകൾ, അതുപോലെ ബിഗ് ഡേറ്റ അനാലിറ്റിക്സും അതുപോലെ ക്ലൗഡ് കമ്പ്യൂട്ടിങ്ങും നാനോ ടെക്നോളജിയൊക്കെ ഉപയോഗിച്ചിട്ട് ഈ പറഞ്ഞ പരിപാടി കുറച്ചുകൂടി എന്താക്കി മാറ്റി, ഈസി ആയിട്ട് മാറ്റി. ഏറ്റവും അവസാനം ഇപ്പോൾ പിന്നെ AI കാലമാണല്ലോ അല്ലേ. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മെഷീൻസ് തന്നെ എന്ത് ചെയ്യും, സ്വന്തമായിട്ട് ചിന്തിച്ചങ്ങ് ചെയ്തോളും. നമ്മൾ അവർക്ക് പറഞ്ഞു കൊടുത്താൽ മതി. നമ്മളെക്കാളും അറിവ് പാർക്കുണ്ട് ഈ പറഞ്ഞ മെഷീനുകൾക്കുണ്ട്. അങ്ങനെ ഹ്യൂമൻ സെൻട്രിക് അപ്രോച്ചിൽ നിന്ന് മാറിയിട്ട് ഡിജിറ്റൽ ടെക്നോളജികൾ AI നമുക്ക് എന്ത് ചെയ്യാൻ തുടങ്ങി, വരുത്താൻ തുടങ്ങി. ഇതാണ് ഒരു ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ 5 കാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് എന്താണ്, ഇന്ന് അറിവിൻ്റെ കാലഘട്ടമാണ് അല്ലേ. നോളജാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ കൊണ്ടുപോകുന്നത്. അധ്വാനം എന്ന് പറയുന്നത് എന്തിലായിട്ട് മാറി, ഫിസിക്കൽ അധ്വാനം എന്നുള്ളത് മാറിയിട്ട് ഈ പറയുന്ന ബുദ്ധി അല്ലേ, ഇതിനകത്തുള്ള ഈ പറഞ്ഞ ബ്രെയിനിൻ്റെ പ്രവർത്തനമായിട്ട് മാറി. അറിവാണെന്ന് എന്തെന്ന് പറയുന്നത് ഏറ്റവും വിലപിടിപ്പുള്ള സാധനം എന്ന് പറയുന്നത് അല്ലേ. ഞാനിപ്പോൾ ഇരുന്ന് ഞാൻ പഠിച്ച കാര്യങ്ങൾ നിങ്ങൾക്ക് പഠിപ്പിച്ചു തരുന്നുണ്ടെങ്കിൽ അതിനൊരു പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഈ ഇൻ്റർനെറ്റ് യൂട്യൂബ് ഒക്കെയാണ് അല്ലേ. അപ്പോൾ അത് വന്നതുകൊണ്ടാണ് എന്ത് പറ്റിയത്, അല്ലെങ്കിൽ ഒരു ക്ലാസ് എടുത്ത് കൂടിപ്പോയാൽ ഒരു 50 കുട്ടി, അതിനപ്പുറമൊക്കെ നമുക്കൊരു ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ പറ്റില്ല. പക്ഷേ ഇപ്പോഴാണെങ്കിലോ ഈ ഇടുന്ന ഒരു ക്ലാസ് എന്ന് പറയുന്നത് എത്രയാണ്, ഒരുപാട് പേര് കാണുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിലോട്ടൊക്കെ എത്തിയത് എന്താണ്, ടെക്നോളജിയുടെ വരവാണ് അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ അറിവുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എന്താണ് ഇൻ്റർനെറ്റുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള പുതിയൊരു രീതി ഇപ്പോൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇവോൾവ് ചെയ്ത് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോകുന്നത്. നോളജ് എക്കോണമി എന്നാണ് അതിനെ പറയുന്നത്. അപ്പോൾ അതിന് മുന്നേ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടി ഒന്ന് നമുക്ക് നോക്കാം. അപ്പോൾ എന്തുവാണ് സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്കണോമിക് ഗ്രോത്തിന് ഡ്രൈവിംഗ് ഫോഴ്സസ് എന്താണ്, എക്കണോമിക് ഗ്രോത്തിൻ്റെ എന്നാണ് അതിനെങ്ങനെ കൊണ്ടുപോകുന്നത്. അപ്പോൾ എക്കണോമിക് ഗ്രോത്ത് എവിടെ ഉണ്ടാവണമെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക, ഉൽപ്പാദനം, പ്രൊഡക്ഷനിലാണ് കാര്യം. നമ്മൾ ഈ പറയുന്ന ഡെവലപ്ഡ് രാജ്യങ്ങൾ ഏതെടുത്താലും അവിടെ പ്രധാനമായിട്ടുള്ള വരുമാനം എന്ന് പറയുന്നത് എന്താണ്, പ്രൊഡക്ഷനാണ്. അത് എവിടുത്തെ പ്രൊഡക്ഷൻ, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷനാണ് അല്ലേ. ഈ പറഞ്ഞ വ്യാവസായിക ശാലകൾ, ഫാക്ടറികൾ കൂടുമ്പോഴാണ് സത്യത്തിൽ എന്തുണ്ടാവുന്നത്, ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നതും അത് വിൽക്കുമ്പോഴാണ് കാശുണ്ടാവുന്നതും. അപ്പോൾ ഇത്തരത്തിൽ ഈ പറഞ്ഞ ഉൽപ്പന്നങ്ങളുടെയൊക്കെ പ്രൊഡക്ഷനും കാര്യങ്ങളൊക്കെ കൂട്ടിയ ഒരു ടെക്നോളജി അല്ലെങ്കിൽ ഒരു കാലഘട്ടത്തെ അല്ലെങ്കിൽ ഒരു മാറ്റത്തെയാണ് നമ്മൾ ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ന് വിളിക്കുന്നത്. ഇത് പല പല ഘട്ടങ്ങളിലായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ട്. സ്റ്റീം എഞ്ചിൻ്റെ വരവോടുകൂടിയാണ് ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ എന്ത് ചെയ്യുന്നത്, തുടങ്ങുന്നത്. ഇലക്ട്രിസിറ്റിയുടെ വരവോട് അത് കുറച്ചുകൂടി എന്ത് ചെയ്തു, ഈസി ആയിട്ട് മാറി. പ്രൊഡക്ഷൻ പുതിയ ഏരിയകളിലോട്ടെത്തി. ഇലക്ട്രോണിക്സും ഓട്ടോമേഷനും വന്നപ്പോൾ അതിൻ്റെ എന്താണ് അത് നമുക്ക് മനുഷ്യന്മാരെ റീപ്ലേസ് ചെയ്തപ്പോൾ 24 hour നമുക്ക് പ്രവർത്തിപ്പിക്കാമെന്നായി. എന്നാൽ അഡ്വാൻസ്ഡ് ടെക്നോളജികൾ വന്നപ്പോൾ 24 hour അത് പ്രവർത്തിപ്പിക്കുകയും ചെയ്യാം. അത് പ്രവർത്തിപ്പിക്കാൻ നമ്മളൊരു സ്ഥലത്ത് ആളുണ്ടാകണമെന്ന് പോലുമില്ല. ഇവിടെ ഇരുന്നുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ അമേരിക്കയിലോ ചൈനയിലോ ഇരുന്ന് എന്ത് ചെയ്യാം, കാര്യങ്ങൾ ചെയ്യാം. അവിടുന്ന് സാധനങ്ങൾ വരുത്താൻ കൊടുക്കാം അല്ലേ. ഇന്നിപ്പോൾ അതും മാറി. ആ പരിപാടിയും നമ്മൾ ചെയ്യേണ്ട എന്ത് ചെയ്തോളും, നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്ത് ചെയ്തോളും, ഇതെല്ലാം അങ്ങോട്ട് കോർഡിനേറ്റ് ചെയ്തോളും. സത്യം പറഞ്ഞ മനുഷ്യൻ്റെ ഒരു പരിപാടി അങ്ങോട്ട് മാറിപ്പോവുകയാണ്. പക്ഷേ ഈ പറഞ്ഞ് മാറിപ്പോകുന്ന കാര്യം ഉണ്ടാക്കാനും മനുഷ്യൻ വേണം. അതാണ് ഇവിടുത്തെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. 1784
സ്റ്റീം എഞ്ചിനും മെക്കനൈസേഷനും ആരംഭിച്ചു. 1870 ഇലക്ട്രിസിറ്റി അസംബ്ലി ലൈനുകളും തുടങ്ങി. 69 ഇലക്ട്രോണിക്സ് ഓട്ടോമേഷനും വന്നു. 2000 സൈബർ സിസ്റ്റവും ഇന്റർനെറ്റ് ഓഫ് തിങ്സും റീറ്റലൈസേഷനും വന്നു. 20 റോബോട്ടിക്സും AI ജെനറ്റിക്സും ഒക്കെ വന്നു. നിങ്ങളൊക്കെ 2000 ശേഷം ജനിച്ചവരായിരിക്കത്തില്ലേ ക്ലാസ് കാണുന്ന പിള്ളേർ അല്ലേ? നിങ്ങളാണ് ഇപ്പോൾ പുതിയ ജനറേഷൻ. അപ്പോൾ നിങ്ങൾ ഈ സൈബർ സിസ്റ്റവും അല്ലേ ഫോണും ഇതൊക്കെ ഉപയോഗിച്ച് വന്നതാണ്. ഞാനൊക്കെ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി പഴയതാണ്, 90s. ഓക്കെ, അപ്പോൾ ഇങ്ങനെ അറിവ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നോളജ് എന്ന് പറയുന്നത് എന്താണ് മാറി തുടങ്ങി. സോ എ നോളജ് എക്കോണമി ഹാസ് എമേർജ്ഡ് ഇൻ വിച്ച് നോളജ് ആൻഡ് സ്കിൽസ് ആർ ഇമ്പോർട്ടഡ് അലോങ് വിത്ത് ടെക്നോളജി ആൻഡ് ഡിറ്റർമൈനിങ് എക്കണോമിക് ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ്. എന്ന് വെച്ചാൽ ഇന്ന് പണ്ട് കാലത്ത് അല്ലേ, നിങ്ങൾ ഈ പറയുന്ന നമ്മുടെ പണ്ടത്തെ കാലത്തോട്ടൊന്ന് പോയേ, നമ്മൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു ഈ കോളനികൾ പിടിച്ചെടുത്തത്? അവിടുന്ന് റിസോഴ്സ് യൂട്ടിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലേ. ഇന്നിപ്പോൾ അങ്ങനെ നമ്മൾ എവിടെയെങ്കിലും പിടിച്ചെടുക്കുന്നതായിട്ട് കാണുന്നുണ്ടോ? ഇല്ല. പിന്നെ ഇന്നിപ്പോൾ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ആവുന്നത്? മനുഷ്യന്മാരാ അല്ലേ. ഇവിടെ ഉള്ള നാട്ടുകാരൊക്കെ അല്ലെങ്കിൽ ഇവിടെ ഉള്ള പിള്ളേരൊക്കെ എന്ത് ചെയ്യാണ്? വിദേശത്തിലോട്ട് പോവുകയാണ്. എന്തിനാ പോകുന്നത്? നല്ല ജോലി കിട്ടാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പോൾ കഴിവുള്ളവരെ ഇപ്പോൾ എന്ത് ചെയ്യാണ്? എല്ലാ രാജ്യങ്ങളും അവരുടെ രാജ്യത്തേക്ക് കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുകയാണ്. അപ്പോൾ അറിവാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഈ പറഞ്ഞ എക്സ്ചേഞ്ചിലൂടെ പോകുന്നത്. നിങ്ങൾക്കൊരു കാര്യം അറിയാമോ? ഇപ്പോൾ നമുക്ക് നമ്മുടെ എക്കോണമി 3ആയിട്ട് തിരിക്കാമെന്ന് പറഞ്ഞു അല്ലേ. പ്രാഥമിക മേഖല, പ്രൈമറി, അതുപോലെ സെക്കൻഡറി, അതുപോലെ ടെറിഷ്യറി അല്ലേ. പ്രൈമറിയിൽ കൃഷിയുമായി ബന്ധപ്പെട്ടതും, സെക്കൻഡറിയിലാണെങ്കിൽ നമ്മൾ ഈ പറയുന്ന ഫാക്ടറിയിൽ ഉണ്ടാക്കുന്ന കാര്യങ്ങളും, ടെറിഷ്യറിയിലാണെങ്കിൽ സർവീസ് സെക്ടറുമാണെന്ന് നിങ്ങൾക്കറിയാം. നമ്മുടെ ഇന്ത്യൻ എക്കോണമിയുടെ നട്ടെല്ലെന്ന് പറയുന്ന ഇപ്പോൾ സത്യം പറഞ്ഞാൽ ഈ പറയുന്ന ടെറിഷ്യറി സെക്ടറാണ്. ഈ ടെറിഷ്യറി സെക്ടറിൻ്റെ നട്ടെല്ലെന്ന് പറയുന്നത് എന്താണ്? ഈ പറയുന്ന നോളജ് എക്കോണമിയാണ്. അതായത് ഇന്ന് ഈ ഇൻ്റർനെറ്റിൻ്റെയും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയൊക്കെ വരവോട് കൂടിയിട്ട് അറിവുള്ള ആൾക്കാർക്ക് ഭയങ്കര ഡിമാൻഡായി തുടങ്ങി അല്ലേ. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് എന്താണ്? അത്യാവശ്യം നല്ല രീതിയിൽ യുവാക്കളുള്ള ഒരു രാജ്യമാണ്, അല്ലെങ്കിൽ അത്യാവശ്യം നല്ല ബുദ്ധിയുള്ള ആൾക്കാരുള്ള സ്ഥലമാണ്. അപ്പം നമ്മുടെ ഈ പറയുന്ന ബുദ്ധിയുമായി ബന്ധപ്പെട്ടുള്ള കഴിവുകൾ ഇന്ന് എല്ലാ രാജ്യക്കാർക്കും വേണം അല്ലേ. എന്തുകൊണ്ടാണ് ഈ പറയുന്ന ഗൾഫ് രാജ്യങ്ങളിലോട്ടും അതുപോലെ മറ്റ് വിദേശ രാജ്യങ്ങളിലോട്ടും എവിടെ പോയാലും ഒരു മലയാളി കാണുമെന്ന് പറയാറില്ല? എന്തുകൊണ്ടാണ്? നമ്മുടെ മലയാളികൾ അത്യാവശ്യം കുറച്ച് വിവരമുള്ളവരായതുകൊണ്ട് തന്നെയാണ്. മലയാളി എന്ന് മാത്രമല്ല, ഇന്ത്യക്കാർ മൊത്തത്തിൽ. അപ്പോൾ ഈ അറിവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വ്യവസായമാണ് നടക്കുന്നത്. അതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? നോളജ് എക്കോണമി എന്ന് വിളിക്കുന്നത്. ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യുന്നത് എന്താണ്? മനുഷ്യൻ്റെ അറിവാണ് അല്ലേ. ഇറ്റ് ഈസ് എൻ എക്കണോമിക് സിസ്റ്റം ദാറ്റ് ട്രൈവ്സ് ബൈ ഇൻകോർപ്പറേറ്റിംഗ് ഇന്നവേറ്റീവ് ഐഡിയാസ് ഇൻ ദ പ്രൊഡക്ഷൻ, ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് യൂസ് ഓഫ് ടെക്നോളജി ആൻഡ് ഇൻഫോർമേഷൻ അല്ലേ. ഇവിടെ എന്താണ്? നമ്മൾ പുതിയ ഐഡിയകൾ എന്ത് ചെയ്യുന്നു? ക്രിയേറ്റ് ചെയ്യുന്നു അല്ലേ. ആലോചിച്ച് നോക്കി, നമ്മൾ ഇന്നത്തെ ഏറ്റവും വലിയ ധനികർ എന്ന് പറയുന്ന ഒരാൾ, ചുമ്മാ നമ്മളിപ്പോൾ ബിൽഗേറ്റ്സ് എന്ന് പറയുന്ന ബിൽഗേറ്റ്സ് എന്താ ഉണ്ടാക്കിയത്? ബിൽഗേറ്റ്സ് കമ്പ്യൂട്ടറും സോഫ്റ്റ്വെയറുമാണ് ഉണ്ടാക്കിയത് അല്ലേ. അത് അറിവുമായി ബന്ധപ്പെട്ട് വന്നതല്ലേ. ഇന്നിപ്പോൾ ഇലോൺ മസ്ക് എന്ന് പറയുന്ന ആൾ കോടീശ്വരനാണ്. അയാൾ ആദ്യം എങ്ങനെയാണ് കോടീശ്വരനായത്? ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തിട്ടാണ്. ജെഫ് ബെസോസ് എന്ന് പറയുന്ന ആമസോണിൻ്റെ ഫൗണ്ടർ അല്ലേ, അയാൾ എങ്ങനെയാണ് അയാൾ കാശുകാരനായത്? അയാൾ ഉൽപ്പാദിപ്പിച്ചത് എന്താ? ഒരു സോഫ്റ്റ്വെയർ ആണ്. അപ്പോൾ ആ സോഫ്റ്റ്വെയർ എന്ന് പറയുമ്പോൾ അത് എന്തിനകത്ത് വരും? നോളജിനകത്ത് വരുന്നതല്ലേ. നോളജിലൂടെ അല്ലേ അത് ഉണ്ടാക്കിയത്? ആ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിച്ച് വയ്ക്കുന്നതായിരിക്കും ഓർത്ത് വയ്ക്കാനുള്ള. ഇപ്പം അപ്പോൾ നോളജ് എക്കോണമി എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഇന്നവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസ് അല്ലേ. സാധനങ്ങൾ ഈ പറയുന്ന കടയിൽ ചെന്ന് വാങ്ങുന്നത് മാറിയിട്ട് ഒരു സോഫ്റ്റ്വെയർ വഴി ചെയ്യാമെന്ന ഇന്നവേഷൻ ഈ പറഞ്ഞ ജെഫ് ബെസോസ് കണ്ടെത്തിയത് കൊണ്ടാണ് ആമസോൺ ഉണ്ടായത്. ആ ആമസോണിൽ ഈ പറഞ്ഞ രീതി നന്നായിട്ട് ആമസോൺ ഒന്നും സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കുന്നില്ലല്ലോ ഇപ്പോഴത്തെ കാര്യമില്ല. വന്ന സമയത്ത് അവർ ജസ്റ്റ് ഒരു കട, ഇൻ്റർനെറ്റിലെ കട അല്ല, ഇൻ്റർനെറ്റിലെ ഷോപ്പായിട്ടാണ് ആദ്യം വന്നത്. പുസ്തകങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് ചെയ്യായിരുന്നു? വിൽക്കാനും വാങ്ങാനും പറ്റുമായിരുന്നു. അപ്പോൾ ആലോചിച്ച് നോക്കി, ആ ഒരു ഇന്നവേഷൻ അല്ലേ അവിടെ വളർത്തിയെടുത്തത്. അപ്പോൾ പ്രൊഡക്ഷനിലും ഡിസ്ട്രിബ്യൂഷനിലും പുതിയ ഇന്നവേഷൻസ് വരുന്നത് തന്നെ നമുക്ക് നോളജ് എക്കോണമി എന്ന് പറയാം. ഓക്കെ, ഇവിടെ നോക്കിയേ, നോളജ് ഈസ് ദ കീ എലമെന്റ് ഇൻ ദ നോളജ് എക്കോണമി. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സാധനം എന്ന് പറഞ്ഞാൽ എന്താണ്? അറിവാണല്ലേ. പുതിയ നമുക്കിങ്ങനെ നോർമൽ രീതി വേണ്ട, ഒന്ന് മാറി ചിന്തിക്കുക എന്നുള്ള ഒരാളുടെ കണ്ടെത്തലാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? വരുന്നത് പുതിയ ഐഡിയകൾ, റിസർച്ചുകൾ, അതുപോലെ ഇൻവെൻഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ ഇമ്പോർട്ട് ചെയ്യപ്പെടുന്നത് അല്ലേ. സാധനങ്ങളെല്ലാം സേവനമാണ് എന്ത് ചെയ്യുന്നത്? ഇവിടെ സേവനത്തിന് വേണ്ടിയുള്ള പുതിയ ടെക്നോളജികളാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? കണ്ടെത്തുന്നത്. അതിനോടൊപ്പം പുതിയ സോഫ്റ്റ്വെയർ, മറ്റു കാര്യങ്ങൾ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഐഡിയ കിട്ടി കാണുമല്ലോ. സോ ദ ബേസിസ് ഓഫ് ദിസ് എക്കോണമി ഈസ് ദ ഹ്യൂമൻ റിസോഴ്സ് കേപ്പബിൾ ഓഫ് ഇഫക്റ്റീവ്ലി യൂസിങ് ടെക്നോളജി, നോളജ് ആൻഡ് ടെക്നോളജി. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം ഈ പറയുന്ന സമ്പന്ന രാജ്യങ്ങളുടെ അടുത്തേക്ക് എത്തിത്തുടങ്ങിയതിന് പിന്നിൽ ഇതാണ്. നമ്മുടെ ഇന്ത്യയിൽ ഈ പറയുന്ന എന്താണ്? ഹ്യൂമൻ റിസോഴ്സ് എന്ന് പറയുന്ന നല്ല രീതിയിലുണ്ട് അല്ലേ. എന്നതാണ് ഹ്യൂമൻ റിസോഴ്സ് നല്ല രീതിയിലുണ്ട്. അറിവുള്ള ആൾക്കാർ ഇവിടെ ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അല്ലേ. നമുക്കിവിടെ അറിവുള്ള ആൾക്കാരുണ്ട്. അവർക്ക് എന്താണ്? ഈ ടെക്നോളജി ഇഫക്റ്റീവായി യൂട്ടിലൈസ് ചെയ്യാൻ അറിയാം. അതായത് ഏതൊരു പ്രൊഡക്ഷൻ കമ്പനി ആയാലും അതിൻ്റെ ഈ പറഞ്ഞ ടെക്നിക്കൽ സപ്പോർട്ട് നമ്മുടെ ഇന്ത്യയിലുള്ള ഏതെങ്കിലും കമ്പനികളിലോ ആയിരിക്കും. നിങ്ങൾ TCS ഒന്ന് കേട്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ കേരളത്തിൽ തന്നെ ടെക്നോ പാർക്കുണ്ട്, ഇൻഫോ പാർക്കുണ്ട്. ഇവിടെ പ്രവർത്തിക്കുന്ന പല കമ്പനികളും ചെയ്യുന്ന എന്താണ്? മറ്റ് വിദേശ രാജ്യത്തുള്ള വലിയ കമ്പനികൾക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ചെയ്യാൻ പറ്റാത്ത അതിൻ്റെ നമുക്കറിയാലോ ഈ പറഞ്ഞ കോൾ സെൻറ്ററുകൾ, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? കോൾ സെൻറ്റർ എന്ന് പറയുമ്പോൾ നിങ്ങൾ വെറും അങ്ങനെ ലോക്കൽ സെറ്റപ്പ് എന്ന് വിചാരിക്കരുത്.
വലിയ കമ്പനികളുടെ വലിയ പ്രോഡക്റ്റുകളെ പറ്റിയിട്ടുള്ളതും കോൾ സെൻറ്റർ എന്ന് തന്നെയാണ് പറയുന്നത് അല്ലേ. കസ്റ്റമേഴ്സിനോ അല്ലെങ്കിൽ ഈ പറയുന്ന ആൾക്കാർക്ക് വിളിച്ച് സംശയങ്ങൾ ചോദിക്കുന്ന സ്ഥലം, അങ്ങനെ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇന്ത്യയിൽ നന്നായിട്ട് വന്നത്? ഇന്ത്യയിലുള്ളവർക്ക് അത്യാവശ്യം വിദ്യാഭ്യാസമുണ്ട്, അവർക്ക് ട്രെയിനിങ് കൊടുത്താൽ അവരിത് ചെയ്യും. സോ ദ ബേസിക് ഓഫ് എ നോളജ് എക്കോണമി എന്ന് പറയുന്നത് എന്താണ്? മനുഷ്യരാണ്, അവർക്ക് എഫക്റ്റീവായിട്ട് നോളജും ടെക്നോളജി യൂസ് ചെയ്യാനായിട്ട് അറിയാം. അപ്പോൾ ഇത് വരുന്നതോടുകൂടി നമ്മുടെ എക്കോണമി എന്ത് ചെയ്യും? ആക്സിലറേറ്റ് ചെയ്യും. ഈ നോളജ് എക്കോണമി നമുക്ക് ഇന്ന് എല്ലാ മേഖലകളിലും ഉപയോഗിക്കാനായിട്ട് പറ്റും. ഇപ്പോൾ കൃഷി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അഗ്രി ടെക് എന്ന് പറയും. എന്ന് വെച്ചാൽ ഇത്രയേ ഉള്ളൂ സംഭവം, വേറൊന്നുമല്ല. നമുക്ക് ഇന്ന് പോകും എപ്പോൾ ചെടിക്ക് വെള്ളം ഒഴിക്കണം, ഫെർട്ടിലൈസർ എപ്പോൾ ആഡ് ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇന്ന് മനുഷ്യരായ തൊഴിലാളികൾ ചെയ്യണമെന്നില്ല. ഇത്തരത്തിലുള്ള റോബോട്ടുകൾ എന്ത് ചെയ്യും? അപ്പോൾ നിങ്ങൾ പറയുമോ പിന്നെ റോബോട്ട് ചെയ്യുന്നുണ്ട്? തീർച്ചയായിട്ടും ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലെ പാടത്ത് ചെയ്തു തുടങ്ങിയില്ലാന്നേ ഉള്ളൂ. മറ്റ് വിദേശ രാജ്യങ്ങളിൽ റോബോട്ടുകൾ കൺട്രോൾ ചെയ്യുന്നു. അതായത് ചെടിയുടെ ഓരോ വളർച്ചയുടെ സ്റ്റേജസും നമുക്ക് തന്നെ എന്ത് ചെയ്യാൻ പറ്റും? പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റും. നമ്മൾ ബയോളജിയിൽ ഇപ്പോൾ ബയോടെക്നോളജിയുടെ ചാപ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം അല്ലേ, DNA വരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ നമ്മൾ ഇന്ന് എന്ത് ചെയ്തു കഴിഞ്ഞു? പഠിച്ചു കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഈ പറയുന്ന ടെക്നോളജിയുടെ വരവോട് കൂടിയിട്ട് നമുക്ക് കൃഷിയിൽ എന്ത് ചെയ്യാൻ പറ്റും? ധാരാളം ഇമ്പ്രൂവ്മെൻറ്റ് കൊണ്ടുവരാനായിട്ട് പറ്റും അല്ലേ. പെസ്റ്റ് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചില്ലേ. സോ ന്യൂ ടെക്നോളജീസ് ആർ ട്രാൻസ്ഫോമിങ് അഗ്രികൾച്ചർ ഇൻ ഇന്ത്യ ഫ്രം ട്രഡീഷണൽ ഫാമിംഗ് ടു മോർ പ്രോഫിറ്റബിൾ എഫിഷ്യൻറ്റ്. Things like when to water, fertilize, etc. are being done with the help of sensors and drones. This has enabled farmers to earn higher income through reduced cost, improved yield and direct sales through online platforms. അല്ലേ, നമുക്ക് കൂടുതൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. അതുപോലെ ഈ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ നമുക്ക് ഓൺലൈനായിട്ട് വിറ്റ് പുതിയ മാർക്കറ്റുകൾ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. അങ്ങനെ ലാഭകരമായിട്ട് ബിസിനസ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. അടുത്ത ഇൻഡസ്ട്രിയൽ സെക്ടറിലാണെങ്കിൽ ഇൻഡസ്ട്രി 4.0. അപ്പോൾ ഇൻഡസ്ട്രി 4.0 എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, നേരത്തെ പറഞ്ഞ പോലെ AI ഒക്കെ ബേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇന്ന് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് വളരെ ഈസി ആക്കാനായിട്ട് പറ്റും. അതായത് ഇന്ന് എനിക്കൊരു ഐഡിയ ഉണ്ട്, എനിക്കൊരു കാര്യം ഉണ്ടാക്കാനുള്ള കഴിവുണ്ട്. ടെക്നോളജി എൻ്റെ കയ്യിലില്ല, അതായത് എൻ്റെ കയ്യിൽ എന്തില്ല? ടെക്നോളജിയുടെ ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല, ഫാക്ടറി ഒന്നുമില്ല. എനിക്ക് എന്ത് ചെയ്യാം? എനിക്ക് ചൈന പോലെയുള്ള രാജ്യത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും മറ്റൊരു രാജ്യത്തോ ഇതിനെ ഔട്ട്സോഴ്സ് ചെയ്ത് അവിടെ ഇതിന് എന്ത് ചെയ്യാൻ പറ്റും? ഉൽപ്പാദിപ്പിച്ച് എൻ്റെ നാട്ടിൽ കൊണ്ടുവന്ന് എനിക്ക് വിൽക്കാൻ പറ്റും, ഈസി ആയിട്ട് പറ്റും. ഇത് എന്തുകൊണ്ടാണ് സാധിച്ചേ? ഇൻ്റർനെറ്റിൻ്റെയും ഈ പറയുന്ന ഓൺലൈനായിട്ടുള്ള പ്ലാറ്റ്ഫോമുകളുടെയും ഒക്കെ വരവുകൊണ്ടല്ലേ. സോ മാനുഫാക്ചറിങ് മെത്തേഡ്സ് ദാറ്റ് യൂസസ് കമ്പ്യൂട്ടർ, ഓട്ടോമേഷൻ ആൻഡ് ഇൻ്റർനെറ്റ് ടു കണക്ട് ഫാക്ടറീസ് ആൻഡ് മേക്ക് ദ മോർ എഫിഷ്യൻറ്റ്. കണ്ടോ, ഇതാണ് ഇൻഡസ്ട്രി 4.0 എന്ന് പറയുന്നത്. അപ്പോൾ ഓട്ടോമേഷൻ നടക്കുകയാണ്, കമ്പ്യൂട്ടർ ഉപയോഗിച്ച് നമുക്ക് ഫാക്ടറികളെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഇവിടെ ഇരുന്നുകൊണ്ട് അമേരിക്കക്കാരൻ ഇവിടെ ഇരുന്ന് എന്ത് ചെയ്യാൻ പറ്റും? കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. ഇതെന്ത് പറ്റും? പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. അതുപോലെ തന്നെ എന്താണ്? ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷനും അതുപോലെ വേസ്റ്റേജും കുറയ്ക്കാനായിട്ട് പറ്റും. പ്രിസൈസ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ പറഞ്ഞ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? വ്യത്യസ്തമായിട്ടുള്ള പുതിയ തൊഴിൽ മേഖലകൾ ക്രിയേറ്റ് ചെയ്യാനും എക്കണോമിക് ഗ്രോത്ത് അച്ചീവ് ചെയ്യാനായിട്ടും പറ്റും. അതുകൊണ്ട് മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയൊക്കെ വന്നാൽ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവുമല്ലോ അല്ലേ. സാധനങ്ങളൊക്കെ എന്താണ്? വിദേശത്ത് ഉണ്ടാക്കി ഇവിടെ കൊണ്ടുവന്ന് വിൽക്കാതെ, പണ്ട് കൊളോണിയൽ കാലത്ത് ചെയ്തിരുന്ന പോലെ ഇവിടെ തന്നെ ഉൽപ്പാദിപ്പിച്ച് ഇവിടെ വയ്ക്കുക. അപ്പോൾ ഇവിടെ ഉള്ളവർക്ക് തൊഴിലും കിട്ടും, അതുപോലെ തന്നെ ഇവിടെ പുതിയ ഉൽപ്പന്നങ്ങളും കിട്ടും. ഇനി കേരള ടുവേർഡ്സ് എ നോളജ് സൊസൈറ്റി. ഇനി കേരളത്തിൻ്റെ ഒരു ചെറിയ കാര്യം, എല്ലാ ചാപ്റ്റർ തീരുമ്പോഴത്തേക്കും നമ്മുടെ കേരളത്തിൽ ഇത് എന്താണ് എങ്ങനെയാണെന്നുള്ള കാര്യം കൂടി ഒന്ന് പറയണമല്ലോ. അപ്പോൾ കേരളത്തിലും ഈ പറയുന്ന നോളജ് എക്കോണമിയെ വളർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് പദ്ധതികൾ വരുന്നുണ്ട്. കേരള സ്റ്റാർട്ടപ്പ് മിഷൻ അല്ലേ, പുതിയ ഇന്നൊവേഷൻസ് വരാനായിട്ട് അല്ലേ. നമുക്കറിയാമല്ലോ, പുതിയ കമ്പനികൾ നമ്മൾ സ്റ്റാർട്ടപ്പ് കമ്പനി എന്ന് പറയത്തില്ലേ. അപ്പോൾ അത് KDISC, KDISC എന്ന് പറയും, KDISC എന്നല്ല KDISC തന്നെ പറയും. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റികൾ ഇതൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ ഇന്നൊവേഷനെയും നോളജിനെയും ഒക്കെ വളർത്താൻ വേണ്ടിയിട്ട് കേരളത്തിൽ വന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് നോക്കാം. കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഡിജിറ്റൽ സയൻസസ്, ഇന്നൊവേഷൻസ് ആൻഡ് ടെക്നോളജി. ഓക്കെ, ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരള 2020 വരുന്നത്. എന്താണ് എയിം എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്ഫോമിങ് കേരള ഇൻടു എ ഗ്ലോബൽ ഡിജിറ്റൽ എഡ്യൂക്കേഷണൽ ഹബ് അല്ലേ. ഡിജിറ്റൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഡിജിറ്റലായി മാറുന്നു എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാം അല്ലേ. നമുക്കിപ്പോൾ ഓൺലൈൻ ക്ലാസ്സുകളുടെ കാര്യം തന്നെയാണ് ഇവിടെ ഉദാഹരണം എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഇരുന്ന് കൊണ്ടിട്ട് കേരള യൂണിവേഴ്സിറ്റിയുടെ ഗുണങ്ങൾ ലോകത്തോടെമ്പാടുള്ള ആൾക്കാർക്ക് എത്തിക്കാൻ പറ്റും. അതുപോലെ പ്രധാനമായിട്ടും ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള ഹ്യൂമൻ റിസോഴ്സുകൾ ഡെവലപ്പ് ചെയ്തെടുക്കുക, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റ സയൻസ്, സൈബർ സെക്യൂരിറ്റി, ബ്ലോക്ക് ചെയിൻ പോലെയുള്ള ആധുനിക ലോകത്തിന് വേണ്ട വിഷയങ്ങളെ പറ്റിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? പഠിപ്പിക്കുന്നത്. ഓക്കെ, അതായത് ഇവിടെ ഈ പറയുന്ന നമ്മുടെ കേരളത്തിൽ, കൊച്ചു കേരളത്തിൽ ഈ പറയുന്ന ലോകത്തെമ്പാടും ആവശ്യമായിട്ടുള്ള നൂതന ടെക്നോളജികളെ പറ്റി നമ്മുടെ ഇവിടെയുള്ള കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്നതിലൂടെ നമ്മുടെ കുട്ടികളുടെ ഹ്യൂമൻ റിസോഴ്സ്, കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലേ, നമ്മളെപ്പോഴാണ് ഹ്യൂമൻ റിസോഴ്സ് ഡെവലപ്പ് ആവുന്നത്? നമ്മൾ സ്വയം എന്ത് ചെയ്യുന്നു? ഡെവലപ്പ് ചെയ്യുന്നു, അറിവ് നേടിക്കൊണ്ട് അല്ലേ. അപ്പോൾ ഈ പറഞ്ഞ അറിവുകൾ നേടാനുള്ള സാഹചര്യം സ്കൂളുകൾ അല്ലെങ്കിൽ കോളേജുകൾ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നു. അതാണ് ഉദ്ദേശിക്കുന്നത്. ഇനി കേരള ഡെവലപ്മെൻറ്റ് ആൻഡ് ഇന്നൊവേഷൻ സ്ട്രാറ്റജി കൗൺസിലാണ് KDISC. ഓക്കെ, എന്താണ്? 2018 ഇത് വരുന്നത്. എയിം എന്താണ്?
ട്രാൻസ്ഫോമിങ് കേരള ഇൻറ്റു എ നോളജ് എക്കോണമി അതിൻ്റെ ഹബ് ഓഫ് ഇന്നൊവേഷൻസ് അല്ലേ. കേരളത്തിന് ഒരു നോളജ് എക്കോണമി, ഈ അറിവ് അധിഷ്ഠിത എന്താണ് ഒരു എക്കോണമി ആക്കി മാറ്റുക. അതായത് ഇവിടെ വിവരമുള്ള മനുഷ്യരെ ക്രിയേറ്റ് ചെയ്യുക. ഓൾറെഡി നമ്മൾ വിവരം കുറച്ച് ഉള്ളവരാണ്. അപ്പോൾ നല്ല സാഹചര്യം കൂടി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് പറ്റും. അതാണ് റെസ്പോൺസിബിലിറ്റി. എന്താണ്? പ്രൊമോട്ട് റിസർച്ച് ഇൻ ന്യൂ ടെക്നോളജി, പ്രോഡക്റ്റ് ആൻഡ് പ്രോസസ്സസ് ആൻഡ് ടു ഓർഗനൈസ് സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ് അല്ലേ. എന്താണ്? പുതിയ പുതിയ ടെക്നോളജികളും ഇന്നോവേഷൻസ് കൊണ്ടുവരാനായിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുക. അതിൻ്റെ ഭാഗമായിട്ട് വരുന്ന യങ് ഇന്നൊവേറ്റീവ് പ്രോഗ്രാം എന്ന് പറയുന്നത് എന്താണ്? KDICയുടെ കാര്യം വരുന്നതാണ്. എന്തിനാണ്? ടു ഫോസ്റ്റർ ഇന്നൊവേഷൻ അമംഗ് ദ യൂത്ത്. കുട്ടികളിൽ ഈ പറയുന്ന കണ്ടുപിടുത്തം അല്ലെ ഇന്നോവേഷൻസ് എന്ന് വെച്ചാൽ എന്താണ്? പുതിയ പുതിയ നൂതന എന്താണ് ടെക്നോളജികൾ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. സോ ഇറ്റ് പ്രൊവൈഡ് സപ്പോർട്ട് ടു ട്രാൻസ്ഫോം ദ ഇന്നോവേറ്റീവ് ഐഡിയാസ് ഓഫ് ദ സ്റ്റുഡൻസ് ഇൻ ടു പ്രോജക്ട്സ് അല്ലേ. കുട്ടികൾക്ക് സ്കൂൾ ലെവലിൽ തന്നെ നമുക്ക് പണ്ടൊക്കെ ഈ ശാസ്ത്ര സാങ്കേതിക മേളകൾ എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് ചെറിയ ചെറിയ എന്തെങ്കിലുമൊക്കെ ചെയ്ത് പിള്ളേർ സമ്മാനമൊക്കെ വാങ്ങുമായിരുന്നു. ഇന്നിപ്പോൾ കാലം മാറി അല്ലേ. ഇന്ന് ചെറിയ കുട്ടികൾ തന്നെ കോഡിങ് ചെയ്യുന്നു, പുതിയ പുതിയ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നു, അവർ റോബോട്ടിക്സ് ഇൻട്രസ്റ്റഡ് ആണ്. അപ്പോൾ ആ കഴിവുകൾ ഈ ചെറിയ പ്രായത്തിലേ തന്നെ എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ പദ്ധതിയിലൂടെ അല്ലെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ സപ്പോർട്ടോടുകൂടി പ്രാവർത്തികമാക്കി പ്രോജക്റ്റുകളാക്കി ആ പറയുന്ന പ്രോജക്റ്റുകളിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റുകൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിദേശ രാജ്യങ്ങളിൽ നിന്നോ ധനകാര്യ സ്ഥാപനങ്ങളിൽ നിന്നോ കൊണ്ടുവരാൻ പറ്റി. ചെറിയ പ്രായത്തിൽ തന്നെ ഇവർക്ക് എന്തായി മാറാൻ പറ്റും? സംരംഭകരായി മാറാനും അവരുടെ കഴിവിനെ വളർത്താനും അതുപോലെ സാമ്പത്തികമായിട്ട് മെച്ചപ്പെടാനും ഒക്കെ പറ്റും. സോ ഇതാണ് ഇവിടെ സിമ്പിളായിട്ട് ഉദ്ദേശിക്കുന്നത്. ദ കേരള നോളജ് എക്കോണമി മിഷൻ ഇതുമായി വന്നൊരു പ്രോജക്റ്റാണ്. എയിം എന്താണ്? ട്രാൻസ്ഫോമിങ് കേരള ഇൻറ്റു എ നോളജ് എക്കോണമി ആൻഡ് പ്രൊവൈഡിങ് എംപ്ലോയ്മെൻറ്റ് ഫോർ എഡ്യൂക്കേറ്റഡ് എംപ്ലോയ്മെൻറ്റ് ടു ദ എഡ്യൂക്കേറ്റഡ്. ഇതാണ് മറ്റൊരു പദ്ധതി. ഇനി മൂന്നാമതായിട്ട് വരുന്നതാണ് എന്താ? കേരള സ്റ്റാർട്ടപ്പ് മിഷൻ. അപ്പോൾ സ്റ്റാർട്ടപ്പ് എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാം അല്ലേ. എന്താണ്? 2006 ഇത് ലോഞ്ച് ചെയ്തത്. സ്റ്റാർട്ടപ്പ് എന്ന് വെച്ചാൽ എന്താ? നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ മനസ്സിലുള്ളൊരു ചെറിയ ഐഡിയ, ഈ ഐഡിയ വെച്ച് നമുക്ക് ചെറിയ രീതിയിൽ നമുക്ക് സ്വയം ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പറ്റും. ആ സ്റ്റാർട്ടപ്പ് കമ്പനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിദേശ ഫണ്ടിങ്ങുകൾ വാങ്ങാനായിട്ട്. വിദേശം എന്ന് വെച്ചാൽ വേറൊന്നുമില്ല, ധനകാര്യം. നമ്മൾ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്നൊക്കെയാണ് ഇവർ പറയുന്നത്. അവരെന്ത് ചെയ്യും? ഇൻവെസ്റ്റ് ചെയ്യും. ഇപ്പോൾ ബൈജൂസ് കേട്ടിട്ടുണ്ടാവുമല്ലോ, ഇപ്പോൾ കുറച്ച് മോശം അവസ്ഥയിലാണ്. ഈ ബൈജൂസ് എന്ന് പറയുന്നത് ഈ പറഞ്ഞ ബൈജു എന്ന് പറഞ്ഞ വ്യക്തി തുടങ്ങിയൊരു ചെറിയ സ്ഥാപനമാണ്. അതിലും വിദേശ ഫണ്ടിങ്, ഞാൻ എപ്പോഴും വിദേശ ഫണ്ടിങ് എന്ന് പറയുമ്പോൾ വേറൊരു രീതി എടുക്കരുത്. കാശുള്ളവർ എന്ത് ചെയ്യുന്നു? ഫണ്ടിങ് കൊടുക്കുന്നു. കാരണം അവർക്കറിയാം ഇത് വളർന്നു വരും. അപ്പോൾ അങ്ങനെ ആൾക്കാർ ഇതിൽ പൈസ കൊടുത്തു, അത് വളർന്നു, എത്രത്തോളം വലുതായി എന്നുള്ളത് കണ്ടല്ലോ. പിന്നീട് ഇപ്പോൾ മോശം അവസ്ഥ വന്നു, അത് അവരുടെ വേറെ കാര്യം. ഓക്കെ. അപ്പോൾ ഇത്തരത്തിൽ സ്റ്റാർട്ടപ്പുകൾ എന്ത് ചെയ്യുക? ഇൻക്യുബേഷൻ പ്രോഗ്രാംസ് എന്നൊക്കെ ഇതിനെ പറയും. സോ കേരള സ്റ്റാർട്ടപ്പ് മിഷൻ 2006 വന്നു. എന്താണ്? പ്രൊമോട്ട് ദ സ്റ്റാർട്ടപ്പ് സെൻസ് ഇൻ കേരള, ട്രാൻസ്ഫോമിങ് ഇന്നോവേറ്റീവ് ഐഡിയാസ് ഇൻ ടു എൻ്റർപ്രൈസസ് ആൻഡ് ടു മേക്ക് ദ സ്റ്റേറ്റ് എ ലീഡിംഗ് ഹബ്. ഇതുമായി ബന്ധപ്പെട്ട് നമ്മൾ ടെക്നോ പാർക്കിൻ്റെ ഭാഗത്തൊക്കെ ഒരുപാട് സ്റ്റാർട്ടപ്പ് കമ്പനികൾ വരുന്നുണ്ട്. ഇതിനെന്ത് ചെയ്യാൻ പറ്റും? ഇതിനാവശ്യമായിട്ട് കണ്ടോ, ഇൻക്യുബേറ്റേഴ്സിനെ കൊടുക്കുക അല്ലെ, ഹബ്ബുകൾ കൊടുക്കുക, ഇൻക്യുബേറ്റേഴ്സ് കൊടുക്കുക എന്ന് വെച്ചാൽ അതിനാവശ്യമായിട്ടുള്ള അറിവും വിവരമുള്ള ആൾക്കാരുടെ സപ്പോർട്ട് കൊടുക്കുക, ഫണ്ടിങ് കൊടുക്കുക, വെൻഡർഷിപ്പ് കൊടുക്കുക. അതുപോലെ തന്നെ എന്താണ്? ഇൻ്റർനാഷണൽ എക്സ്ചേഞ്ച് പ്രോഗ്രാംസ് ഇവർക്ക് വേണ്ടിയിട്ട് കണ്ടക്ട് ചെയ്യുക. അതായത് ഈ പറഞ്ഞ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് വരും. നിങ്ങൾ എനിക്കറിയില്ല, ഷാർക്ക് ടാങ്ക് എന്ന് പറഞ്ഞൊരു പരിപാടി ഈ നോർത്ത് ഇന്ത്യയിലെ ഏതോ ചാനലിലുണ്ട്, കേട്ടിട്ടുണ്ടോ? ഷാർക്ക് ടാങ്ക് എന്ന് പറഞ്ഞിട്ട്. എന്ന് വെച്ചാൽ വലിയ പൈസ ഉള്ള ആൾക്കാരാണ് നമ്മൾ ഏഞ്ചൽ ഇൻവെസ്റ്റേഴ്സ് എന്ന് പറയും. അവരെ മുമ്പ് നമുക്ക് നമ്മുടെ ഈ ഐഡിയാസ് പിച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഐഡിയാസ് അവർക്ക് ഇഷ്ടപ്പെട്ടാൽ അവർ നമ്മുടെ കമ്പനിയിൽ ഫണ്ടിങ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യും. അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പനി ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതിന് സാഹചര്യം വേണ്ടേ? ആ ഷാർക്ക് ടാങ്ക് പോലെ ഒരു സംഭവം നമ്മുടെ കേരള ഗവൺമെൻറ് ചെയ്താൽ അതായിരിക്കും കേരള സ്റ്റാർട്ടപ്പ് മിഷൻ എന്ന് പറയുന്നത്. സോ ഇങ്ങനെ ഓർത്ത് വയ്ക്കുക. ഇത്രയേ ഉള്ളൂ, തീർന്നു. നമ്മുടെ ഈ ഒരു ചാപ്റ്റർ തീർന്നു.